കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ സൂമോ റോഡിലൂടെ നടന്നു വരുമ്പോൾ അവളെ ഒരു ചെറിയ ഇന്റർവ്യൂവിന് വേണ്ടി പിടിച്ചു നിർത്താണ്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കൂടുതലായി ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ. പബ്ലിക്കിലേക്ക് ചെന്ന് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അങ്ങനെ അത് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഒരു വീഡിയോ പിടുത്തമാണ് അവിടെ നടക്കുന്നത്. ഫേവറേറ്റ് കളർ ഏതാ, ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാ, ഫേവറേറ്റ് ഫിലിം ഏതാ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് എന്റെ ഫേവറേറ്റ് കളർ ഡാർക്ക് ബ്ലൂ ആണ്, ഫേവറേറ്റ് ഫ്രൂട്ട് ഓറഞ്ച് ആണ്, ഫേവറേറ്റ് ഫിലിം എബൌട്ട് ടൈം ആണ് എന്നിങ്ങനെയെല്ലാം അവൾ മറുപടി പറയുമ്പോൾ അടുത്തതായി അവൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇഷ്ടപ്പെടുന്ന ഒരാളോട് കുറച്ചധികം നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എന്തായിരിക്കും ആദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ, അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമാണെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെ കാണുന്ന സമയത്ത് അങ്ങനെ ചോദിക്കാൻ മാത്രം ആളുമായുള്ള എന്റെ മെമ്മറീസ് ഒക്കെ എനിക്ക് ഓർമ്മ നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പണ്ടേ പിറകിലോട്ടാണെന്ന് പറയുന്നവൾ അങ്ങനെ ഒരു ആൻസർ കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഈ ഇന്റർവ്യൂവേഴ്സിന് അടുത്തതായി കിട്ടുന്ന ഇര നമ്മുടെ കഥാനായകനാണ്. അവനും അതേ റോഡിലൂടെ നടന്നു വരികയായിരുന്നു. അവന്റെ പേര് ഷീ എന്നാണ്. അവനോടും ഇതേ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുമ്പോൾ അവൻ നൽകുന്ന അതേ ആൻസേഴ്സ് ആണ്. അതായത് ഡാർക്ക് ബ്ലൂ, ഓറഞ്ച്, എബൌട്ട് ടൈം എന്നിവയാണ് ഇഷ്ടപ്പെട്ട നിറം, ഫ്രൂട്ട്, സിനിമ എന്നിങ്ങനെ പറയുന്നത്. കൂടാതെ ഇഷ്ടപ്പെട്ട ആളെ കുറെ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ എന്തായിരിക്കും ചോദിക്കുക എന്ന ആ ഒരു ചോദ്യത്തിനും സൂമു പറഞ്ഞ ആ ഒരു ആൻസറുമായി കറക്റ്റ് ആയിട്ട് ഒത്തുപോകുന്ന ഒരു ആൻസർ തന്നെ ഇവൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആള് എന്നെ കുറെ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ ഓർത്തിരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, മറന്നിട്ടുണ്ടാക്കുമെന്നായിരുന്നു അവന്റെ മറുപടി. അങ്ങനെ അതിനുശേഷം അവൻ അങ്ങ് പോകുമ്പോ ഇതെന്താ ഇവരൊക്കെ ഒരേ കണക്ക് ആൻസർ പറയുന്നത്, എന്തായാലും അവർ തമ്മിൽ ചേർന്നാല് നല്ല ചേർച്ചയായിരിക്കും എന്ന് ആ ഇന്റർവ്യൂവർ അത് കേട്ട് കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഇന്റർവ്യൂവർക്ക് അറിയില്ലല്ലോ ഇവർക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന കാര്യം. അത് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാന്ന് വെച്ചാല് ഇപ്പൊ തന്നെ ഒരേ റോഡിലൂടെ രണ്ടുപേരും നടന്നു പോകുന്നു. അവർ പരസ്പരം കാണാതെ ക്രോസ് ചെയ്ത് പോകുന്നുമുണ്ട്. പക്ഷെ ആ സമയം ഒരു മിന്നായം പോലെ അവളെ കണ്ട് ഷീ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് സൂമോനെ അവൻ വ്യക്തമായി കാണുന്നുണ്ട്. പക്ഷെ അവൾ അവനെ കാണാതെ അങ്ങ് ക്രോസ് ചെയ്ത് പോകുമ്പോഴും അവൻ അവളെ തന്നെ നോക്കി നിൽക്കാണ്. ആ നോട്ടത്തില് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വസ്തു പക്ഷെ അത് പെട്ടെന്ന് ഒരു ദിവസം കാണാതെ ഒരുപാട് തപ്പിയിട്ടും കിട്ടാതെ പിന്നീട് ഒരു ദിവസം അപ്രതീക്ഷിതമായി അത് ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വരുന്ന ഒരു എക്സ്പ്രഷൻ ഇല്ലേ, അതേ കണക്കൊരു എക്സ്പ്രഷൻ ആയിരുന്നു. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ആരാ, എന്താ ഇവർക്കിടയിലുള്ള ബന്ധം എന്നതൊക്കെ അറിയാനായി ഫ്ലാഷ് ബാക്ക് ഇല്ല, അത് ഇടയ്ക്ക് വരും. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കാണാം. അങ്ങനെ ഇവിടെ നിന്ന് നേരെ സൂമോ പോയിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലൈൻഡ് ഡേറ്റിനാണ്. അവിടെ വെച്ച് അവൾ കണ്ടുമുട്ടുന്ന ആൾ അവളോട് എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം കഴിക്കണമെന്ന് കാണുമ്പോഴേ പറയാണ്. നമുക്ക് രണ്ടുപേർക്കും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ എന്നെ കല്യാണം കഴിച്ച ആ കുട്ടിക്ക് ബോണസേ ഉള്ളൂ. ഞാൻ വളരെ നല്ല സ്വഭാവമാണ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറും, എനിക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, വലിയ ലക്ഷറി ഫ്ലാറ്റ് ഉണ്ട് എന്നിങ്ങനെയെല്ലാം അയാൾ വാച്ച് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വെയിട്രസ് വെള്ളം സെർവ് ചെയ്യാനായി വരുമ്പോഴേക്കും ആളുടെ തന്നെ കൈ തട്ടി അവിടെ വെള്ളം ആവുന്നുണ്ട്. പ്രത്യേകിച്ച് അയാളുടെ കയ്യിൽ ആ വെള്ളം വീണെന്ന് പറഞ്ഞ് അയാൾ ആ വെയിട്രസിനോട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ മര്യാദയ്ക്ക് ഒഴിച്ചുകൂടെ, ചൂടുവെള്ളമാണോ മനുഷ്യൻ ദേഹത്ത് ഒഴിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ബഹളം വെച്ച് ഇയാളുടെ തെറ്റ് വെയിട്രസിന്റെ തല കെട്ടിവെക്കുമ്പോൾ സൂമു അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇയാൾ തട്ടിയിട്ടിട്ട് ആ വെയിട്രസിന്റെ ദേഹത്തും ചൂടുവെള്ളം വീണു. എന്നിട്ട് അയാൾ പറയുന്നൊക്കെ കേട്ടില്ലെന്ന് മട്ടില് അവൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും വെയിട്രസ് പോയി കഴിയുമ്പോൾ അയാളോട് നല്ല രണ്ടെണ്ണം പറയുന്നുണ്ട്. ഇപ്പോഴല്ലേ നിങ്ങൾ ഭയങ്കര കരുണയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞത്, എന്നിട്ട് നാക്ക് വായിലിടും മുന്നേ ആ കരുണയൊക്കെ നല്ല രീതിയിൽ കണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രവൃത്തിയും വാചകടിയും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ഒരാളെ ഡേറ്റ് ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അയാളെ റിജക്ട് ചെയ്ത് നേരെ പോകുന്ന അവൾ വെയിട്രസിന് വേണ്ടി ഐസ് കെട്ട് പോലും ചൂടുവെള്ളം വീണ് പൊള്ളിയെടുത്ത് വെക്കാനായി അവൾ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെയിട്രസിനോട് നിങ്ങൾ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെല്ലാം ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയം ഷീ അവന്റെ ഒരു കസിനെ കാണാനായി പോയിരിക്കുകയാണ്. അവിടെ നടക്കുന്ന സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പുറത്തായിരുന്നവൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോ ചൈനയിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നത് എന്നാണ്. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ അല്ലേ. പിന്നീട് ഈ ബ്ലൈൻഡ് ഡേറ്റ് കുളമായ സൂമു അവളുടെ ഒരു ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ച് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അമ്മ ഫോൺ വിളിച്ച് നല്ല വഴക്ക് പറയുന്നുണ്ട്. നീ എങ്ങനെ ഈ ഒന്നിനു പുറകെ ഒന്നായി ഓരോ ബ്ലൈൻഡ് ഡേറ്റുകൾ ഇങ്ങനെ കുളമാക്കിക്കൊണ്ടിരിക്കുന്നത്, ആരുടെ കൂടെ ഡേറ്റിന് വിട്ടാലും അത് കുളമാക്കാനായിട്ട് നിനക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുമല്ലോ, ഒരു പ്രത്യേക കഴിവ് തന്നെയെന്നൊക്കെ പറഞ്ഞ് അമ്മ സംസാരിച്ച് കോള് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും ആ കാര്യം പറയുന്നുണ്ട്. ഇതിപ്പോ എത്രാമത്തെ ബ്ലൈൻഡ് ഡേറ്റാ, ഒന്നുപോലും സെറ്റ് ആവുന്നില്ല, നിനക്ക് മാത്രം എന്ത് ഇങ്ങനെയെന്നെല്ലാം ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ. പൊതുവെ ആളുകൾ പുറമേ നിന്നുള്ള ഒരു സൗന്ദര്യം മാത്രം നോക്കിയാ അവരുടെ ലൈഫ് പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ചുമ്മാ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോയി ഒരാളെ പാർട്ട്ണർ ആക്കി എടുക്കാനായിട്ട് ഇത് ഷോപ്പിംഗ് ചെയ്യുന്ന കണക്ക് എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ലൈഫാ, എനിക്ക് നോക്കി കണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നോക്കുന്നത് പുറമേ നിന്നുള്ള ഭംഗിയല്ല, നന്നായി സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്, നല്ല മനസാക്ഷ്യമുള്ള ഒരാളെന്നല്ല സൂമു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ടത്തെ നിന്റെ ഡെസ്ക് മേറ്റ് ഇല്ലേ, അവൻ ഭയങ്കര കെയറിങ്ങും ഒക്കെ ആയിരുന്നല്ലോ, നിനക്ക് അവനെ ഒന്ന് നോക്കിക്കൂടെ എന്നല്ല പണ്ടത്തെ എന്തോ ഒരു കാര്യം ഫ്രണ്ട് പറയുമ്പോൾ നീ ആരെ പറ്റി പറയുന്നതെന്ന് മനസ്സിലാവാതെ സൂമു തിരക്കുന്നുണ്ട്. ആ സമയം നിനക്ക് ഓർമ്മയില്ലേ പണ്ടത്തെ നിന്റെ ഡെസ്ക് മേറ്റ് എന്നിങ്ങനെ ഫ്രണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോ ഓ ഷിയോ, അവനെ ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞ അവനിപ്പോ മുന്നിൽ വന്ന് നിന്നാൽ പോലും എനിക്ക് അവനെ തിരിച്ചറിയാൻ പറ്റില്ല, അത്രയ്ക്ക് എന്റെ ഓർമ്മയിൽ അവൻ പോയിന്നല്ല അവൾ ഇങ്ങനെ സംസാരിക്കുമ്പോ അങ്ങോട്ടേക്ക് എത്തുന്ന ഷീ അത് കേട്ടിരുന്നു. അവൻ ആ സംഭാഷണം കേട്ടതുകൊണ്ട് തന്നെ അവൾ തന്നെ ഒരു രീതിയിലും ഇപ്പൊ കാണാതിരിക്കാനായി വേഗം
അവരുണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റിൽ നിന്ന് മാറി പോകുന്നുണ്ടെങ്കിലും അവൾ അപ്പോഴേക്കും ഒരു മിന്നായം പോലെ അവനെ കണ്ടിരുന്നു. ആരാത്, എവിടെ കണ്ടു കണക്കുണ്ടല്ലോ എന്ന് അവൾ ഇങ്ങനെ അവനെ പറ്റി ആലോചിക്കുന്നു. അങ്ങനെ അതിനുശേഷം താമസിക്കുന്ന റൂമിലേക്ക് സൂമു ചെല്ലുന്ന സമയത്ത് അവൾക്ക് അവിടെ ഒരു റൂംമേറ്റ് ഉണ്ട് കേട്ടോ. പുള്ളിക്കാരിയാണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി പാട്ടൊക്കെ ഭയങ്കര സൗണ്ടിൽ വെച്ചോണ്ടിരിക്കുമ്പോ എല്ലാ തൊല്ലയും കഴിഞ്ഞ് ഇവിടെ കുറച്ച് സമാധാനത്തിന് എത്തുമ്പോൾ ഇവിടെ അതിലും വലിയ തൊല്ലയാണല്ലോ എന്ന് മട്ടിലായിരുന്നു സൂമുവിന്റെ ഇരിപ്പ്. അങ്ങനെ അവൾ അടുത്ത ദിവസം ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് അവരുടെ കമ്പനിയുടെ പുതിയ പ്രസിഡന്റ് ഇന്നൊരു മീറ്റിംഗിന് എത്തുന്ന കാര്യം അവൾ അറിയുന്നത്. അങ്ങനെ അവൾ ആ മീറ്റിംഗിന് പോയിരിക്കുന്ന സമയം എത്തുന്ന ആളിനെ കണ്ട് ആകെ ഷോക്കാവുന്നു. അത് ഇന്നലെയും കൂടി അവളുടെ ഫ്രണ്ട് അവളോട് പറഞ്ഞ അവളുടെ ഡെസ്ക് മേറ്റ് ആയിരുന്ന ഷിയാണ്. ആ സമയം അവൾ പഠിച്ചിരുന്ന ക്ലാസ്സിലേക്ക് ആദ്യമായി അവനൊരു പുതിയ വിദ്യാർത്ഥിയായി വന്നതും അവനെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതുമായ കാര്യങ്ങളൊക്കെ അവൾ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗിന് ഇരിക്കുന്ന സമയത്തൊന്നും തന്നെ ഷീ സൂമോനെ അറിയാവുന്ന ഒരു ഭാവമേ അവിടെ കാണിക്കുന്നില്ല. അങ്ങനെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ പുതിയ പ്രോഡക്റ്റിന്റെ അനുബന്ധമായ പല പ്രൊമോഷണൽ ഐഡിയാസും അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ സീനിയർ സ്റ്റാഫ് കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അതൊന്നും തന്നെ ഷീക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് 25 മുതൽ 30 വയസ്സുള്ള ഏജ് ഗ്രൂപ്പിലെ ആളുകളെ ടാർഗറ്റ് ചെയ്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിനകത്തുള്ള ആരാണ് ഇവിടെ സ്റ്റാഫ്സ് ആയിട്ടുള്ളതെന്ന് ആ മീറ്റിംഗിനിടയിലെ ആളുകളോട് അവൻ തിരക്കുമ്പോൾ 2 പേരാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അവിടെ സ്റ്റാഫായിട്ട് ആ മീറ്റിംഗിന് ഇരിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ സൂമോ ആണ്. അവരോട് ഈ ഒരു പ്രോഡക്റ്റിന്റെ പരസ്യം ഏത് രീതിയിൽ ചെയ്താലായിരിക്കും കൂടുതൽ അത് നിങ്ങളിൽ അപ്പീൽ ആവുക എന്ന സജഷൻ ഷീ തിരക്കുമ്പോൾ സൂമോ ഒരു ഐഡിയ പറയുന്നു. ആ ഐഡിയ അവന് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്നെ അസിസ്റ്റ് ചെയ്യാനായി ആരാണ് വരുന്നതെന്ന് മീറ്റിംഗിലിരിക്കുന്ന എല്ലാ സ്റ്റാഫ്സിനോടുമായി ഷീ തിരക്കുമ്പോൾ അവിടുത്തെ സീനിയർ സ്റ്റാഫ് ഇപ്പോൾ ഷീ അക്സെപ്റ്റ് ചെയ്ത ഐഡിയ സൂമോ പറഞ്ഞതായതുകൊണ്ട് സൂമോ തന്നെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ഐഡിയ എന്ന് പറയുമ്പോൾ സൂമോയ്ക്ക് പിന്നെ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവൾ അതിന് തയ്യാറാവുന്നു. ആ സമയത്തും അവൾക്ക് ഇത് തന്റെ ഡെസ്ക് മേറ്റ് ആയിരുന്ന ഷീ അല്ലേ എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. പക്ഷെ അവൾക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം ഒഫീഷ്യലി കമ്പനിയിൽ അവന്റെ പേര് ജിയാങ് എന്നാണ്. സ്കൂൾ കാലഘട്ടത്തിലായിരുന്നു ഷീ എന്ന പേരിൽ അവൻ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഈ കഥ പറയുമ്പോൾ കമ്പനിയിൽ ജിയാങ് പിന്നെ സ്കൂളിൽ ഷീ എന്നീ 2 പേരുകളും കൂടി മിക്സ് ആയി രണ്ട് പേരാണ് എന്ന തെറ്റിദ്ധാരണ വരാതിരിക്കാനായി നമുക്ക് അവൾ വിളിക്കുന്ന പേരായ ഷീ എന്ന പേരിൽ തന്നെ പറയാം. അങ്ങനെ ഈ പേര് രണ്ടായതുകൊണ്ട് തന്നെ അവനാണോ ഇത് എന്ന് കൺഫേം ചെയ്യാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിരുന്നവൾ ആ മീറ്റിംഗിന് ശേഷം ഷീ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സാർ, 1 മിനിറ്റ് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് വളരെ ഫ്രാങ്ക് ആയി തന്നെ അവൾ അവന്റെ അടുത്ത് സാറിന്റെ പേര് ജിയാങ് എന്നല്ലേ, സാറിന് ഷീ എന്ന പേരുള്ള ആരെങ്കിലും അറിയാമോ, സാറിന്റെ കസിൻസോ അങ്ങനെ വല്ലതും ആ പേരിലുണ്ടോ എന്ന തിരക്കാണ്. സാർ എവിടെ പഠിച്ചത് എന്നിങ്ങനെ വീണ്ടും അവന്റെ സ്കൂളിനെ പറ്റിയൊക്കെ അറിയാനായും അവൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാതെ അവൻ എന്തിനിപ്പോ ഇതൊക്കെ ചോദിക്കുന്നത് എന്ന് തിരക്കുന്ന സമയത്തല്ല, സാറിനെ കണക്ക് തന്നെയുള്ള ഒരാൾ എന്റെ ക്ലാസ്മേറ്റ് ആയിട്ട് ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നു. ഇനി അത് സാറ് തന്നെയാണോ എന്ന് അറിയാനായി ചോദിച്ചതാ. പക്ഷെ ആളുടെ പേര് ഷീ എന്നായിരുന്നു, സാറിനെ പോലെ ജിയാങ് എന്നല്ല അവൾ ഇങ്ങനെ പറയുമ്പോൾ ഓ ഡെസ്ക് മേറ്റോ, എന്നിട്ട് ആളുടെ മുഖം പോലും ഓർമ്മയില്ലല്ലേ, പിന്നെ എന്തിനാ അന്വേഷിക്കുന്നുള്ള ഭാവത്തില് അവൻ അങ്ങ് പോകുമ്പോ അവന്റെ ആ ഒരു സംസാരവും നോട്ടവും ഒക്കെ അവന് താൻ ചോദിച്ചതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവൾക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ അവൾ പിന്നീടൊന്നും സംസാരിക്കാതെ മാറി നിൽക്കുന്നു. പക്ഷെ അപ്പോഴും അവന് നല്ല ഒരു പരിചയം അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. അവൾക്ക് വലിയ കൺഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ അന്ന് ജോലി കഴിഞ്ഞ് തന്റെ ഫ്രണ്ടിനെ കാണുന്ന അവൾ ആ ഷീയെ കണക്ക് തന്നെയുണ്ട് എന്റെ പുതിയ പ്രസിഡന്റിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം അവൾ പറയുമ്പോൾ കൂട്ടത്തിൽ അത് ഷീ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാനായി തന്റെ പുതിയ പ്രസിഡന്റിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഈ ഫ്രണ്ടിനെ കാണിക്കാമെന്നും അവൾ തീരുമാനിക്കുന്നുണ്ട്. കാരണം ഈ ഫ്രണ്ട് അവൾക്ക് ഒരേ ഹൈസ്കൂളിൽ പഠിച്ചവരാണ്. അപ്പോൾ തീർച്ചയായും ഫ്രണ്ടിന് ഷീ ആണോ അല്ലയോ അതെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ഓഫീസിലേക്ക് ചെല്ലുന്ന സൂമു കോൺഫറൻസ് റൂമിൽ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന ഷീയുടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പുറത്തു നിന്ന് കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. അവളാകട്ടെ അത് ക്ലിക്ക് ചെയ്ത് ഫ്രണ്ടിന് അയച്ചു കൊടുക്കാനായി തുടങ്ങുന്ന ആ സമയത്താണ് അവൾ അടുത്തുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പ്രസന്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന അവളുടെ കൊളീഗ് അറിയാതെ കമ്പ്യൂട്ടറുമായി അവളുടെ ഫോൺ ലിങ്ക് ചെയ്യുന്നതും അങ്ങനെ അത് സ്ക്രീനിങ് മോഡിലേക്ക് പോയി അവൾ ഫോട്ടോ എടുക്കുന്ന കാര്യം അകത്തുള്ളവർക്ക് മനസ്സിലാവുന്നതും പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന അവൾ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി പതിയെ കോൺഫറൻസ് റൂമിന് അകത്തേക്ക് ചെല്ലുന്നു. തന്ത്രപരമായി അതിൽ നിന്ന് രക്ഷപ്പെടാനായി അവൾ പുതിയ പ്രസിഡന്റിന്റെ ഫോട്ടോ എടുത്തത് അദ്ദേഹം വളരെ ഇൻസ്പിറേഷൻ ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന എംപ്ലോയീസിന് അദ്ദേഹത്തെ പറ്റി ഒരു പ്രസന്റേഷൻ കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട്. എന്തായാലും അവൾ കൊടുത്ത ഐഡിയയുടെ പേരിലാണ് ഇപ്പോൾ അവിടെ തുടർന്നുള്ള പ്രൊസീഡിങ്സ് ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഐഡിയ സെലക്ട് ആയതിന് ഡിന്നറിന് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോകണമെന്നൊരു സിറ്റുവേഷനിൽ സൂമോ എത്തുന്നുണ്ട്. പക്ഷേ ഒടുക്കമായി ഡിന്നറിന് പോകുന്നത് ഷീയും സൂമോയും ഒറ്റയ്ക്കാണ്. കാരണം ബാക്കി കൊളീഗ്സിനൊക്കെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വർക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ സൂമോയ്ക്ക് ഷീയുടെ കൂടെ ഒറ്റയ്ക്ക് ആദ്യം ഇതുപോലെ ഡിന്നറിന് പോകാനായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, ഡിന്നറിന് പോകുമ്പോഴെങ്കിലും ഇത് തന്റെ ആ പഴയ ഡെസ്ക് മേറ്റ് ആയ ഷീ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാമല്ലോ എന്ന ഒരു
കാര്യം കൊണ്ട് അവൾ രണ്ടും കൽപ്പിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അവരവിടെ റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോൾ ചെറിയൊരു സ്കേർട്ടൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന ഷീ അവന്റെ കോട്ട് അവൾക്ക് കംഫർട്ടബിൾ ആയി ഇരിക്കാനായി കൊടുക്കുന്നു. കൂടാതെ അവിടെ മീറ്റ് ഒക്കെ ഗ്രിൽ ചെയ്യുമ്പോൾ ഷീ ലെഫ്റ്റ് ഹാൻഡർ ആണ് എന്ന കാര്യം സൂമോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ ക്ലാസ്മേറ്റും ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നല്ലോ എന്ന കാര്യം ആലോചിക്കുന്നവൾ സാറ് ലെഫ്റ്റ് ഹാൻഡർ ആണോ എന്നെല്ലാം എടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനൊന്നുമില്ല, രണ്ട് കൈ ഉപയോഗിക്കും. ഇപ്പൊ എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കാൻ ഒരു മൂഡ് വന്നു ചെയ്തു എന്ന് അവൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചില ക്വസ്റ്റ്യൻസ് സാറിനോട് ചോദിക്കാം, ഒരു റാപ്പിഡ് ഫയർ കണക്ക് ടക്ക് ടക്കുന്ന ആൻസർ പറയണമെന്ന് അവൾ പറഞ്ഞങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവൻ ഏത് കളറാണ് ഇഷ്ടം, ഏത് ഫ്രൂട്ടാണ് ഇഷ്ടം, ഏത് സിനിമയാണ് ഇഷ്ടം, അവന്റെ നാഷണാലിറ്റി എന്താണ്, ഇപ്പൊ എവിടെ നിന്നാണ് വരുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊക്കെ ആൻസർ പറയുന്നുണ്ട്. ഓറഞ്ച്, ബ്ലൂ, ചൈനീസ് ആണ് ഞാനിപ്പോ കാലിഫോർണിയയിൽ നിന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ അവൾ ഇതൊക്കെ വെച്ച് തന്റെ ഡെസ്ക് മേറ്റുമായി തന്റെ ഇപ്പോഴത്തെ ഈ ഒരു ബോസിനെ കണക്ട് ചെയ്യാനായി നോക്കുകയാണ്. അങ്ങനെ അവൾ അത് മനസ്സിലാലോചിച്ചോണ്ടിരിക്കുകയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളും അവന്റെ കാര്യങ്ങളും ഒക്കെ മാച്ചിങ് ആവുന്നുണ്ടോ എന്നല്ല. ഭാഗ്യം ആധാർ കാർഡ് നമ്പർ മാത്രം ചോദിച്ചില്ലല്ലോ, ബാക്കിയെല്ലാം ചോദിച്ചല്ലോ എന്നുള്ള മട്ടിലായിരുന്നു അവന്റെ ഇരിപ്പ്. അപ്പോഴും അവന് മനസ്സിലാവുന്നുണ്ട് ഇവൾ താൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും പിടുത്തം കൊടുക്കാതെയാണ് അവൻ ഇരിക്കുന്നത്. അവളുടെ ഡെസ്ക് മേറ്റ് ആയിരുന്നിട്ടും അവൾ തന്നെ ഓർക്കുന്നില്ല, തന്റെ മുഖം തിരിച്ചറിയുന്നില്ല. അങ്ങനെ അവൾ പറയുന്നതും അവൻ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം പിടികൊടുക്കാനായിട്ടുള്ള ആ ഒരു തീരുമാനം അവനില്ല. അങ്ങനെ തുടർന്ന് ജോലിയുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ സമയവും ഷീയുടെ കൂടെ സൂമോയ്ക്ക് സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അവർ ഇപ്പം ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോജക്റ്റിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ. ആ ഒരു സമയത്ത് ഇവനാണോ അവൻ എന്ന് കണ്ടുപിടിക്കാനായി അവൾ പണ്ടത്തെ തന്റെ ഡെസ്ക് മേറ്റ് ഷീക്ക് ഇഷ്ടമില്ലാത്ത റെഡ് ബീൻസ് ഒന്ന് ഇവിടെ പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ റെഡ് ബീൻസ് സ്റ്റഫ് ചെയ്ത് ബൺ അവനെ കൊണ്ട് ഇതുപോലെ ജോലി സംബന്ധമായി ഒരു യാത്ര പോകുമ്പോൾ കഴിപ്പിക്കാനായി അവൾ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ഒരു ബൈറ്റ് എടുക്കുമ്പോൾ അത് റെഡ് ബീൻസ് നന്നായി ചെല്ലുന്നില്ല. ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുന്ന അവൾ വീണ്ടും നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുമ്പോൾ കഴിക്കാതെ ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെ ബ്രെഡ് പരിപാടി ചീറ്റിയപ്പോൾ അടുത്തതായി അവൾ വന്നു നിൽക്കുന്ന സ്ഥലത്ത് കേബിൾ കാർ ഉണ്ട് എന്ന് കാണുമ്പോൾ കേബിൾ കാറുകള് നല്ല ഹൈറ്റിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഹൈറ്റ് ഷീക്ക് ഭയങ്കര പേടിയായിരുന്നു എന്ന് ഓർത്തെടുക്കുന്നത് കൊണ്ട് ഇവനെ കൊണ്ട് ഒരു കേബിൾ കാർ റൈഡിന് പോയാൽ ഇവന് ഹൈറ്റ് പേടിയാണോ എന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അതിനെ പറഞ്ഞു നിർബന്ധിച്ച് മുകളിൽ നിന്നുള്ള വ്യൂ കിടക്കനായിരിക്കും, അതൊന്നും നമുക്ക് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് കേബിൾ കാർ റൈഡിന് പോകാനേ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവൻ ചെല്ലുന്നുണ്ടെങ്കിലും അവളുടെ കണ്ടക ശരിയോ അവന്റെ നല്ല സമയമോ അവിടെ ബോർഡ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോ കേബിൾ കാർ സർവീസ് അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അത് കംപ്ലൈന്റ് ആയി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ആ ഒരു ഐഡിയയും പൊട്ടിപ്പാളീസ് ആവുന്നു. അപ്പോഴേക്കും അവൾക്കിട്ട് ഒരു പണിയവൻ കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്നുള്ള വ്യൂ കാണണം എന്നല്ലേ പറഞ്ഞത്, വാ നമുക്ക് നടന്ന് മല കയറി മുകളിൽ നിന്നുള്ള വ്യൂ കാണാം, എന്തായാലും ആഗ്രഹിച്ചതല്ലേ മിസ്സാക്കണ്ടെന്ന് പറഞ്ഞ് അവൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകുമ്പോൾ അവൾക്കാണെങ്കിൽ നടക്കാനൊന്നും വയ്യ. മുകളിൽ നിന്നുള്ള വ്യൂ കാണാനുള്ള ആഗ്രഹം കൊണ്ടും അല്ല, മറിച്ച് അവനെ പറ്റിയുള്ള സത്യം കണ്ടുപിടിക്കാനായിട്ടായിരുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട അവസ്ഥയിൽ അവൾ അങ്ങനെ വയ്യാണ്ട് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ക്ഷീണിച്ചിരിക്കുന്ന അവൾ ഫ്രണ്ടിന് ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നേയില്ല. പണി കൊടുത്ത് ഞാൻ പണി വാങ്ങുന്ന അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ അവൾ ഒരു ആത്മകഥവും നടത്തുന്നുണ്ട്. അത് നന്നായി തന്നെ ഷീക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അവളുടെ പരിപാടി ഒന്നും തന്റെ അടുത്ത് നടക്കില്ല. അവൾ എന്തുടായ്പ കൊണ്ടെന്നാലും അതൊക്കെ തന്നെ താൻ കുളമാക്കുന്നുള്ള ഭാവത്തിൽ അവൻ പോകാന്ന് പറഞ്ഞ് എഴുന്നേൽക്കാനായി അവളെ വിളിക്കുമ്പോഴേക്കും അവളുടെ കൈ തട്ടി അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇളകി പോകുന്നുണ്ട്. എന്ത് വിലയുള്ള ഷർട്ടാണെന്ന് അറിയാവോന്ന് അവൻ അത് കണ്ട് ചോദിക്കുമ്പോൾ അവൾ വല്ലാണ്ടങ്ങ് തുമ്മുന്നു. കണ്ടോ, സാറ് കാരണം ഇങ്ങനെ മല കയറി വന്ന് എനിക്ക് ജലദോഷം പിടിച്ചു. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ ലെവലായില്ലേ, സാറിന് ബട്ടൺസ് പോയി എനിക്ക് ജലദോഷം പിടിച്ചു, അപ്പൊ കോംപ്രമൈസ് എന്നും പറഞ്ഞു അവരങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നു. പോകുന്ന വഴി ഫുഡ് കഴിക്കുന്ന കാര്യത്തെ പറ്റി ഷീ പറയുമ്പോൾ വേണ്ട, എനിക്ക് വയറ് ഫുൾ ആയിട്ടിരിക്കാം, ഒത്തിരി ഫുഡ് കഴിച്ചാൽ എനിക്ക് തലകറക്കം വരും. സ്കൂളിൽ വെച്ചും ഞാൻ ഇതുപോലെ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് തലകറങ്ങി വീണ ഇൻസിഡന്റ് ഉണ്ടെന്ന് അവൾ പറയുമ്പോൾ അന്ന് സ്കൂളിൽ നീ തലകറങ്ങി വീണത് വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടൊന്നുമല്ല, പീനട്ട് കഴിച്ചിട്ടാ, അത് നിനക്ക് അലർജി ആണെന്നല്ല അവൻ പറയുമ്പോൾ അങ്ങനെ വാ ഇപ്പോഴെങ്കിലും വായിന്നൊന്നും വന്നല്ലോ എന്ന് അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. സ്കൂളിൽ വെച്ച് എനിക്ക് അങ്ങനെ ഒരു സംഭവം നടന്നതും ഞാൻ പീനട്ട് കഴിച്ചിട്ടാണ് അങ്ങനെ പറ്റിയതെന്നും നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം? സത്യം പറ, നിങ്ങൾ എന്റെ ഡെസ്ക് മേറ്റ് ആയ ഷീ തന്നെ അല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോ ഓ ഇപ്പോഴേലും കണ്ടുപിടിച്ചല്ലോ, സമാധാനം ഒന്നും പറഞ്ഞു അവൻ അവളെ തിരിച്ച് കളിയാക്കുമ്പോ എന്താ ഞാൻ ഇങ്ങനെ പുറകെ നടന്നിട്ടും എന്നോടൊന്നും പറയാതെ ഒളിച്ചു കളിച്ചതെന്ന് അവൾ ചോദിക്കുന്ന സമയത്ത് നീ ഇന്ന് റെസ്റ്റോറന്റിൽ വെച്ച നിന്റെ ഫ്രണ്ടിനോട് ഞാൻ മുന്നിൽ വന്ന് നിന്നാലും എന്നെ തിരിച്ചറിയില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു, അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെയാ പെരുമാറാൻ തോന്നിയതെന്ന് അവൻ പറയുന്നുണ്ട്. ഒരു സ്വീറ്റ് റിവെഞ്ച് എന്ന് അവൻ പറയുമ്പോഴേക്കും ആ ശരി ഫുഡ് കഴിക്കാൻ പോവാന്ന് അവൾ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ രണ്ടുപേരും ഫുഡ് കഴിക്കാനായി ഇരിക്കുമ്പോഴെല്ലാം പണ്ട് തനിക്ക് അറിയാവുന്ന ഷീ അല്ല ഇപ്പൊ മുന്നേ ഇരിക്കുന്നത്. ആള് സെയിം ആണെങ്കിലും ആറ്റിറ്റ്യൂഡിലുള്ള വലിയ വ്യത്യാസമുണ്ട്. അവൻ അന്ന് എന്ത് ജോളി ടൈപ്പായിരുന്നു, എന്ത് പാവം പയ്യനായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ വലിയ മസിൽ പിടിച്ച് വേറൊരു ആളെ പോലെയായി മാറിയിട്ടുണ്ടെന്നല്ല അവൾ ഇങ്ങനെ അവനെ കാണുമ്പോ അവനിൽ വന്നിരിക്കുന്ന ആ ഒരു മാറ്റമെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവനിപ്പോ തന്റെ ആ പഴയ ഡെസ്ക്മേറ്റ് മാത്രമല്ല തന്റെ കമ്പനിയുടെ ബോസ് ആണ്. അതുകൊണ്ട് നോക്കി കണ്ട് നിന്നില്ലെങ്കിൽ ജോലി തീർക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന അവൾ ഫ്രണ്ടിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവനെ സോപ്പിടാനായിട്ടുള്ള വഴികളാണ് ഫ്രണ്ട് നോക്കാനായി പറയുന്നത്. ഒരു ഗിഫ്റ്റ് കൊടുത്താൽ നല്ലതായിരിക്കുമെന്ന് ഫ്രണ്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അവൾക്ക് ഐഡിയ ഇല്ല. ബെൽറ്റ് വാങ്ങിച്ചു കൊടുക്കാനായി ഫ്രണ്ട് പറയുമ്പോൾ അയ്യേ അത് ഭയങ്കര പേഴ്സണൽ ആവില്ലേ, അത് ശരിയാവില്ല എന്ന് അവൾ പറയുമ്പോൾ ബെൽറ്റ് അല്ലേ പറഞ്ഞത്, അണ്ടർവെയർ ഒന്നും അല്ലല്ലോ, പിന്നെ ഇങ്ങനെ പറയുന്നത് എന്തിനാണ്
ആണെന്ന് ഫ്രണ്ട് പറയുമ്പോ നിന്റെ ഐഡിയ ഒന്നും എനിക്ക് വേണ്ട, ഞാനേ മറ്റൊരു സാധനം കണ്ടുവച്ചിട്ടുണ്ട്, അത് വാങ്ങാന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കടയിലേക്ക് പോകുന്നു. എന്തായിരിക്കും സൂമു ഷീക്കായി വാങ്ങാനായി കണ്ടുവച്ചിരിക്കുന്ന ആ ഒരു ഗിഫ്റ്റ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം തന്നെ കമന്റ് ബോക്സിൽ ഒന്ന് ഗസ് അടിച്ച്. അങ്ങനെ ഇപ്പോ തന്റെ ഡെസ്ക് മേറ്റ് ആയിരുന്ന ഷീ തന്റെ ബോസ് ആയി വന്നിരിക്കുന്ന കാര്യം അറിഞ്ഞിരിക്കുന്ന സൂമു അവനൊരു ഗിഫ്റ്റ് കൊടുക്കാനായി ഫ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം സാധനം വാങ്ങാനായി പോകുന്നു. ഫ്രണ്ട് വാങ്ങാൻ പറയുന്നത് ബെൽറ്റ് ഒക്കെ ആണെങ്കിലും അവൾക്ക് വാങ്ങാൻ താല്പര്യം ടൈ ആയിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഗസ് ചെയ്യാൻ പറഞ്ഞിരുന്നു, കുറച്ചുപേര് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ടൈ വാങ്ങാനായി പോകുമ്പോൾ ഒരു 25 വയസ്സ് പ്രായമുള്ള ഒരു പയ്യന് പറ്റിയ ടൈ എടുത്തു തരാനായി സെയിൽസ് ഗേളിനോട് സൂമു ആവശ്യപ്പെടുമ്പോ ആർക്കാ ബോയ് ഫ്രണ്ടിനാണോ എന്നൊക്കെ സെയിൽസ് ഗേൾ കുശലം പറയുന്നുണ്ട്. അല്ലാന്നല്ല സൂമു പറയുന്നുണ്ടെങ്കിലും മേഡത്തിന്റെ മുഖത്ത് നാണമൊക്കെ കാണുമ്പോ ആണെന്നാണല്ലോ തോന്നിയെന്ന് സെയിൽസ് ഗേൾ വീണ്ടും വീണ്ടും സംസാരിച്ച് നിൽക്കുമ്പോൾ ആ ബോയ് ഫ്രണ്ട് തന്നെയാ, നിങ്ങൾ അതൊന്ന് പാക്ക് ചെയ്തെടുക്കാനായി ഫ്രണ്ട് പറയുന്നു. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് നല്ലൊരു ടൈ തന്നെ സെലക്ട് ചെയ്ത് അത് പാക്ക് ചെയ്ത് പാക്കറ്റിൽ അവന്റെ പേരൊക്കെ എഴുതി റെഡിയാക്കി എടുക്കാനായി സെയിൽസ് ഗേളിനോട് പറഞ്ഞു. അവൾ ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. ഷീ ഒരു പെണ്ണിന്റെ കൂടെ അതേ മോളില് നിൽപ്പുണ്ടായിരുന്നു. ആ പെൺകുട്ടിയാട്ടെ എന്നെ മൈൻഡ് ചെയ്യാത്ത, എന്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് എന്നെ അറിയിക്കാഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അവന്റെ പിറക്കി ഇങ്ങനെ നിൽക്കാണ്. ഇതെന്തിപ്പോ ഇവിടെ സംഭവിക്കുന്ന മട്ടില് മാറി നിന്ന് സൂമു അത് നോക്കുന്നത് ഷീ കാണുന്നുണ്ട്. പിടിക്കപ്പെട്ടു എന്ന് കാണുമ്പോ അവൾക്ക് ഒളിക്കാനും പറ്റുന്നില്ല. നീ എന്താ ഇവിടെയെന്ന് അവളോട് അവൻ തിരക്കുമ്പോ അത് പിന്നെ ചുമ്മാ ഷോപ്പിങ്ങിന് വന്നതാണെന്ന് അവൾ പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ, ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണോ എന്ന്? അത് കേട്ട് ഷീയുടെ അടുത്തുണ്ടായിരുന്ന പെൺകുട്ടി ഇറക്കുന്ന സമയത്ത് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണെന്ന് പറയാതെ പുള്ളിക്കാരൻ എന്റെ ക്ലയന്റ് ആയിട്ട് വരുമെന്ന് ഒരു കള്ളച്ചിരിയോടുകൂടി സൂമു പറയാണ്. അതിന് കാരണം അവന്റെ എന്തോ ഒരു സെറ്റപ്പ് ആണ് ഈ പെൺകുട്ടി. അവന്റെ ഒരു കള്ളം താൻ കണ്ടുപിടിച്ചു എന്ന രീതിയിൽ അവൾ ഇങ്ങനെ കളിയാക്കി നിൽക്കാണ്. അങ്ങനെ ഇവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സെയിൽസ് ഗേള് ടൈ പാക്ക് ചെയ്ത് അത് എടുത്തോണ്ട് വന്ന് സൂമുനെ ഏൽപ്പിക്കുന്നു. മേഡം പറഞ്ഞ കണക്ക് തന്നെ മേഡത്തിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞു അവന്റെ പേര് അവൾ പറഞ്ഞു കൊടുത്തത് പ്രകാരം തന്നെ സെയിൽസ് ഗേള് ഉറക്കെ പറയുമ്പോ അവൾ ആകെ ചമ്മി പോകുന്നുണ്ട്. അത് ഇവിടെ നിൽക്കുന്ന ഷീയും ഷീയുടെ അടുത്ത് നിൽക്കുന്ന ചെൻഷി എന്ന പെൺകുട്ടിയും കേൾക്കുന്നുണ്ട്. ബോയ് ഫ്രണ്ടോ? ഷീ നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചെൻഷി തിരക്കുമ്പോ അയ്യോ ഞാനിപ്പോ എന്ത് പറയും, നാണക്കേടായല്ലോ എന്ന മട്ടില് അവൾ ആകെപ്പാടെ എന്ത് പറയും ചെയ്യുമെന്ന് അറിയാതെ നിൽക്കാണ്. അടുത്ത് നിൽക്കുന്ന ഷിയോട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞൊന്ന് രക്ഷപ്പെടുത്തുന്ന മട്ടില് അവള് നോക്കുമ്പോഴേക്കും അത് മനസ്സിലാക്കുന്ന അവൻ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അതെ ഞങ്ങള് റിലേഷൻഷിപ്പിലാ, ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഷീ ഭയങ്കര കോൺഫിഡന്റ് ആയി അവിടെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോ ചെൻഷി അത് കേട്ട് ദേഷ്യത്തില് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇത് എന്ത് പണി കാണിച്ചെന്നുള്ള മട്ടിലായിരുന്നു സൂമോയുടെ നിൽപ്പ്. എന്തിനാ എന്നെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞതെന്ന് അവൾ തിരക്കുമ്പോ നീ എന്തിനാ എന്നെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞതെന്ന് അവൻ തിരിച്ചു ചോദ്യം ചോദിക്കുന്നു. അവൾക്ക് അതിന് മറുപടി ഒന്നും ഇല്ലാതെ അവൾ ആകെ ചമ്മി നിൽക്കുന്നത് കാണുന്ന അവൻ എന്തായാലും ഇവിടെ നിന്ന് നീ എനിക്ക് എക്സ്പ്ലനേഷൻ തരണ്ട, നമുക്കൊരു കോഫി കുടിച്ച് സംസാരിക്കാന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് നല്ലൊരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് സൂമു തിരിച്ചവളുടെ താമസ സ്ഥലത്തേക്ക് വന്ന ശേഷം ഫ്രണ്ടിനോട് പരാതി പറയുന്നതാണ്. നീ എന്നെ അവിടെ ഗിഫ്റ്റ് വാങ്ങാന്ന് പറഞ്ഞ് കൊണ്ടുപോയി, ഞാൻ അവിടെ പെട്ടുപോയി. അവൻ ആ അവസരം മുതലാക്കി എനിക്കിട്ടൊരു പണി തരാനായിട്ട് ഒരു കപ്പ് കോഫിക്ക് ഭയങ്കരമായ വിലയുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് എന്നെ കൊണ്ടുപോയി അത് കുടിക്കുകയും ചെയ്തു, അതിന്റെ ബിൽ എന്നെ കൊണ്ട് അടപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പോ ആ കാശിന് ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ സങ്കടപ്പെടാണ്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും നമ്മുടെ ഷീയുടെ ഒരു കസിൻ ഉണ്ട് ഷെന്നി, ആളും ഇതേ സിറ്റിയിലേക്ക് വരുന്നു. അവിടെ അവൻ പുതുതായി ജോലിക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ഓഫീസില് അവന്റെ പേര് കേട്ടപാടെ അവരൊക്കെ ഒരുമാതിരി പൊട്ടിച്ചിരിക്കുകയാണ്. ഒരു കോമഡി പീസിനെ കണ്ട കണക്ക്. എന്താ സംഭവം ഒന്നും മനസ്സിലാവാതെ അവൻ കാര്യം തിരക്കുമ്പോഴാണ് അവിടെ ട്രെൻഡിങ് ആയിരുന്ന ഒരു നോവലുണ്ട്, ഓൺലൈൻ നോവലാണത്. അതിലെ വില്ലന്റെ പേര് ഷെന്നി എന്നാണ്. ആ വില്ലൻ ഇല്ലാത്ത ദുസ്വഭാവങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഒരാളെ എത്ര മോശമായി കാണിക്കാവോ അത്രയും മോശമായി ആ ഒരു വില്ലനെ കാട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നവൻ ഈ പേരിനോട് തന്നെ എന്തോ ഒരു വല്ലാത്ത വിരോധമുള്ള കണക്കാണ് ആ കഥാപാത്രത്തെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അത് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് ഈ കഥ എഴുതിയതെന്ന് അവൻ തിരക്കുമ്പോ അത് മറ്റാരുമല്ല നമ്മുടെ സൂമോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ നിയാൻ, അവളാണ്. നിയാന്റെ പേര് ഇവിടെ കേൾക്കുമ്പോ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് അവൻ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോഴാണ് ആ വെറുതെ അല്ല അവൾ ഇമ്മാതിരി എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് അവൻ ഓർമ്മ വരുന്നു. അതെന്താണെന്ന് അറിയാനായി ഒരു ഫ്ലാഷ് ബാക്ക്. സ്കൂൾ കാലഘട്ടത്തില് രണ്ടുപേരും കീരിയും പാമ്പും ആയിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ അവൻ ആലോചിച്ച് നോക്കുന്നുണ്ട്. അവൻ ആ ജോലി തിരക്കുകൾക്കിടയിലും പിന്നീട് ഫ്രീ ആയി പുറത്തൊന്ന് പോകുന്ന സമയത്തും ഒക്കെ തന്നെ എന്നാലും അവള് തന്നെ പറ്റി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചല്ലോ എന്ന് തന്റെ പേരിട്ട ഒരു കഥാപാത്രത്തെ അവൾ വില്ലനാക്കി എന്ന കാര്യം അറിഞ്ഞപ്പോ അവൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അവൻ അങ്ങനെ അതും വായിച്ചോണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു ഇറങ്ങുമ്പോഴും അത് തന്നെ വായിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയം ഓപ്പോസിറ്റ് നടന്നു വന്ന പെൺകുട്ടി അവനെ തട്ടുകയും അവന്റെ കയ്യിൽ നിന്ന് മൊബൈലിൽ താഴെ വീഴാനായി പോവുകയും ചെയ്യുന്നു. ആ പെണ്ണത് വീഴാതെ പിടിച്ച് അവനെ കൊടുക്കുന്ന സമയത്താണ് സ്ക്രീനിൽ ഓണായിരുന്ന ആ ഒരു കഥ അവളും കാണുന്നത്. അത് കാണുന്ന അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. കാരണം ആ പെൺകുട്ടി ഞാനാണ് ഈ കഥ എഴുതിയ നമ്മുടെ സുമുന്റെ ഫ്രണ്ട്. തന്റെ കഥ ഇങ്ങനെ നടക്കുമ്പോഴും വായിച്ചുകൊണ്ട് നടക്കുന്ന ഇവൻ തീർച്ചയായും തന്റെ ഒരു വലിയ ഫാൻ ആയിരിക്കും എന്ന് തോന്നുന്നവൾ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഞാൻ നിങ്ങളുടെ ഐഡലാണ്, എന്റെ ഈ കഥയാണ് നിങ്ങൾ വായിച്ചോണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവനോട് ബിൽഡപ്പ് ഇട്ട് സംസാരിക്കുമ്പോ നിയാനെ പേര് കേട്ടപ്പോ അവന് ഓർമ്മ വന്നെങ്കിലും പെട്ടെന്ന് കണ്ടപ്പോ ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ മനസ്സിലാക്കുമ്പോ ഓ മേഡം അത് നിങ്ങളായിരുന്നോ എന്ന് ചോദിച്ച് കുശലം പറയാനായി തുടങ്ങുന്നു. മേഡത്തിന്
മാഡത്തിനെ കണ്ടത് തന്നെ എന്റെ വലിയ ഭാഗ്യം. ഞാൻ മാഡത്തിന്റെ വലിയ ഫാനാണ്. എനിക്കൊരു ഓട്ടോഗ്രാഫ് തരാമോ എന്ന് അവൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെന്ത് തരാലോ എന്ന് പറഞ്ഞ് ഞാൻ ഓട്ടോഗ്രാഫ് സൈൻ ചെയ്യാൻ നേരം അവന്റെ പേര് തിരക്കുമ്പോൾ ഷെന്നി എന്ന് കേൾക്കുന്ന അവൾ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴാണ് അവൾക്കും ഇത് അവനാണ് എന്നത് മനസ്സിലാവുന്നത്. പഠിത്തം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമല്ലേ ഇവരിപ്പോ കാണുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പേര് വെച്ചാണ് അവർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് പോയി അവരുടെ ആളുകളുടെ അടുത്ത് കംപ്ലൈന്റ് പറയാണ്. ഞാൻ ചെന്ന് ഷെന്നിയെ പറ്റി കംപ്ലൈന്റ് പറയുന്നത് സൂമുന്റെ അടുത്താണെങ്കിൽ ഷെന്നി ഞാനെ പറ്റി കംപ്ലൈന്റ് പറയുന്നത് ഷീയുടെ അടുത്താണ്. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിലേക്ക് സൂമു ചെല്ലുമ്പോഴേക്കും ഷീ അവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്ന കാര്യം അവിടെ പലരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാഫ്സ് ഒക്കെ അവളുടെ അടുത്ത് വന്ന് അവരുടെ സ്കൂൾ കാലഘട്ടത്തിലെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന ഷീ സൂമുയെ മാറ്റി നിർത്തി അവരുടെ ഇപ്പോഴത്തെ ജോലിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇപ്പൊ അവരൊരു പ്രോഡക്റ്റിന്റെ പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടന്നതൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഇവന്റ് ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ എത്തി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും കറണ്ട് പോകുന്നു. ഇവന്റ് തുടങ്ങുന്ന സമയത്ത് കറണ്ട് പോയത് ഷീയെ ടെൻഷൻ ആക്കുന്നുണ്ട്. ഉടനെ ആ ഒരു സിറ്റുവേഷൻ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് അവിടെ ആ ഒരു നടത്താൻ പോകുന്ന ഇവന്റിനെ ബാധിക്കാത്ത രീതിയിൽ തന്ത്രപരമായി തന്നെ സൂമു ഹാൻഡിൽ ചെയ്യുന്നു. അവൾ അവിടെ മനോഹരമായി അറോറയുടെ ഒരു ചിത്രം പ്രൊജക്ടറിൽ കാട്ടുകയും നല്ലൊരു സൂതിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുകയും മെഴുകുതിരിയൊക്കെ വെച്ച് ആ ഇരുട്ട് നിറഞ്ഞ സ്ഥലത്തെ നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും കറണ്ട് ഇല്ല, ഇവിടെ ഒരു ഇവന്റ് നടക്കുന്നതിന് കറണ്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമാണ് എന്ന കാര്യങ്ങൾ മറന്ന് വളരെയധികം ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്ത് നിൽപ്പുണ്ട്. അവൾ നന്നായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഷീക്ക് മനസ്സിലാവുന്നു. അവൻ അവളെ പ്രശംസിക്കുകയും ഇപ്പൊ ഇവന്റ് നന്നായി നടന്നതിന്റെ സന്തോഷത്തിന് അവർ അവിടെ നിന്നൊരു സെൽഫി എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ ഈ ഒരു ഇവന്റ് തീർന്നതിന്റെ സന്തോഷത്തിന് അടുത്തതായി ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ഈ ചൈനക്കാരും കൊറിയക്കാരും ജപ്പാൻകാരും ഒക്കെ ഫുഡ് കഴിക്കാനായി പോയി കഴിഞ്ഞാൽ ട്രൂത്ത് ഓർ ഡെയർ മസ്റ്റ് ആണല്ലോ. അവിടെ ഇപ്പൊ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നു. അങ്ങനെ ഓൾറെഡി കുറച്ച് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരുന്ന സൂമോയ്ക്ക് ഡെയർ കിട്ടുമ്പോൾ അവൾക്ക് അവർ കൊടുക്കുന്ന ടാസ്ക് ആ ഡോറ് വഴി ആരാണോ ആദ്യം അകത്തേക്ക് വരുന്നത് അവരെ പോയി കെട്ടിപ്പിടിക്കണം എന്നതായിരുന്നു. അവരെങ്ങനെ ആരാണ് സൂമോയ്ക്ക് കെട്ടിപ്പിടിക്കാനുള്ള ആ ഒരു ഭാഗ്യശാലി എന്ന രീതിയിൽ നോക്കിയിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തിയത് ഷിയായിരുന്നു. അവൻ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരുന്നെങ്കിലും അകത്തേക്ക് കയറാതെ ഒരു ആവശ്യം പുറത്ത് നിന്നിരുന്നത് കൊണ്ട് ലേറ്റ് ആയിട്ടാണ് അകത്തേക്ക് കയറിയത്. അപ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിരുന്നു. അങ്ങനെ സൂമോ ഷിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇതൊരു ഡെയറിന്റെ ഭാഗമാണ്. അവൾ ആകെ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന അവനും അവളുടെ ആ ഒരു ഡെയർ കംപ്ലീറ്റ് ചെയ്യാനായി നിന്ന് കൊടുക്കുന്നുണ്ട്. അവൾ ഭയങ്കരമായി ഫിറ്റ് ആണ്. തന്നെ അവൾക്ക് രണ്ടായിട്ടൊക്കെ ഇപ്പൊ കാണുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ ഇവൾ ഒരുപാട് കുടിച്ചു എന്നല്ല പുളിയിനോട് തിരക്കുന്നു. അത്രയൊന്നും കുടിച്ചില്ല, ജസ്റ്റ് ശകലം. അപ്പോഴേക്കും ആളിങ്ങനെ ആയെന്നും പറഞ്ഞ് അവർ ചിരിക്കാണ്. അങ്ങനെ അതിനുശേഷം ഷീക്കാണ് അടുത്തതായി ചാൻസ് കിട്ടുന്നത്. പക്ഷെ അവൻ ഡെയർ ചെയ്ത ഇതുപോലെ വല്ലൊക്കെ ഇവര് ചെയ്യിപ്പിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ട്രൂത്ത് സെലക്ട് ചെയ്യുന്നു. ആരോടെങ്കിലും ക്രഷ് ഉണ്ടോ എന്നതായിരുന്നു ചോദ്യം. ഉണ്ടെന്ന് പറയുമ്പോൾ ആരെന്ന ചോദ്യത്തിന് പക്ഷെ അവൻ ഉത്തരം പറയുന്നില്ല. അങ്ങനെ അന്ന് രസകരമായി കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണരുന്ന സൂമു ആദ്യം അവൾ ഇവിടെയായി കിടക്കുന്നതെന്ന് പോലും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് എവിടെ ആയിരിക്കും എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇനി ഒരു പക്ഷേ ഡ്രിങ്ക്സ് അടിച്ച് താനും നല്ല ഫിറ്റ് ആയതുകൊണ്ട് തന്റെ ഓഫീസിലെ ഫ്രണ്ട് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായിരിക്കുമോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഷിയെ കാണുന്നത്. നിങ്ങളുടെ വീടാണോ ഇതെന്ന് അവൾ അന്തം വിട്ടു പോകുന്നു. ഫോൺ എടുക്കുമ്പോൾ അതിൽ അവന്റെ കൂടെ ഒരു പിക്ചറും അവൾ കാണുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് താൻ ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി കുറച്ച് ഓവർ ആയിരുന്നു എന്നത്. അവളെ ഷീക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ടിയും വന്നു. ഇവിടെ എത്തി അവൻ ബെഡിൽ കിടത്തുന്ന സമയത്ത് അവൾ അവനെ അടുത്ത് പിടിച്ചു നിർത്തി ഒരു ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ഓർത്ത് അവൾ ആകെ പാടെ ചമ്മി വല്ലാണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒന്നിച്ചുള്ള സ്ഥിതിക്ക് രണ്ടുപേരും വന്ന് ഒന്നിച്ച് തന്നെ റെഡിയായി ഓഫീസിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോഴാട്ടെ ഇവരെ പറ്റി കൊളീഗ്സ് ഒക്കെ തന്നെ ഗോസിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, ഡെസ്ക് മേറ്റുകളാണ്. അതിലുപരി അവരുടെ ഇപ്പോ ബോസ് സബോർഡിനേറ്റ് എന്നതിനേക്കാളേറെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. രണ്ടുപേരും ഇന്നലെ ഒന്നിച്ചായിരുന്നു. ഇപ്പൊ കണ്ടില്ല രണ്ടുപേരും ഒന്നിച്ചു വരുന്നത് എന്നിങ്ങനെ പല പല കാര്യങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം എടുത്ത ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അത് എടുത്ത് ചുമ്മാ ഫോണിൽ വെക്കുക എന്നത് മാത്രമല്ല അവൾ ആകെ ഡ്രിങ്ക്സ് അടിച്ചതായിരുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് അവൾക്ക് തന്നെ ഓർമ്മയില്ല. അങ്ങനെ കാട്ടിക്കൂട്ടുന്നതിന്റെ ഇടയ്ക്ക് അതിൽ ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തിരുന്നു. ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് അങ്ങനെ ആ ഫോട്ടോ കണ്ട് കുറെ പേര് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഇപ്പോ ഓഫീസിലും കളിയാക്കുന്നത്. എന്തായാലും താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഷീ അറിഞ്ഞിട്ടുണ്ടെന്ന് സൂമോയ്ക്ക് മനസ്സിലാവുന്നു. ഷീ എന്താ പക്ഷെ അതിന്റെ പേര് തന്നോട് ദേഷ്യപ്പെടാത്തത് എന്ന് അവൾക്ക് അപ്പോ ഒരു ഡൗട്ടും വരുന്നുണ്ട്. അവന്റെ ഒരു ഇപ്പോഴത്തെ മൊഷയുടെ ആറ്റിറ്റ്യൂഡിന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാലേ നന്നായി ദേഷ്യപ്പെടേണ്ടതായിരുന്നല്ലോ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഓഫീസിൽ ഒന്നിച്ചുള്ളപ്പോ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സൂമു ഷീയുടെ ദേഹത്തേക്കൊന്ന് തട്ടുന്നുണ്ട്. അവൾ ഉടനെ സോറി പറയുമ്പോൾ സോറി വേണ്ട, കോഫി വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളുമായി അടുത്തുള്ള ഒരു കഫേയിലേക്ക് പോകുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ സൂമുവിനെ കാണുന്ന ഒരു പയ്യൻ അവളുടെ അടുത്തെത്തി നീ ഇപ്പോഴും സിംഗിൾ ആണോ, എന്റെ കല്യാണമൊക്കെ ആയിട്ടോ എന്ന് അതിന്റെ ഫംഗ്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കി സംസാരിക്കുന്നത് ഷീ കേട്ടിരുന്നു. അവൻ വേഗം തന്നെ ആ പയ്യന്റെ അടുത്തെത്തി സൂമു സിംഗിൾ ഒന്നുമല്ല, അവൾ എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിനക്കും ബോയ് ഫ്രണ്ട് ഒന്നും പറ്റില്ല അവൻ അന്തം വിട്ട് അവളെ നോക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ അവൻ അവളുടെ എക്സ് ആയിരുന്നു. ഒട്ടുമിക്ക പേർക്കുള്ള ആറ്റിറ്റ്യൂഡ് ആണല്ലോ, നമ്മൾ ഒരാളെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയാൽ അയാൾക്ക് പിന്നെ ഒരു പാർട്ട്ണറേയും കിട്ടാൻ പാടില്ല, ഇങ്ങനെ
മൂത്ത് നരച്ചു പോകണം എന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെ എന്തായാലും അവിടെ സംഭാഷണം നടക്കുമ്പോൾ ആ എക്സ് രണ്ടുപേരെയും തന്റെ ഫംഗ്ഷനെ ക്ഷണിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. തനിക്ക് സൂമോനേക്കാളും നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയല്ലോ എന്ന് കാട്ടിക്കൊടുക്കണം എന്നത് അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനായിട്ടാണ് അവൻ അവളെ പ്രത്യേകം പാർട്ടിയിലേക്ക് വിളിക്കുന്നത്. അവളും അവൻ ആരെ കെട്ടിയാലും തനിക്കൊരു ചുക്കും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി പാർട്ടിക്ക് പോകാനായി പ്ലാൻ ചെയ്യുന്നു. പക്ഷെ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഷിയെ പരിചയപ്പെടുത്തിയപ്പോ ഇനിയിപ്പോ അവിടെ പോയും അങ്ങനെ നാടകം കളിക്കേണ്ടി വരുമോ, ഷിയേയും കൂടെ കൂട്ടേണ്ടി വരുമോ എന്നൊക്കെ അവളിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ ഷീ അവളോട് ഒരു കാര്യം പറയുന്നു. ആക്ച്വലി എനിക്കും ഒരു കാര്യമുണ്ട്. നീ എന്ന് ആ മോളിൽ വെച്ച് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ആ സെയിൽസ് ഗേളിനോട് പറഞ്ഞത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഷെന്നി കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവളത് എന്റെ ആന്റിയോട് പോയി പറഞ്ഞു കൊടുത്തു. എന്റെ ആന്റി ആണെങ്കിൽ ഞാൻ ആരെയാണ് ഡേറ്റ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞേ പറ്റൂ, ആ പെൺകുട്ടിയെ കണ്ടേ പറ്റൂന്ന് ഒരേ നിർബന്ധം. അതുകൊണ്ട് ഞാനൊരു ഐഡിയ പറയാം. ഞാനും നീയും റിലേഷൻഷിപ്പിലാണെന്ന രീതിയിൽ നമുക്ക് നിന്റെ എക്സിന്റെ ആ ഒരു ഫംഗ്ഷന് പോവാം. അതിനുശേഷം എന്റെ ആന്റിയെ കാണാൻ പോവാം. നിനക്കും എനിക്കും പ്രശ്നം ഒന്ന് സോൾവ് ആക്കാൻ പറ്റുമെന്ന് ഷീ ഒരു ഐഡിയ പറയുമ്പോ അതിന് സൂമു സമ്മതിക്കുന്നുണ്ട്. ഇതേ സമയം ഈ ഷെന്നി ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തില് ഓത്തറായ നിയാന്റെ ആ ഒരു സ്റ്റോറിയുടെ കോപ്പിറൈറ്റിന്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് അവളെ ചെന്ന് കാണേണ്ടി വരുന്നു. അവളാകട്ടെ അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ കോർപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്തായാലും നമ്പർ തന്നേക്ക്, ഓക്കെ ആണെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞ് ഷെന്നിയുടെ നമ്പർ ഒഫീഷ്യൽ ആവശ്യത്തിന് വാങ്ങുന്നുണ്ടെങ്കിലും പിന്നീട് അവനോടുള്ള ദേഷ്യത്തിന് എപ്പോഴും വിളിച്ച് തൊന്തരവ് ചെയ്ത് ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ള ജോലി സംബന്ധമായ ആ ഒരു കാര്യത്തെ പറ്റി മാത്രം അവള് സംസാരിക്കുന്നില്ല. അവനാണെങ്കിൽ ഇപ്പോ ജോലി സംബന്ധമായി അവളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ കാണാനുള്ളത് കൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അങ്ങനെ ഇഗ്നോർ ചെയ്യാനും കഴിയുന്നില്ല. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും എക്സിന്റെ ആ ഒരു പാർട്ടിക്ക് പോകാനായി സൂമു ഒരുങ്ങുന്നു. പക്ഷെ പറഞ്ഞ കണക്ക് ഷീ വരുന്നില്ല. അവൾ ഒറ്റയ്ക്കാണ് അവിടെ ചെല്ലുന്നത്. അവിടെ എത്തുമ്പോഴാട്ടെ എക്സും എക്സിന്റെ ഫിയാൻസിയും കൂടി സൂമോയെ അവിടെ എത്തിയിട്ടുള്ളവരുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യാനായിട്ട് നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് അവിടേക്ക് ഷീയുടെ വരവ്. ഷീയെ കണ്ടപാടെ സാർ, ഞാൻ ഇന്നലെ സാറിന്റെ കമ്പനിയിൽ ഒരു ജോബ് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു, സാറാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തെന്നൊക്കെ പറഞ്ഞു ആ എക്സിന്റെ ഫിയാൻസി ചെന്ന് ഭയങ്കര കാര്യമായി സംസാരിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇത് സൂമോന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. അവൾ ആകെ ചമ്മി പോകുന്നുണ്ട്. വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് സൂമോയെ വിളിക്കുന്ന ഷീ, ഞങ്ങൾ ചുമ്മാ നിങ്ങളെ കണ്ടെന്ന് വിഷയം മാത്രം വന്നതാ, ഇനി പോവാണെന്ന് പറഞ്ഞ് പോകാനേ ഒരുങ്ങുമ്പോ അല്ല സാർ, ഇന്നലത്തെ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നില്ലല്ലോ എന്ന് അവൾ പറയുമ്പോൾ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് ഇന്നലെ തന്നെ വന്നു. അതിൽ സെലക്ടഡ് ആയവരെ മാത്രമേ ഞങ്ങൾ മെയിൽ അയച്ച് ഇൻഫോം ചെയ്തിട്ടുള്ളൂ, അല്ലാത്തവർക്ക് മെയിൽ അയക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ സൂമോയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ തന്നെക്കാൾ നല്ലൊരു പാർട്ട്ണറെയാണ് തന്റെ എക്സിന് കിട്ടിയിരിക്കുന്നതെന്ന് അവനും തന്റെ ബോയ് ഫ്രണ്ടിന്റെ എക്സിന്റെ ലൈഫ് ഇപ്പൊ ഭയങ്കര ബെറ്റർ ആണ്, അവൾ ഭയങ്കര സൂക്ഷിച്ച് ജീവിക്കാണ്, നല്ലൊരു ബോയ് ഫ്രണ്ടിനെ പോലും അവൾക്ക് കിട്ടിയിരിക്കുന്നു, തനിക്ക് കിട്ടിയതോ അവള് ബ്രേക്കപ്പ് ചെയ്ത ഒരുത്തനെയാണല്ലോ എന്ന് ആ ഫിയാൻസിയും വല്ലാത്ത രീതിയിൽ നിൽക്കാണ്. അങ്ങനെ ഇപ്പൊ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായി അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഷീയും സൂമോയും കൂടി ഷീയുടെ ആന്റിയെ കാണാനായി ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ സൂമോയെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ കാറ് പാർക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞാണ് ഷീ മാറിപ്പോകുന്നത്. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന സൂമോയെ അവിടെ ചെൻഷി കാണുന്നുണ്ട്. ചെൻഷിക്ക് ഷിയോടൊരു താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഷിയുടെ ഗേൾ ഫ്രണ്ട് ആണ് സൂമോ എന്ന് അറിയാവുന്നതുകൊണ്ട് അവളോട് വല്ലാത്തൊരു ഇഷ്ടക്കേടുണ്ട്. ഓ, നിന്നൊക്കെ എന്ത് കണ്ടിട്ടാണോ ആ ഷീ ഇഷ്ടപ്പെട്ടത്, എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നല്ല ചെൻഷി സൂമോയുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുന്നു. ആ, അതിന്റെ ഉത്തരം എന്നോട് ചോദിച്ചാ എനിക്കറിയില്ല, പക്ഷെ നിന്നെ പോലെ ഒരാളെ ഷീ ഒരു നാളും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് അവളെ തിരിച്ച് കളിയാക്കി തന്റെ പാട് നോക്കി സൂമോ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയം അവിടെ വെച്ച് അവളെ ലാസ്റ്റ് ബ്ലൈൻഡ് ഡേറ്റിന് വന്ന ആ പയ്യനെ കാണുന്നുണ്ട്. ഇയാൾ ഭയങ്കര റൂഡായി പെരുമാറുന്നത് കണ്ട് വേണ്ട എന്ന് തീരുമാനിച്ച് അവൾ മാറിയതായിരുന്നല്ലോ. ഇപ്പൊ ഇവിടെ വെച്ച് കണ്ട് സംസാരിക്കുമ്പോൾ അവൾക്ക് വേണമെങ്കിൽ ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാണെന്ന് മറ്റുള്ള വീണ്ടും ഒരു ഓഫർ കണക്ക് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ട്, എന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് ജിയാങ് എന്നാണെന്ന് അവൾ അവന്റെ ഒരു ഒഫീഷ്യൽ നെയിം അവിടെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ജിയാങ്ങിനെ വലിയൊരു കമ്പനിയുടെ സിഇഒ ആയി ഒപ്പം തന്നെ മറ്റൊരു ഫേമസ് കാഫെ നാട്ടിൽ നടത്തുന്ന ആളായിട്ടൊക്കെ അറിയാവുന്ന അയാൾ ആകെപ്പാടെ അമ്പരന്ന് പോകുന്നുണ്ട്. കാരണം തന്നെക്കാൾ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ ബോയ് ഫ്രണ്ട് എന്ന് അറിയുമ്പോൾ അയാൾ ആകെ ചമ്മി പോകുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴോർത്തത് നമ്മുടെ ഷീക്ക് ആ ഒരു കമ്പനിയുടെ സിഇഒ എന്നതിനുപരി ഒരു ചെറിയ ഒരു കഫേയും ഇവിടെയുണ്ട്. അത്യാവശ്യം നല്ല ഫേമസ് കഫേയാണ്. അവിടെ എപ്പോഴും സൂമോയും ഞാനും ഒക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴെങ്കിലും അവർക്ക് അറിയില്ലായിരുന്നു അത് ഷീയുടെ കഫേ ആണെന്ന്. ഈ അടുത്താണ് അവർ ആ കാര്യം അറിയുന്നത് തന്നെ. അങ്ങനെ സൂമോ സംസാരിച്ച് മാറിപ്പോകുമ്പോൾ അയാളും സൂമോയും സംസാരിച്ച് നിന്ന കാര്യം കണ്ടിരുന്ന ചെൻഷി അയാളുടെ അടുത്തെത്തി സൂമോയെ പറ്റി ഓരോന്ന് ചോദിച്ചറിയാനായി നോക്കുന്നു. അപ്പോഴേക്കും അകത്തേക്ക് ഷീ വന്നിരുന്നു. അങ്ങനെ സൂമോയും ഷീയും കൂടി അവന്റെ ആന്റിയെ കണ്ട് സംസാരിക്കുമ്പോൾ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാതെ ഡേറ്റിനൊന്നും താല്പര്യമില്ലാതെ നടന്ന് ഷീ ഇതുപോലെ ഒരു പ്രണയത്തിലായെന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു ആന്റിയുടെ അഭിപ്രായം. അങ്ങനെ ആ ഒരു ടോക്ക് നടക്കുമ്പോൾ അത് കേട്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ചെൻഷി ആന്റിയോട് ആന്റിക്ക് അറിയാവോ ഇവർ ഒരു വർഷമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു എന്ന് പറയാണ്. കാരണം മുന്നേ സൂമോയോട് സംസാരിക്കുമ്പോൾ അല്ല നിങ്ങൾ എത്ര നാളെ റിലേഷൻഷിപ്പിലായിട്ടെന്ന് ഒരു കാര്യം അവൾ തിരക്കിയിരുന്നു. ഒരു വർഷം എന്നാണ് പെട്ടെന്ന് അപ്പോഴത്തെ ഒരു ടോക്കില് സൂമോയുടെ വായിൽ നിന്ന് വന്നത്. അത് കേട്ട ശേഷമാണ് അവൾ ഡേറ്റിന് പോയിരുന്ന അയാളോട് സംസാരിക്കുമ്പോൾ
കഴിഞ്ഞ ഒരു ആഴ്ചക്കുള്ളിലാണ് അവൾ ഇയാളുമായി ഡേറ്റിന് പോയിരുന്നു എന്ന കാര്യം ചെൻഷി അറിയുന്നത്. ഒരു വർഷമായി റിലേഷൻഷിപ്പിൽ ഇരിക്കെ ഒരാഴ്ചക്ക് മുന്നേ ഡേറ്റിന് പോയി എന്ന കാര്യം ഇവിടെ ഒരു ബോംബായി പൊട്ടിക്കാനായി ചെൻഷി ഇപ്പൊ ആന്റിയോട് സംസാരിക്കുമ്പോ ആന്റി ആകട്ടെ ഇവൻ വിദേശത്തല്ലായിരുന്നോ, ചൈനയിലേക്ക് മടങ്ങി വന്നിട്ടും ഏതാണ്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, ഓ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു അല്ലേ എന്നെല്ലാം ഇങ്ങനെ സംസാരിക്കുമ്പോ എന്ത് പറയാൻ ആന്റി, ഒരു വർഷത്തെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിന്റെ ഇടയിൽ ഇപ്പൊ ഒരാഴ്ചക്ക് മുന്നേ വേറെ ഒരാളുടെ കൂടെ ഡേറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ഈ സൂമ ആളെ കൊള്ളാലോ എന്ന രീതിയിലൊക്കെ ചെൻഷി സംസാരിക്കുമ്പോ പ്രശ്നം ഉണ്ടാക്കാനായി ചെൻഷി നോക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ഷീ സൂമോയുടെ കൈ പിടിച്ച ശേഷം ആന്റി അത് പിന്നെ ഞങ്ങൾക്കിടയിൽ ചെറിയൊരു പ്രശ്നം വന്നിരുന്നു, ആ സമയത്തായിരിക്കാം അവൾ ബ്ലൈൻഡ് ഡേറ്റിന് പോയിട്ടുണ്ടാവുക. അങ്ങനെ പോയെങ്കിൽ തന്നെ എനിക്ക് അവളെ അതിൽ കുറ്റം പറയാനായിട്ടൊന്നുമില്ല, കാരണം ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായി എടുക്കേണ്ട ഒരു എഫേർട്ട് ഒന്നും എടുത്തിരുന്നില്ല. ആ സമയത്ത് അവൾ അങ്ങനെ പെരുമാറിയതാവാം, അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമല്ല എന്നല്ല പറയുന്നവൻ. ഇനി ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകും, ഞാനിപ്പോ ഇവളെ നല്ല രീതിയിൽ നോക്കാനൊക്കെ സമയം നന്നായി ചെലവഴിക്കാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നെല്ലാം അവൻ പറഞ്ഞ് തന്റെ നല്ലൊരു ഗേൾ ഫ്രണ്ട് ആയി തന്നെ സൂമോയെ ചേർത്ത് പിടിച്ചു നിൽക്കാണ്. അത് കേൾക്കുമ്പോൾ തന്റെ ഐഡിയ ചീറ്റിപ്പോയെന്ന് ചെൻഷിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ആന്റിക്ക് അത് കേട്ടിട്ട് ഡൗട്ട് ഒന്നും തോന്നുന്നില്ല. അങ്ങനെ ആ ഒരു പാർട്ടിക്ക് ശേഷം രണ്ടുപേരും സംസാരിച്ച് നടക്കുന്ന സമയത്ത് എന്താ ആന്റിയെ മാത്രം പരിചയപ്പെടുത്തിയത്, അവന്റെ പേരൻസിന് എന്താ പരിചയപ്പെടുത്താത്തത് എന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു ഡൗട്ട് അവൾ ചോദിക്കുന്നുണ്ട്. എന്റെ അമ്മ എന്റെ കുട്ടിക്കാലത്തെ മരിച്ചതാണെന്ന് പറഞ്ഞ് എന്തോന്ന് അവൻ പറയാനേ വരുമ്പോഴേക്കും സൂമോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. വിളിച്ചിരിക്കുന്നത് അവളുടെ അമ്മയാണ്. അവൾ ഷീയുമായിട്ടുള്ള ഫോട്ടോ ഓർക്കാപ്പുറത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. അമ്മയ്ക്ക് ആ പോസ്റ്റ് ഒന്നും നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ ആരൊക്കെയോ വഴി ഇപ്പൊ അറിഞ്ഞിരിക്കുന്ന അമ്മ അതിനെപ്പറ്റി ചോദിക്കാനായി വിളിച്ചിരിക്കുകയാണ്. പക്ഷെ അവളൊന്നും പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അമ്മ ദേഷ്യത്തിലെ കോള് കട്ട് ചെയ്യുമ്പോൾ അവൾ പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കുന്ന അവൻ ഇപ്പോ അവന്റെ ആന്റിയുടെയും ഒക്കെ മുന്നിൽ പിടിച്ചു നിൽക്കാനും ഒപ്പം അവൾക്ക് ഇവൻ ബോയ് ഫ്രണ്ട് ആണെന്ന് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് ശേഷം വരുന്ന പ്രശ്നങ്ങളെ നേരിടാനുമായി രണ്ടുപേരും കുറച്ച് നാള് ഒരു കോൺട്രാക്ട് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയി ഈ ഒരു റിലേഷൻ അങ്ങ് തുടർന്ന് കൊണ്ടുപോയാലോ എന്നൊരു ഐഡിയ അവൻ പറയുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിരിഞ്ഞു എന്നൊക്കെ ആക്കി തീർക്കാം, പക്ഷെ ഇപ്പൊ ഉടനെ പറ്റില്ലല്ലോ. അപ്പോ ഇങ്ങനെ ഒരു ഐഡിയയെ പറ്റി അവൻ പറയുമ്പോൾ അവൾ അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ അവരുടെ കോൺട്രാക്റ്റിലെ പ്രധാനപ്പെട്ട കണ്ടീഷൻ രണ്ടുപേർക്കും ആവശ്യമുള്ളപ്പോൾ അവർ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായി ഏത് സിറ്റുവേഷനിലും അഭിനയിക്കാൻ തയ്യാറാവണം. പക്ഷെ പരസ്പരം ഇഷ്ടം തോന്നുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ കോൺട്രാക്ട് മുന്നോട്ട് കൊണ്ടുപോകാതെ അപ്പോഴേ ഇത് സ്റ്റോപ്പ് ചെയ്തേക്കണം. ഒരിക്കലും പ്രണയം പരസ്പരം തോന്നാതെ ഒരു കോൺട്രാക്ട് അത് മാത്രമായിരിക്കണം ഇതെന്ന് അവരങ്ങനെ കോൺട്രാക്റ്റിലാവുന്നു. ഈ കാര്യങ്ങളൊക്കെ പിന്നീട് നിയാനോട് സൂമു പറയുന്ന സമയം ഒരു കോൺട്രാക്ട് ബോയ് ഫ്രണ്ട് ആയിട്ട് അല്ലാതെ റിയൽ ഒരു ബോയ് ഫ്രണ്ടിനെ നിനക്ക് നോക്കിക്കൂടെ, ഉള്ള ഡേറ്റിനെല്ലാം പോയി അത് പൊട്ടി പാളീസാവുന്നു എന്നൊരു ചീത്തപ്പേര് നിനക്കുണ്ടെന്നുള്ളത് മറക്കണ്ട. ഇപ്പോഴെങ്കിലും നല്ലൊരു ബോയ് ഫ്രണ്ടിനെ സെറ്റാക്കി കളിയാക്കുന്നവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്നല്ല നിയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ നിയാനാകട്ടെ ഷെന്നി അവളുടെ പിറകെ നടന്നിരുന്നല്ലോ അവന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ടിന്റെ കാര്യത്തിന്, അതിനൊക്കെ ഓക്കെ പറയും. ഒപ്പം അവനോടൊരു സോഫ്റ്റ് കോർണർ അവൾ പ്രകടിപ്പിച്ചു തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ അവൾ തന്റെ അസിസ്റ്റന്റായി കൂടെ കൂട്ടുന്നു. അവൾ ഇതുപോലെ കുറെ ബുക്കും കാര്യങ്ങളൊക്കെ എഴുതുന്നത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായി അവനൊരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന രീതിയിൽ അവനും ശമ്പളമില്ലാതെ അവളുടെ അസിസ്റ്റന്റായി കൂടെ നിൽക്കാനായി തയ്യാറാവുന്നു. ഇവിടെ കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോഴേക്കും സൂമുവിന്റെ അമ്മയാകട്ടെ അവളുടെ ബോയ് ഫ്രണ്ടിനെ നേരിൽ കാണണം എന്ന് വാശി പിടിക്കുമ്പോ അമ്മ ഒരു വീഡിയോ കോൾ ചെയ്ത് അവനെ കാട്ടിക്കൊടുത്ത് അവൾ തൃപ്തിപ്പെടുത്തുന്നു. അവളാകട്ടെ അന്ന് ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഷീയുടെ കൂടെയാണ് തന്റെ താമസ സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ അവൾ എത്തുമ്പോഴേക്കും അവിടെയുള്ള ആ തല്ലിപ്പൊളി റൂംമേറ്റ് മറ്റു ചില തല്ലിപ്പൊളി കൂട്ടുകാരെ കൂട്ടിക്കൊന്ന് അവിടെ എല്ലാം ഒരു അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ്. അവളുടെ റൂം അലങ്കോലപ്പെടുത്തിയാ പോട്ടെ, നമ്മുടെ സൂമോയുടെ റൂം പോലും കൈയേറി ഫുള്ള് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് കണ്ട് സൂമോയ്ക്ക് ദേഷ്യം വരുമ്പോഴേക്കും സൂമോയെ കാണാനായി അവിടേക്ക് അവളുടെ അമ്മ വന്നിരുന്നു. അമ്മ ഇത് കണ്ട് ചൂടാകുമ്പോ അമ്മ പ്രായത്തിൽ മൂത്ത ഒരു സ്ത്രീ എന്നൊരു പരിഗണന പോലും കൊടുക്കാതെ വല്ലാത്ത മോശമായ രീതിയിൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയും അവരെ കയ്യേറ്റം ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നുണ്ട് സൂമോയുടെ റൂംമേറ്റ്. അങ്ങനെ അവൾ തള്ളിയിടുമ്പോ വീഴാനായി പോകുന്ന സൂമോയുടെ അമ്മയെ വീഴാതെ പിടിക്കുന്നത് അങ്ങോട്ടേക്ക് ബഹളം കേട്ടെത്തുന്ന ഷിയാണ്. അവൻ അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാതെ അവിടെ തന്നെ നിന്നത് ഭാഗ്യമായി. തുടർന്ന് അവരെ തന്റെ വീട്ടിലേക്ക് അവൻ കൊണ്ടുവരുന്നു. നീ ഇനി ആ പെമ്പിള്ളാരുടെ കൂടെ അവിടെ കഴിയണ്ട എന്നിങ്ങനെയെല്ലാം അവളോട് അമ്മ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അമ്മയുടെ ശ്രദ്ധ ഫുള്ള് പോകുന്നത് തന്റെ മകളുടെ ബോയ് ഫ്രണ്ട് എന്ന് അമ്മയ്ക്ക് അറിയാവുന്ന ഷീയിലേക്കാണ്. അവൻ വളരെ നല്ല പയ്യനാണെന്ന് കണ്ടാലും പെരുമാറുന്ന രീതി വെച്ചും ഒക്കെ മനസ്സിലാവുന്നു എന്ന് പറയുന്ന അമ്മ നീ ധൈര്യമായിട്ട് ഇവിടെ തന്നെ നിൽക്കുക, ഒന്നില്ലേലും നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ അവൻ, നിന്നെ സേഫായി ഒരു സ്ഥലത്ത് നിർത്തി എന്ന സമാധാനത്തില് എനിക്ക് മടങ്ങി പോവാം, അല്ലാതെ നീ ആ തല്ലിപ്പൊളി പെമ്പിള്ളാരുടെ കൂടെ അവിടെ എങ്ങും പോകണ്ട, ഇനി പുതിയ താമസ സ്ഥലവും അന്വേഷിച്ച് കഷ്ടപ്പെടണ്ട, ഇവിടെ തന്നെ നിന്നോളാനായി പറഞ്ഞ് അമ്മ അവളെ അവിടെ നിർത്താനായി നിർബന്ധം കാണിക്കുമ്പോ ഇവിടെ ഇപ്പൊ നിൽക്കില്ലെന്ന് പറഞ്ഞാല് അമ്മക്ക് ടെൻഷൻ ആവും, അമ്മ തിരിച്ചു പോവില്ല, തന്നെ ഇവിടെ കൂടെ നിന്ന് അമ്മ നിർത്തിക്കും എന്ന് തോന്നുന്നവൾ ആ ശരി അമ്മ ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് വിടുന്നുണ്ട്. ഇവരൊക്കെ ജോലി തിരക്ക് കാരണം തന്നെ കാണാൻ ഈ ഗ്രാമത്തിലേക്ക് വരില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അമ്മ ഒരു സർപ്രൈസ് ആയി ഇങ്ങോട്ടേക്ക് അവളെ കാണാനായി വന്നത്. ആ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. എന്തായാലും അമ്മയെ പറഞ്ഞു വിട്ട ശേഷം തനിക്ക് പുതിയതായി താമസിക്കാൻ ഒരു സ്ഥലം സൂമോ തപ്പാണ്. ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ തന്റെ കൂടെ താമസിക്കാനായി വരുന്ന ആള് എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലാണ് അവൾക്ക് ടെൻഷൻ. കാരണം ഇപ്പൊ തന്നെ താമസ സ്ഥലത്തിനായിരുന്നില്ല റൂംമേറ്റിനായിരുന്നല്ലോ പ്രശ്നം മുഴുവൻ. അവൾ ആ കാര്യം പറയുമ്പോ എന്താണ് തന്റെ ഈ വീടിനെ പറ്റിയുള്ള അവളുടെ അഭിപ്രായം എന്ന് ഷീ അവളോട് തിരക്കുമ്പോ നല്ല സ്ഥലമാണെന്ന് അവൾ
പറയുന്നുണ്ട്. എന്നെ പറ്റി ഒരു റൂംമേറ്റ് എന്ന രീതിയിൽ എന്തായിരിക്കും നിന്റെ അഭിപ്രായം എന്ന് അവൻ തിരക്കുമ്പോ, നിന്നെ എനിക്ക് അറിയാവുന്നിടത്തോളം നീ നല്ല സ്വഭാവമുള്ള ഒരാളാ, അങ്ങനെ മോശമായി പെരുമാറുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ലാന്ന് അവൾ പറയുമ്പോ, എങ്കിൽ പിന്നെ ഞാനും ഈ സ്ഥലവും നിനക്ക് ഓക്കെ ആണെങ്കിൽ നിനക്ക് ഇവിടെ നിന്നൂടെ, വേറെ സ്ഥലമൊന്നും തപ്പണ്ടല്ലോ എന്ന് അവൻ പറയുന്ന സമയം റെന്റിനെ പറ്റി അവൾ തിരക്കുന്നുണ്ട്. ഓ, റെന്റ് ഒന്നും വേണ്ട, ഞാൻ എപ്പോഴും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്കവാറും യാത്രയിലായിരിക്കും. അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും എന്റെ ഇവിടുത്തെ പെറ്റ് പൂച്ചക്കുട്ടിയൊക്കെ ഒന്ന് കെയർ ചെയ്യാനൊക്കെ ആയി ഒരാളെന്ന രീതിയിൽ എനിക്ക് റെന്റ് തരാതെ നീ ഇവിടെ നിന്നോളാനായി അവൻ പറയുമ്പോ അവൾ അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ അന്ന് അവർ അവിടെ കഴിയാണ്. അടുത്ത ദിവസം രാവിലെ അവൾ അവളുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു കോട്ടുവായൊക്കെ ഇട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഹാളിൽ നിൽക്കുമ്പോഴാണ് തന്റെ റൂമിൽ നിന്ന് ഷീ ഇറങ്ങി വരുന്നത്. അവൾ പെട്ടെന്ന് അവനെ കണ്ട് വേഗം പമ്മി റൂമിലേക്ക് ഓടിപ്പോകുന്നു. കാരണം അവളുടെ പഴയ റൂമാണത് എന്ന് ഓർത്ത് അവൾ അതേ കണക്ക് നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടായിരുന്നു അവന്റെ മുന്നിൽ ഓർക്കപ്പുറത്ത് വന്ന് നിന്നത്. വേഗം പോയി റെഡിയായി വരുന്നവള്, സോറി പെട്ടെന്ന് താമസ സ്ഥലം മാറിയ കാര്യം എന്റെ ഓർമ്മയിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അമ്മയാകട്ടെ പോകുന്നതിന് മുന്നേ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിപ്പോ ആദ്യം വായിക്കുന്നത് ഷിയാണ്. സൂമു, നിനക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നിന്നെ നിർത്തിയിട്ട് ഞാൻ പോകുന്നത്. നീ അവിടെ ഹാപ്പിയായും സേഫ് ആയും നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിന്റെ മുന്നേ സ്ഥലത്തേക്കാൾ എത്രയോ നല്ലതാണ് നീ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഇപ്പൊ നിൽക്കാൻ പോകുന്ന സ്ഥലം. രണ്ടുപേരും റിലേഷൻഷിപ്പിലായതുകൊണ്ട് നിങ്ങൾ അവിടെ നിർത്തിയിട്ട് പോകുന്നതിന്റെ പേരിൽ എനിക്ക് അങ്ങനെ ടെൻഷനും ഇല്ല. എന്തായാലും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണെന്നും പറഞ്ഞ് എന്നിങ്ങനെ വായിക്കുന്നവൻ ബാക്കി വായിക്കാൻ നിൽക്കാതെ ആ വായന അങ്ങ് നിർത്തുമ്പോ, എന്താ ബാക്കി വായിക്കുന്നു പറഞ്ഞ് അവൾ നിർബന്ധിക്കുമ്പോ, അങ്ങനെ വായിക്കാൻ മാത്രമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവൻ ഉഴപ്പുന്നുണ്ട്. ഇല്ല, വായിക്കുന്നു പറഞ്ഞ് വീണ്ടും അവൾ നിർബന്ധിച്ച് ആ പേപ്പർ വാങ്ങി സ്വയം വായിക്കുന്ന സമയത്ത് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണെന്നും പറഞ്ഞ് വലിയ അടുപ്പൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ സേഫ് ആയിട്ട് ഇരിക്കുന്നൊക്കെയാണ് അമ്മ എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ചു തീർക്കുമ്പോഴേക്കും അവൾക്ക് ആകെ ചമ്മൽ വരുന്നു. അവൾ വേഗം ആ ഓഫീസിൽ പോകാൻ റെഡി ആയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഒരേ സ്ഥലത്തേക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അവർ ഒന്നിച്ചാണെന്ന് പോകുന്നത്. കാറിൽ ഹാൻഡ് ബാഗ് വെച്ച് വെപ്രാളത്തിൽ കാറിൽ നിന്ന് ഇറങ്ങുന്ന സൂമോയ്ക്ക് ആ ഹാൻഡ് ബാഗ് ഷീ എടുത്തു കൊടുക്കുന്ന സമയം അവളുടെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിലിന്റെ ക്യാപ്പ് താഴെ വീഴുന്നു. അവൻ അത് എടുത്തു കൊടുക്കാൻ കുനിയുമ്പോഴേക്കും കുറച്ച് ദൂരെ നിന്ന് ഈ ഒരു കാഴ്ച കണ്ടുവരുന്ന കൊളീഗ് നിൽക്കുന്ന സൂമോയ്ക്ക് താഴെ ഇരുന്നു കൊണ്ട് ഷൂലേസ് കെട്ടി കൊടുക്കുന്ന രീതിയിലാണ് അത് കണ്ട് തെറ്റിദ്ധരിക്കുന്നത്. വേഗം തന്നെ ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇവരുടെ ഒഫീഷ്യലി റിലേഷൻഷിപ്പിൽ തന്നെയാ. നമ്മുടെ മുന്നിൽ അത് വലുതായി കാട്ടാത്തതാണെങ്കിലും കണ്ടില്ലേ എത്ര കെയറിംഗ് ആണ്, ഒന്നിച്ച രാവിലെ വരുന്നത്, അപ്പൊ ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭയങ്കരമായി ഗോസിപ്പ് സംസാരിക്കാനേ തുടങ്ങുന്നു. അങ്ങനെ അന്ന് ജോലി തിരക്കൊക്കെ കഴിയുമ്പോഴേക്കും പഴയ താമസ സ്ഥലത്ത് നിന്ന് കംപ്ലീറ്റ് ആയി തന്റെ സാധനങ്ങളെല്ലാം തന്നെ ഷീയുടെ താമസ സ്ഥലത്തേക്ക് സൂമോ ഷിഫ്റ്റ് ചെയ്യുന്നു. അവൾ അവിടെ അവനോട് പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു പയ്യന്റെ കൂടെ റൂമൊക്കെ ഷെയർ ചെയ്ത് നിൽക്കാൻ പോകുന്നതെന്ന്. അവർ ഒരേ റൂമിലല്ല, 2 റൂമിലാണ്, എന്നാലും ഒരേ വീട്ടിലായാലും ഇങ്ങനെ നിൽക്കാൻ പോകുന്നതെന്ന കാര്യം അവൾ പറയുന്നു. അവനാകട്ടെ അവിടെ ഒരു പെറ്റ് പൂച്ചക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ പേര് മാജിക് ക്യൂബ് എന്നാണ്. അതിന്റെ പേര് കേൾക്കുമ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ട്. ഈ പൂച്ചയെ കാണുന്ന കണക്ക് തന്നെ പേരും നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞവൾ ഈ പൂച്ചയെ അവനൊരു അഡോപ്ഷൻ സെന്ററിൽ നിന്ന് എടുത്തു വളർത്താൻ തുടങ്ങിയതാണെന്ന് മനസ്സിലാവുമ്പോൾ, ഇതിനാരും ഇല്ലല്ലേ, സാരയില്ല, ഇനി മുതൽ നീ ഇതിന്റെ അച്ഛൻ, ഞാൻ ഇതിന്റെ അമ്മ എന്ന് പറഞ്ഞ ഓർക്കപ്പുറത്ത് വായിന്ന് സെൽഫ് ട്രോള് കണക്ക് വീഴുന്നുണ്ടെങ്കിലും പിന്നീട് അല്ലല്ല ഞാൻ ഇതിന്റെ ചേച്ചി എന്ന് പറഞ്ഞ് അവൾ അങ്ങ് തിരുത്തുമ്പോഴേക്കും അവന് ചിരിയാണ് വരുന്നത്. ഇവള് കാണിക്കുന്ന ഓരോ മണ്ടത്തരങ്ങള് ക്ലാസ്സിലിരുന്ന് സഹിച്ച് പിന്നീട് അത് ഓഫീസിലിരുന്ന് സഹിച്ച് ഇപ്പൊ താമസ സ്ഥലത്തും കൂടി സഹിക്കേണ്ട അവസ്ഥയായല്ലോ എന്ന് മട്ടിലായിരുന്നു അവന്റെ ഇത് കാണുന്നത്. സൂമു നിയാന്റെ അടുത്ത് ചെന്ന് അവളിപ്പോ ഷീയുടെ കൂടെയാണ് താമസിക്കുന്നത് എന്ന കാര്യം പറയാണ്. ഇതേ സമയം തന്നെ ഷെന്നിയുടെ അടുത്തെത്തി ഷീയും സൂമോയുടെ കൂടെ താൻ താമസിക്കാൻ തുടങ്ങിയ കാര്യം അറിയിക്കുന്നുണ്ട്. ഇവരൊക്കെ അങ്ങനെ ആ കാര്യങ്ങൾ സംസാരിച്ച് നടക്കുന്ന സമയത്ത് പരസ്പരം കണ്ടുമുട്ടുമ്പോഴാണ് ഒരേ സൂപ്പർ മാർക്കറ്റില് ഷോപ്പിങ്ങിന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത്. ഷീ ഒരുപാട് പച്ചക്കറികളൊക്കെ വാങ്ങാനായി വെച്ചിരിക്കുന്നത് കണ്ട്, നിയാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആള് ഫാമിലി മാൻ ആണല്ലോ, എത്ര ഉത്തരവാദിത്തത്തിലെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നത് എന്ന് അവളെ കോംപ്ലിമെന്റ് ചെയ്യുന്നു. ഇതേ സമയം സൂമു കുറെ സ്നാക്സ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കണ്ട്, നിന്റെ ഗേൾ ഫ്രണ്ട് ഭയങ്കര ഫുഡി ആണല്ലോ എന്ന് പറഞ്ഞ് ഷെന്നി ഷീയെയും കളിയാക്കുന്നു. അങ്ങനെ ഇവർ ഇവിടെ നിന്ന് തിരിച്ച് ഷീയുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് എത്തുമ്പോൾ ആ അപ്പാർട്ട്മെന്റിലേക്ക് പുതുതായി താമസിക്കാൻ ഒരാൾ എത്തിയ കാര്യം അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ അറിയുന്നുണ്ട്. അത് ആരാണ് എന്താണെന്ന ഡീറ്റെയിൽ തിരക്കുമ്പോൾ തന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാണ് അവൻ അവർക്ക് സൂമോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അവൾ ഇവിടെ താമസിക്കാൻ പോകുന്നു എന്ന കാര്യം കൊണ്ട് അവളെ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിലാട്ടെ ഇപ്പൊ പുതുതായി ആഡ് ചെയ്തിരിക്കുന്ന സൂമോയെ പറ്റിയാണ് പിന്നീട് ഡിസ്കഷൻ നടക്കുന്നത്. ഷീ അങ്ങനെ ഡേറ്റിനൊന്നും താല്പര്യമില്ലാതെ ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാതെ നടന്നിരുന്ന ഒരാളായിരുന്നല്ലോ. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു ഗേൾ ഫ്രണ്ടിനൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ അതിനെ പറ്റി തകൃതിയിൽ ഡിസ്കസ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഷീ ആള് നല്ല ഹാൻസം ആയതുകൊണ്ട് അവന് ഗേൾ ഫ്രണ്ടിനെ കിട്ടാനാണോ പാട്, വേണ്ടെന്ന് വെച്ചതുകൊണ്ടായിരിക്കും ഇത്രയും നാൾ ലേറ്റ് ആയെന്നൊക്കെ ആളുകൾക്കിടയിൽ സംസാരം നടക്കുന്നതൊക്കെ അവൾ ഇങ്ങനെ വായിച്ച് രസിക്കുന്നുണ്ട്. ആ സമയത്താണ് ഷീ സൂമോയോട് അവന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന കാര്യം പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവള് ഞാൻ ഇവിടെ നിന്ന് മാറണോ എന്ന് അവനോട് തിരക്കുമ്പോ, വേണ്ട ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെയാ ഇവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്, അവര് വരുന്നത് നിന്നെ പരിചയപ്പെടാനും കൂടിയാ, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഷീയുടെ ഫ്രണ്ട്സ് എത്തുന്നുണ്ട്. അങ്ങനെ എത്തിയിരിക്കുന്ന ഫ്രണ്ട്സിന് ഡൗട്ട് തോന്നാത്ത രീതിയിൽ രണ്ടുപേരും നല്ല കപ്പിളാണെന്ന ഭാവത്തിൽ തന്നെ നിൽപ്പുണ്ട്. പരസ്പരം ഭയങ്കരമായി കെയർ ചെയ്തും ഹണി എന്നൊക്കെ സംബോധന ചെയ്തും അവരങ്ങനെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നന്നായി തന്നെ കപ്പിളായി നിൽക്കുന്നു. അല്ല നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയത്, ആരെയും ഡേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാതിരുന്ന ഷീയെ ഇങ്ങനെ സൂമു വളച്ചെടുത്തു എന്നെല്ലാം അവർ തിരക്കുന്നു.
തിരക്കുമ്പോൾ അതിന്റെ അമ്മ മുഖാന്തരമാണെന്ന് അറിയാതെ അവൾ പറയുന്നുണ്ട്. അമ്മയുടെ മുന്നേ പിടിച്ചു നിൽക്കാനായിട്ടാണല്ലോ ഇങ്ങനെ ഒന്നിച്ചൊക്കെ ഇപ്പൊ താമസിക്കേണ്ടി വന്നത്. പക്ഷെ അതറിയാതെ ഫ്രണ്ട്സ് അമ്മയോ അതെങ്ങനെയെന്ന് തിരക്കുമ്പോൾ അത് പിന്നെ അമ്മയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്ത്, അങ്ങനെ അവിടെ വെച്ചാണ് ഞങ്ങൾ കണ്ട് പരിചയപ്പെട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിലായതെന്ന് അവൾ പറയുമ്പോൾ എന്താണ് ഷീല് സൂമോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് ഫ്രണ്ട്സ് തിരക്കുമ്പോൾ അവൻ നന്നായി കുക്ക് ചെയ്യും, അതാണ് തനിക്ക് ഇഷ്ടമെന്ന് അവൾ പറയുന്നുണ്ട്. തിരിച്ച് അവളിൽ എന്താണ് അവൻ ഇഷ്ടമെന്ന് തിരക്കുമ്പോൾ അവൾ നന്നായി ഫുഡ് കഴിക്കും, അതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് അവനും ചിരിക്കുന്നു. അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ വേസ്റ്റ് ആവില്ലേ, കഴിക്കാൻ ഒരാളുള്ളത് ഒരു ഭാഗ്യമല്ലേ. അങ്ങനെ രസകരമായി കാര്യങ്ങൾ പോകുന്നു. ഫ്രണ്ട്സും ഹാപ്പിയായി അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് മടങ്ങി പോവുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നിയാൻ ഒരു ഫംഗ്ഷൻ നടക്കുന്ന കാര്യവും അതിൽ പോയി പെർഫോം ചെയ്യുന്ന കാര്യത്തെ പറ്റിയൊക്കെ സൂമോയോട് സംസാരിക്കുന്നു. അതിൽ കപ്പിളായി വേണം പങ്കെടുക്കാൻ, ഒരു ബോയ് ഗേൾ എന്ന ഒരു പെയറായി. ഇപ്പോ എന്ത് ചെയ്യുന്ന അവൾക്ക് ആകെപ്പാടെ ഒരു നിരാശ. ജിയോടെ തിരക്കി നോക്കാം, അവൻ വരാൻ റെഡി ആണെങ്കിൽ പോകാമല്ലോ എന്ന് കരുതി അവൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവൻ അവളുടെ കൂടെ ആ പ്രോഗ്രാമില് അന്നത്തെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് പങ്കെടുക്കാനായി തയ്യാറായിരുന്നു. ഞാനും ഒരു പേര് വേണമല്ലോ, അതുകൊണ്ട് സെന്നിയെയും കൂടെ വിളിക്കുന്നു. അങ്ങനെ ഇവർ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തി സ്റ്റേ ചെയ്യാനായി ഹോട്ടൽ റൂമിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ 2 റൂമാണ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യത്തെ റൂമില് സൂമോയും ഷീയും കഴിയും എന്ന ഒരു ധാരണയുള്ള ഷെന്നി അടുത്ത റൂമില് അവന്റെ കൂടെ വരാനായി നിയാനെ വിളിക്കുമ്പോൾ ഞാൻ എന്തിനും നിന്റെ കൂടെ വരണമെന്ന് ചോദിച്ച് അവൾ അവനോട് ദേഷ്യപ്പെടാണ്. ശരി, ഇപ്പം വേറെ വഴിയില്ല, 2 റൂമേ ഉള്ളൂ, അവര് കപ്പിളല്ലേ, അപ്പൊ അവരൊന്നിച്ച് നിൽക്കട്ടെ, നീ എന്റെ കൂടെ വാ, നമുക്ക് വേറെ റൂം ഇല്ലാത്തോണ്ടല്ലെന്നെല്ലാം അവൻ പറയുമ്പോൾ അപ്പോഴാണ് ഇവന് താൻ ഫേക്ക് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ് എന്ന സത്യം അറിയില്ലല്ലോ എന്നത് ഷീ ഓർക്കുന്നത്. ഷെന്നിയുടെ വായിന്നെങ്ങാണം അവൻ ഇവന്റെ കസിൻ ആയതുകൊണ്ട് തന്നെ അത് ആന്റി എങ്ങനെ അറിഞ്ഞാലോ എന്ന് പേടിച്ച് അവനോട് ഇതുവരെ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് തന്നെ അവൻ തങ്ങൾക്ക് ഒരു റൂം തരാൻ നോക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഷീ വേഗം തന്നെ അവരൊന്നിച്ച് നിൽക്കട്ടെ, നീ എന്റെ കൂടെ വന്നും പറഞ്ഞ് അവനെ റൂമിലേക്ക് വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെ അവർ എത്തിയിരിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവുന്നു. അത് കപ്പിൾസിന് വേണ്ടിയുള്ളതാണ്. അവർ പങ്കെടുക്കേണ്ട നിരവധി ഗെയിംസ് ആണ് ആദ്യമുള്ളത്. കപ്പിളില് ആ പെൺകുട്ടിയുടെ ദേഹത്ത് ഓപ്പോസിറ്റ് ടീം എറിയുന്ന ബോള് വീഴാതെ പയ്യൻ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം, അതാണ് ഫസ്റ്റ് റൗണ്ട്. സൂമോയുടെ ദേഹത്ത് ബോള് വീഴാതെ ഷീ അവളെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ അടുത്ത് നിൽപ്പുണ്ട്. അങ്ങനെ ആ ഒരു റൗണ്ടില് 2 പേരും വിജയിക്കുന്നുണ്ടെങ്കിലും ഷെന്നിയുടെയും നിയാന്റെയും റൗണ്ട് ആവുമ്പോഴേക്കും നിയാൻ തന്റെ ദേഹത്ത് ബോൾ വന്ന് വീഴാതിരിക്കാനായി ഷെന്നിയെ വലിച്ച് തന്റെ മുന്നിൽ നിർത്തി അവനായിട്ട് നല്ല രീതിയിൽ ബോളേറ് കൊള്ളുന്ന സിറ്റുവേഷനിലാക്കുന്നുണ്ട്. അവനായിട്ട് അതിന്റെ കലിപ്പിന് അടുത്ത റൗണ്ട് ആവുമ്പോഴേക്കും അവൾക്കിട്ട് ബോളേറ് കൊള്ളാനായി കറക്റ്റ് ആയിട്ട് ബോൾ വരുന്ന സമയം അത്രയും നേരം അവളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത് കണക്ക് നിന്നിട്ട് പെട്ടെന്ന് ഒരു കുനിയുമ്പോ ബോൾ ശക്തിയിൽ അവളുടെ തലയിൽ തന്നെ വന്ന് തട്ടുന്നുണ്ട്. അങ്ങനെ 2 പേരും ഒരേ ടീമാണെന്ന കാര്യം പറഞ്ഞ് അവിടെ വഴക്കിട്ട് ആ റൗണ്ട് അങ്ങ് കുളവാക്കുന്നു. അങ്ങനെ അടുത്ത റൗണ്ട് ടിഷ്യൂ വാ കൊണ്ട് പരസ്പരം കടിച്ചു പിടിച്ചെടുക്കേണ്ട ഒരു റൗണ്ടാണ്. അത് കേൾക്കുമ്പോ തന്നെ നീ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കിത് പ്ലേ ചെയ്യണ്ട, സ്കിപ്പ് ചെയ്ത് കളയാന്ന് ഷീ പറയുമ്പോ സൂമോ ഇതൊരു ഗെയിം അല്ലേ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവർ 2 പേരും ആ ഗെയിം കളിക്കുന്നു. ഇതിൽ കീറാതെ ടിഷ്യൂ വാ കൊണ്ട് കടിച്ചെടുക്കണം. ആ ഒരു റൗണ്ടില് മറ്റ് കപ്പിൾസിനെല്ലാം ടിഷ്യൂ കീറിയിട്ടും സൂമോയ്ക്കും ഷീക്കും മാത്രമാണ് ടിഷ്യൂ കീറാതെ കിട്ടുന്നത്. അങ്ങനെ അവർ ആ റൗണ്ടിൽ ജയിക്കുന്നു. അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു, കാരണം അവൾക്കായിരുന്നു ഈ ഒരു ഗെയിമിലൊക്കെ വന്ന് പങ്കെടുക്കണമെന്ന് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ അന്നത്തെ ആ ഒരു റൗണ്ടിനൊക്കെ ശേഷം റൂമിലേക്ക് എത്തുന്ന സമയത്ത് നിയാൻ സൂമോയോട് ഇവർ ഫേക്ക് കപ്പിൾ ആണെന്ന് തോന്നേയില്ല എന്നായിരുന്നു പറയുന്നത്. അവിടെ റിയൽ ആയിട്ടുള്ള കപ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അവർക്ക് പോലും ഇല്ലാത്ത കെമിസ്ട്രിയാണ് ഈ ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഇവർക്കുള്ളതെന്ന് പറഞ്ഞ് നിയാൻ കോംപ്ലിമെന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നീയാണെങ്കിൽ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോയി ആരെയും കിട്ടാതെ ബോറടിച്ചിരിക്കല്ലായിരുന്നു, നീയായിട്ട് നല്ല പൊരുത്തുള്ള ആളാ ഷീ, അപ്പോ അവനെ തന്നെ പ്രണയിച്ചൂടെ എന്ന് തിരക്കുമ്പോ ഞങ്ങള് സ്കൂളിലും ഡെസ്ക് മേറ്റ്സ് അല്ലായിരുന്നോ, ആ ഒരു കെമിസ്ട്രി ഇപ്പൊ വർക്ക്ഔട്ട് ആവുന്നു അത്രേ ഉള്ളൂ. പക്ഷെ അവൻ ആളാകെ മാറിയതായിട്ട് എനിക്ക് തോന്നുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്ന ഷീയല്ല അവൻ ഇപ്പോൾ ഇന്ന്. സൂമു പറയുമ്പോ അങ്ങനെ തോന്നില്ല എന്ന് ഞാൻ പറയുന്നു. സ്കൂളിൽ വെച്ചും അവൻ നല്ല മിടുക്കനായിരുന്നു, പഠിത്തത്തിലൊക്കെ ഒന്നാമനായിരുന്നു. അവനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട അതിൽ വിജയം കണ്ടേ അവൻ അത് നിർത്താറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അവൻ അങ്ങനെ തന്നെയല്ലേ, ബിസിനസ്സിലൊക്കെ എത്ര നന്നായിട്ടാണ് അവൻ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നെല്ലാം അവൾ സംസാരിക്കുമ്പോൾ അപ്പോ അന്നത്തെ കണക്കാണ് അവന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അന്നും അവൻ എന്നോട് ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു സ്പെഷ്യൽ കെയർ ഒക്കെ കാണിച്ചിരുന്നു എന്ന്, അവൻ അവളെ സ്പെഷ്യൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ അഭിപ്രായപ്പെടുമ്പോ സൂമോ തിരക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്, അവന് നീ എന്തോ സ്പെഷ്യൽ ആണെന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് ഉറപ്പാവുന്നുണ്ടെന്നെല്ലാം ഞാൻ പറയുമ്പോ പക്ഷെ അവൾക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. എന്തായാലും അന്ന് രാത്രി ഷീക്ക് നന്നായി ഉറങ്ങാനേ കഴിയുന്നില്ല. അടുത്ത് കിടക്കുന്ന ഷെന്നി അവന്റെ ദേഹത്തേക്ക് കൈയും കാലും ഒക്കെ എടുത്തിട്ട് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ഉറക്കം എന്തായാലും ഒരു തീരുമാനമായിരുന്ന മട്ടില് പതിയെ റൂമിന് വെളിയിലേക്ക് ഷീ ഇറങ്ങുമ്പോ അപ്പുറത്തുള്ള റൂമിൽ നിന്ന് സൂമോയും ഇറങ്ങി വരുന്നു. നീ ഇതെവിടെ പോവാണെന്ന് അവളെ കണ്ടവൻ തിരക്കുമ്പോ എനിക്ക് ഭയങ്കര വിശപ്പ്, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാൻ വന്നതാണെന്ന് അവളും പറയുന്നുണ്ട്. അങ്ങനെ അവൾക്ക് അവൻ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പുറത്ത് സംസാരിച്ച് നടക്കുന്ന സമയം നമ്മൾ 2 പേരും ആ ഒരു ഗെയിമിൽ ജയിക്കുന്ന വിചാരിച്ചേയില്ലാന്ന് ഞാൻ പറഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ സൂമു പറയുന്നുണ്ട്. ഞാനും ജയിക്കുന്നുണ്ട് വിചാരിച്ചല്ലാന്ന് ഷീ പറയുന്ന സമയം ഇവരുടെ സ്കൂൾ കാലഘട്ടത്തിലെ കാര്യങ്ങളായിരുന്നു പിന്നീട് സംസാരത്തിൽ വന്നതെല്ലാം. ഒന്നിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഗുഡ് ബൈ പോലും പറയാതെ എങ്ങോട്ടേക്കോ ഷീ പോയ കാര്യങ്ങളെ പറ്റി ഇപ്പോ സൂമു പറയുമ്പോ അങ്ങനെ ഇപ്പൊ ഗുഡ് ബൈ പറയാഞ്ഞതില് എനിക്കിപ്പോ സങ്കടമൊന്നും തോന്നുന്നില്ല. അങ്ങനെ പറയാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എനിക്കുണ്ടോ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയാനായിട്ട് ഉണ്ടായിരുന്നു എന്ന് അവൻ ഇപ്പൊ തിരക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ത് പറയാൻ, നിന്റെ ഡ്രീംസ് എല്ലാം നന്നായി നടക്കട്ടെ എന്നല്ലേ, പഠിത്തമൊക്കെ കഴിഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയം എനിക്ക് പറയാനായി സാധിക്കുമെന്ന് അവൾ പറയുന്ന
പറയുന്ന ടീം ഇവൾക്ക് ഭയങ്കര മറവിയാ, ഈ മറവിക്കുള്ള എന്തെങ്കിലും മരുന്ന് ആദ്യം മേടിച്ചു കൊടുക്കണമെന്ന് മട്ടിലായിരുന്നു അവന്റെ നിൽപ്പ്. അവൻ ഇങ്ങനെ എപ്പോഴും ഇവൾ മറന്നു എന്ന ആ ഒരു രീതിയിലാണ് അവളോട് സംസാരിക്കുന്നത്. ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന ആ സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ മറന്നു പോയിട്ടുണ്ട്. ഒരു പക്ഷെ അതൊക്കെ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നവൻ അവൾ ഓർക്കാത്ത ചില കാര്യങ്ങളെ പറ്റി ഓർക്കാറുണ്ട്. ഒരു പക്ഷേ അത് ഇവരുടെ സ്കൂൾ കാലഘട്ടത്തിലെ അവൾ അവനോട് അടുപ്പം കാണിച്ച എന്തെങ്കിലും ഇൻസിഡൻസ് ആയിരിക്കാം. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ സൂമോ അതിനി ഓർത്തെടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും അവളെ അത് ഓർമ്മിപ്പിക്കണം. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ഇവർ സ്റ്റേ ചെയ്യുന്ന ആ ഹോട്ടലിലെ തന്നെ ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് ഫുഡ് കഴിക്കാനായി പോവാണ്. ആ സമയം ഇവരെ പോലെ തന്നെ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായി വന്ന മറ്റു ചില കപ്പിൾസിലെ ഒരു പയ്യൻ സൂമോയുടെ അടുത്തെത്തി. അവൾ ഈ ഒരു ഗെയിമിലൊക്കെ ജയിച്ചിരുന്നല്ലോ, അതിന്റെ കാര്യം പറഞ്ഞ് സംസാരിച്ച് അവളുടെ നമ്പർ ഒക്കെ വാങ്ങാനായി നോക്കുന്നുണ്ട്. അവൾ നമ്പർ കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവന്റെ ഭാവം മറന്നു. അവൻ ബലമായി തന്നെ അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയും നമ്പർ വാങ്ങിക്കണമെന്ന ഇന്റൻഷനിൽ സംസാരിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഷെന്നിയും ഷീയും വരുന്നു. അവർ ഈ പയ്യൻ ചുമ്മാ അവളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ അവൻ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നടപ്പാവില്ല എന്ന് കാണുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ഇൻസൾട്ട് ചെയ്തും ബുദ്ധിമുട്ടിച്ചും സംസാരിച്ചതിന് ഒരു സോറി പോലും പറയാതെ ഒഴിഞ്ഞു മാറാനായി നോക്കുന്നത് കണ്ട് അങ്ങനെ വിടാനായി ഷീ തയ്യാറായിരുന്നില്ല. അവൻ അവളോട് സൂമോയോട് സോറി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് തിരിക്കുന്നുണ്ട്. അവനും വേറെ വഴിയില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ പോയാൽ എല്ലാരും കൂടി വളഞ്ഞിട്ട് തന്നെ പഞ്ഞിക്കിടാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി സോറി പറഞ്ഞു പോകുമ്പോൾ സൂമോയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നു. അവളാകട്ടെ അന്ന് ഷീയുടെയും ഫ്രണ്ട്സിന്റെയും കൂടെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ എത്തുന്നുണ്ടെങ്കിലും അന്ന് രാത്രി ഉറക്കമുണരുന്ന അവള് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്ന് കിടക്കുന്നത് അവളുടെ ബെഡ്റൂമിലല്ല, മറിച്ച് ഷീയുടെ ബെഡ്റൂമിലാണ്. അത് കട്ടിൽ വന്ന് കിടന്നു കഴിഞ്ഞാണ് അവൾക്ക് മനസ്സിലാവുന്നത്. അയ്യോ, റൂം മാറിപ്പോയല്ലോ എന്ന് വെപ്രാളത്തിൽ അവൾ വേഗം അവനെ ഉണർത്താതെ അവളുടെ മുറിയിലേക്ക് പോയി കിടക്കുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിലും അടുത്ത ദിവസമായിട്ട് സുമോയുടെ ഐഡിയ പ്രകാരം ഒരു പ്രോജക്റ്റ് ഷീ ചെയ്യാനായിരുന്നില്ലേ, പക്ഷെ അതിപ്പോ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിൽ ചില പ്രശ്നങ്ങൾ വരുന്നു. അവൾക്കാകട്ടെ നല്ല വിഷമമാവുന്നുണ്ട്. അവളെ ഇടയ്ക്കെപ്പോഴും അവൻ ചുമ്മാ ടെൻഷൻ ആക്കാനായിട്ട് നിന്റെ പ്രോജക്റ്റ് റിജക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നെങ്കിലും ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചപ്പോ അത് അവൻ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് പോലും അവൾ ഡൗട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ അവൻ തന്റെ ഭാഗത്ത് ഇതിൽ നിന്ന് ഒരു കൈകടത്തിലും ഉണ്ടായിട്ടില്ലെന്നും അത് ബാക്കി പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായി റിജക്ട് ആയി പോയതാണെന്നും സാരില്ല, നമുക്ക് മറ്റൊരു നല്ല പ്രോജക്റ്റ് ഒന്നിച്ച് ചെയ്യാമെന്നും അവളോട് പറയുന്നു. ഇതേ സമയം നിയാനോന്റെ പ്രശ്നം, അവൾക്കൊരു കഥ ഒരു പ്രൊഡ്യൂസർക്ക് എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവൾ എഴുതി കൊടുക്കുന്ന കഥ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കഥ എഴുതിക്കൊണ്ട് വരാനായി അയാൾ പറഞ്ഞു വിടുമ്പോൾ അവൾക്ക് ഈ ലവ് സ്റ്റോറി എങ്ങനെ എഴുതണമെന്ന് അറിയില്ല, ഇന്ന് വരെ ഒരു റിലേഷൻഷിപ്പിലും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ അസിസ്റ്റന്റ് ആയി കൂടെ നിൽക്കുന്ന ഷെന്നിയോട് തന്നെ സഹായം ചോദിക്കുന്നു. അവനും അങ്ങനെ പ്രണയിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും പ്രണയത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം, അതൊക്കെ അവളുമായി ഷെയർ ചെയ്യാന്നും പറഞ്ഞ് അങ്ങനെ പ്രണയിക്കുന്നവർ പൊതുവെ ചെയ്യാറുള്ള പല കാര്യങ്ങൾക്കും അവളെ കൊണ്ടുപോകുന്നു. ഹോണ്ടഡ് ഹൗസ് ഒക്കെ പോയി എൻജോയ് ചെയ്യുന്നത് ഈ പ്രണയത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെ പേടിച്ച് നിൽക്കുമ്പോൾ അടുത്തുള്ള ആള് നമ്മളെ സെക്യൂർഡ് ആയി ഫീൽ ചെയ്യിക്കുന്നതൊക്കെ പല ഡ്രാമാസിലും നമ്മൾ കണ്ടിട്ടില്ലേ. അതേ കണക്ക് തന്നെ ഒരു ഫീലിംഗ് അവൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാനായി ഹോണ്ടഡ് ഹൗസിലേക്ക് അവളുമായി ഷെന്നി പോകുന്നുണ്ടെങ്കിലും അവിടെ പ്രേതത്തെ കാണുമ്പോൾ അവനാണ് ആദ്യം പേടിച്ചോടുന്നത്. അടുത്തതായി അവളെ കൊണ്ട് അവൻ പോകുന്നത് ബീച്ചിലേക്കാണ്. അവിടെ വെച്ചും അവൾക്ക് പ്രത്യേകിച്ച് പ്രണയത്തിന്റെ ഒരു ഫീലും മനസ്സിലാവുന്നില്ല. വെറുതെ നിന്റെ പുറകെ നടന്ന് എന്റെ സമയം പോവാ, ഞാൻ വല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്തോളാന്ന് പറഞ്ഞ് അവൾ ഗൂഗിൾ എടുത്ത് ഹൗ ടു ഫീൽ ലവ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവനിപ്പോ എന്തൊക്കെ ട്രൈ ചെയ്ത് ചീറ്റിപ്പോയോ ആ കാര്യങ്ങളാണ് 1 by 1 ആയി അതിൽ കാണിക്കുന്നത്. അത് വായിക്കുന്ന അവൾക്ക് അവനപ്പോ അവന്റെ റിയൽ ലൈഫിൽ നിന്ന് ചീന്തിയെടുത്ത ഏടുകൾ തന്നെയുള്ള പരീക്ഷയല്ല, മറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അവൾ ആ പേരിൽ കളിയാക്കുമ്പോ പിന്നെ നിന്നെ പോലെ എനിക്കും ഇതുവരെ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ ഞാനെന്ത് ചെയ്യാനാന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. സൂമോയ്ക്കും ഷീക്കും ഇടയിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ആവുന്ന അതേ സമയം തന്നെ ഇവിടെ നിയാനും ഷെന്നിക്കും ഇടയിലും ഇഷ്ടം പതിയെ ബിൽഡപ്പ് ആവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ. സൂമോന്റെ ഓഫീസാണ്. അവിടെ ദേ ഇപ്പോ ലാസ്റ്റ് ആയിട്ട് അവർ ചെയ്യാനായി പ്ലാൻ ചെയ്ത പ്രോജക്റ്റ് ഇപ്പോ റിജക്ട് ആയതുകൊണ്ട് തന്നെ പുതിയൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിന്റെ ഡിസ്കഷൻ ആണ് നടക്കുന്നത്. ആ പ്രോജക്റ്റിന്റെ ഇൻചാർജായി സുമോയുടെ ബോസ് നിയമിക്കുന്നത് ലിയ എന്നൊരു പെൺകുട്ടിയാണ്. ഈ ലിയെ അസിസ്റ്റ് ചെയ്യാനായി സുമോയെയും നിയമിക്കുന്നു. ലിയ ആണെങ്കിൽ ഭയങ്കര അഹങ്കാരത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത് മുഴുവൻ. സുമോയുടെ മുന്നിൽ വെച്ച് അവളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും മാറി നിന്ന് അവളെ നന്നായി തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആദ്യം ഏറ്റെടുത്ത പ്രോജക്റ്റ് റിജക്ട് ആവാനായി കാരണം സുമോ തന്നെയാ. സുമോയും അവളുടെ ബോയ് ഫ്രണ്ടായ ഷീൻ തമ്മിൽ ബ്രേക്കപ്പ് ആയതുകൊണ്ട് തന്നെയാ അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സുമോ എത്തുമ്പോ പിന്നെ സുമോയുടെ മുന്നിൽ നിന്ന് കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നുണ്ട്. നിന്റെ ബോയ് ഫ്രണ്ട് ഇട്ടിട്ട് പോയ സ്ഥിതിക്ക് ഇനി നല്ലൊരു കാശുകാരനെ കണ്ടുപിടിച്ച് റിലേഷൻഷിപ്പിലാവാൻ നോക്കുന്നെല്ലാം അവൾ പരിഹസിക്കുമ്പോ എന്റെ കാര്യത്തില് നിനക്ക് അത്രയും കൺസേൺ ആണെങ്കിൽ എനിക്ക് ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചതാ, എനിക്കെന്തായാലും വേറെ ആരെയും കണ്ടുപിടിക്കാനായി ഇപ്പൊ സമയമൊന്നും ഇല്ലെന്നായിരുന്നു അവൾ കൊടുക്കുന്ന മറുപടി. അങ്ങനെ പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കും കൂടി പ്രോജക്റ്റിന്റെ ആവശ്യങ്ങൾക്ക് ചില ക്ലയൻസിനെ കാണാനായി പോകേണ്ടി വരുന്നു. ഒരു റെസ്റ്റോറന്റിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ഇവരുടെയൊക്കെ പല ബിസിനസ് മീറ്റിംഗും ഇങ്ങനെ ഫുഡ് കഴിച്ച് ഡ്രിങ്ക്സ് അടിച്ച് അതിന്റെ ഇടയിൽ നടക്കുന്ന സംസാരങ്ങളാണ്. അങ്ങനെ ക്ലയൻസിന്റെ അടുത്ത് സൂമോനെ ഇരുത്തിയ ശേഷം ലിയ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേ റെസ്റ്റോറന്റിൽ തന്നെ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഷീ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഷീയെ കാണുന്ന ലിയ ആകട്ടെ ഷീയും സുമോയും ബ്രേക്കപ്പ് ആയെന്ന് കരുതി അവളെ പറ്റി വളരെ മോശമായ കാര്യങ്ങളൊക്കെ ഷീയോട് സംസാരിക്കുന്നു. ഈ സമയത്ത് ക്ലയൻസിന്റെ അടുത്ത് പെട്ടിരിക്കുകയായിരുന്ന സുമോയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അവർ ഡ്രിങ്ക്സ് അടിക്കാനൊക്കെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഒരുവിധം അവിടെ
നിന്ന് എസ്കേപ്പ് ആയി പുറത്തേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ലിയയും ഷീയും സംസാരിക്കുന്നതാണ്. തന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ലിയയുടെ അടുത്ത് ചുട്ടും മറുപടി കൊടുത്ത് ഷീ നിൽക്കുന്നത് കണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ ഷീയുടെ അടുത്തേക്ക് അവൾ ചെല്ലുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവൻ അവളുടെ മുഖമൊക്കെ വാടിയിരിക്കുന്നത് കണ്ട് എന്താ കാര്യം തിരക്കുമ്പോൾ എനിക്ക് ഒരു വല്ലായിക പോലെ, പക്ഷെ ഇപ്പൊ മീറ്റിംഗ് ഉണ്ടാകത്ത് എനിക്കത് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല, അവിടെ ഇരിക്കാനും പറ്റുന്നില്ല, എന്ത് ചെയ്യുന്നൊക്കെ അവൾ പറയുമ്പോൾ നീ ഇങ്ങ് വാന്നും പറഞ്ഞ് അവൻ അവളെ വിളിച്ചോണ്ട് നേരെ ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ഷീയെ കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്ലയൻസ് ഒക്കെ ഭയങ്കര കാര്യമായി നോക്കുന്നു. കാരണം അവർക്കൊക്കെ ഷീയെ നല്ല പരിചയമാണ്. ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണ്, അവൾക്ക് കുറച്ച് വയ്യാഴികയുണ്ട്, അതുകൊണ്ട് പോകുന്ന കാര്യത്തെ പറ്റി സംസാരിക്കാൻ വന്നതാണെന്ന് അവൻ പറയുമ്പോൾ അയ്യോ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നോ, പറയണ്ടേ, ഞങ്ങൾ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് പൊക്കോളനായി പറയുമ്പോൾ ലിയ അവിടെ അവരുടെ ഇടയിൽ പെട്ടുപോവാണ്. എന്തായാലും അവൾക്ക് ഈ ഒരു സംഭവത്തോടു കൂടി അവൾ വിചാരിച്ച കണക്ക് അല്ലെങ്കിൽ ഗോസിപ്പ് പറഞ്ഞ കണക്ക് സോമുവും ഷിയും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടില്ല എന്നത് വ്യക്തമാവുന്നുണ്ട്. അങ്ങനെ തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഹെൽപ്പ് ചെയ്തതിന് സോമോ ഷിയോട് താങ്ക്സ് പറയുമ്പോൾ നിനക്ക് എന്നോട് ചുമ്മാ വഴക്കുണ്ടാക്കാനും വായി വരുന്നൊക്കെ പറയാനും നല്ല സാമർത്ഥ്യമാണല്ലോ, എന്ത് പുറത്തുള്ള ആളുകളോട് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് വാ തുറന്ന് പറയാത്തതെന്ന് അവൻ തിരക്കുമ്പോൾ അവരെ പോലെയാണോ നീ കുറച്ച് ഡിഫറെന്റ് അല്ലേന്ന്, അവന്റെ അടുത്ത് തനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടല്ലോ എന്നും പറയാനുള്ള ധൈര്യം തനിക്കുണ്ട് എന്ന രീതിയിൽ അവൾ റെസ്പോണ്ട് ചെയ്യുന്നു. ആ സമയം അവളുടെ ഒരു പ്രോജക്റ്റ് റിജക്ട് ആയത് അവളെ വല്ലാതെ അഫക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന അവൻ ആ പ്രോജക്റ്റ് പോയെങ്കിൽ സാരില്ല, മറ്റു ചില പ്രോജക്ട്സ് നിനക്ക് തരുന്ന കാര്യത്തെ പറ്റി ഞാനവിടെ സംസാരിച്ചിട്ടുണ്ടെന്നെല്ലാം അവളോട് പറയുന്നു. ഇതേ സമയം നിയാൻ ഒരു കഥ എഴുതാനായിട്ടുണ്ടായിരുന്നല്ലോ, അവൾ ആ കഥയൊന്നും സെറ്റ് ആവാത്തതിന്റെ പേരിൽ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ പ്രൊഡ്യൂസർ അവളെ വിളിച്ച് കഥയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അവൾ ഒരു കാഴ്ച കാണുന്നത്. ഷെന്നിയെ ഒരു പയ്യൻ അവൻ ഇട്ടിരുന്ന സ്വെറ്ററിന്റെ നൂല് വലിച്ചൂരിയെടുത്ത് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പയ്യൻ അത് നിർത്തുന്നില്ല, ഇങ്ങനെ വലിച്ചോണ്ടിരുന്ന മിക്കവാറും അവന്റെ സെറ്റർ നൂലിന്റെ ഒരു കെട്ടായി ആ പയ്യന്റെ കയ്യിലിരിക്കുന്ന ലക്ഷണമുണ്ട്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഇല്ലെന്ന നിയാൻ ആ പയ്യനെ വഴക്ക് പറയുന്നു. ഉടനെ അവൻ കരയാനായിട്ട് തുടങ്ങുമ്പോൾ ഷെന്നിക്കും ടെൻഷൻ ആവുന്നു. ഈ കരച്ചിൽ കേട്ട് ആ പയ്യന്റെ അച്ഛൻ ഓടി വരാണ്. ഷെന്നി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഒപ്പം ഇവളുടെ അസിസ്റ്റന്റ് ആയി കൂടെ നടക്കുന്നുണ്ട്. എന്തായാലും ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവന്റെ ബോസിന്റെ മകനാണത്. എന്നെ ഇവർ അടിച്ചെന്നും പറഞ്ഞ് ആ കൊച്ചു പയ്യൻ കള്ളം പറഞ്ഞ് കരയുമ്പോൾ അച്ഛൻ അത് കേൾക്കാൻ നോക്കിയിരിക്കായിരുന്നു. ഇവർക്ക് നേരെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ മര്യാദയില്ലാത്ത കൊച്ചും ഒട്ടും തന്നെ മര്യാദയില്ലാത്ത അച്ഛനും. പിന്നെ കൊച്ചെങ്ങനെ ഇങ്ങനെ അല്ലാണ്ടാവുന്നൊക്കെ അവൾ വഴക്ക് പറയാണ് അവരെ. ഓ ഇത്രയ്ക്ക് പറയാനൊന്നുമില്ല, അവ സ്വെറ്ററിന് കൂടി വന്ന ഒരു 50 രൂപ കാണോ, എന്നാ കൊണ്ടുക്കോന്ന് പറഞ്ഞ് അയാൾ കാശ് എടുത്ത് നീട്ടുമ്പോ വേണ്ട ഇത് താൻ തന്നെ കൈ വെച്ചോ, തന്റെ കൊച്ചിന് ഞങ്ങൾ അതിനെ വഴക്ക് പറഞ്ഞെന്ന് വിഷമായി എന്ന് പറഞ്ഞ് അടിച്ചെന്നൊക്കെ കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് കോലുമുട്ടായി വാങ്ങിച്ചു കൊടുക്കുന്ന പറഞ്ഞ് അവൾ കുറച്ച് കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഷെന്നിയെ വിളിച്ചോണ്ട് പോകുമ്പോൾ അവളുടെ ആറ്റിറ്റ്യൂഡ് അവനെ അങ്ങ് ഭയങ്കരമായി ഇംപ്രസ് ചെയ്തിരുന്നു. പക്ഷെ ഈ കാര്യം പിന്നെ കേൾക്കുന്ന സോമോ നീ എന്തിനാ ഷെന്നിയുടെ പിറകെ നടന്ന് ഇങ്ങനെ അവനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, അവനായിട്ട് വഴക്ക് പറയാതെ അതിൽ എങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടേനെ, നീ ചുമ്മാ ഇടയിൽ കയറി അവന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്, ഒന്നാമത് അവൻ കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു സോമോ ഇങ്ങനെ എന്തൊക്കെയോ പറയുമ്പോൾ ഞാൻ അവന് പ്രശ്നം ഉണ്ടാക്കിയോ, ഞാൻ അവനെ സഹായിക്കല്ല ചെയ്തതെന്ന് നീ ആകെ കൺഫ്യൂഷൻ. അവൾ എന്തായാലും നേരെ ഷെന്നിയെ കാണാനേ പോകുന്നുണ്ട്. ഷെന്നി അപ്പോൾ മറ്റേ കഫേയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവളെ കണ്ടപാടെ അവൻ അവൾക്ക് കഴിക്കാനായി ഫുഡൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം അവൾ മുന്നുണ്ടായ സംഭവത്തിന്റെ പേരിൽ സോറി പറയുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല, ആക്ച്വലി ഞാനായിരുന്നു അങ്ങനെ ഒരു പ്രതികരിക്കാനുള്ള സിറ്റുവേഷൻ നിനക്ക് ഉണ്ടാക്കാതെ അവിടെ പ്രതികരിക്കേണ്ടിയിരുന്നത്, പക്ഷെ ഞാനത് ചെയ്യാതെ പോയത് എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് അവൻ അവിടെ സംസാരിക്കുന്നു. എന്തായാലും അവൻ സാമ്പത്തികമായി അത്ര മുന്നിട്ട് നിൽക്കുന്ന ഒരാളല്ല എന്നാണ് അവൾക്ക് തോന്നുന്നത്. ഇവനൊരു കമ്പനിയിലെ ജോലിക്ക് പോകുന്നുണ്ട്, ഇവളുടെ അടുത്ത് അസിസ്റ്റന്റ് ആയി വരുന്നുണ്ട്, അതിന് കാശൊന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ കാശ് കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അവൻ ഇവിടെ കഫേയിലും വന്ന് നിൽക്കാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവൻ ഒത്തിരി പാർട്ട് ടൈം ജോലികൾക്ക് പോയി കഷ്ടപ്പെടുന്ന കണക്ക് അവളൊരു സംസാരം അവനോട് പറയുന്ന ടീം ഞാനിങ്ങനെ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകുന്നത് കാശിന്റെ ബുദ്ധിമുട്ട് കൊണ്ടല്ല എന്ന രീതിയിൽ അവൻ എന്തോ ഒന്നും പറയാൻ വരുന്നുണ്ടെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കാരണം അതുവഴി ഒരാൾ വരുന്നത് കാണുമ്പോൾ അവൻ വേഗം തന്നെ അവളെയും കൊണ്ട് മറിഞ്ഞു നിൽക്കാണ്. അവൾ പോയി കഴിയുമ്പോഴാണ് അവനൊന്ന് ഓക്കെ ആവുന്നത്. എന്ത് പറ്റി ആരാതെന്നല്ല അവൾ അത് കണ്ട് തിരക്കുമ്പോൾ അതെന്റെ അച്ഛനാ, നീ എന്താ അച്ഛനോട് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എനിക്കും എന്റെ അച്ഛനും ഇടയിൽ ഒരു ചെറിയ പ്രശ്നം. അച്ഛൻ എന്നെ ഫിനാൻസ് പഠിപ്പിക്കാനായിട്ടാണ് കോളേജിൽ കൊണ്ടുപോയി ചേർത്തത്. പക്ഷെ ഞാൻ അവിടെ ഡിപ്പാർട്ട്മെന്റ് മാറി. എനിക്ക് ടെക്നോളജി ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നതുകൊണ്ട് ആ വഴിക്ക് ഞാൻ എന്റെ പഠനത്തെ മാറ്റി. അതിന്റെ പേരിൽ ഞാനും അച്ഛനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ അറിയാതെ ഞാനിവിടെ കുറച്ച് റിസർച്ചും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ അവന്റെ പഠനത്തിന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവളെ കാട്ടിക്കൊടുക്കുമ്പോൾ അവൾക്ക് അതൊക്കെ വളരെയധികം ഇഷ്ടമാവുന്നുണ്ട്. അന്ന് രാത്രി ആവട്ടെ ഷീക്ക് വേണ്ടി കുറച്ചധികം വിഭവങ്ങൾ തയ്യാറാക്കി ഡെസേർട്ട് ഒക്കെ സ്പെഷ്യലായി തയ്യാറാക്കി സോമോ കാത്തിരിക്കായിരുന്നെങ്കിലും അവൻ ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. അടുത്ത ദിവസം രാവിലെ രണ്ടുപേരും കാണുന്ന ടീം ഞാൻ ഉണ്ടാക്കി വെച്ച് കേക്കൊക്കെ കഴിച്ചോന്ന് അവൾ തിരക്കുന്നുണ്ട്. കഴിച്ചോന്ന് അവൻ പറയുമ്പോൾ ഞാനത് ടേസ്റ്റ് പോലും ചെയ്തില്ല, കൊള്ളായിരുന്നോ എന്നിങ്ങനെ തനിക്ക് ഒരു ശകലം പോലും ടേസ്റ്റ് ചെയ്യാനായി കിട്ടിയില്ലല്ലോ എന്ന നിരാശയിൽ അവൾ പറയുമ്പോൾ അവൻ അവൾക്ക് വേണ്ടി മാറ്റി വെച്ച് അവളുടെ പോർഷൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. എന്നെ പറ്റി ഭയങ്കര കെയറിംഗ് ആണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തൊന്നും എനിക്ക് വേണ്ടി ഫുഡ് എടുത്ത് വെക്കില്ല. പക്ഷെ ഈ കെയറിംഗ് ഒന്നും സ്കൂളിൽ പഠിക്കുന്ന ടീം ഇല്ലായിരുന്നല്ലോ എന്നെല്ലാം അവൾ അവരോട് പറയുമ്പോൾ നീ അങ്ങനെ ശ്രദ്ധിക്കാത്ത എന്തോരം കാര്യങ്ങളുണ്ടെന്നായിരുന്നു അവന്റെ മറുപടി. എന്തായാലും സംസാരിച്ചിരിക്കാൻ നേരമില്ല, എനിക്ക് സ്കൂളിൽ പോകണമെന്നും പറഞ്ഞ് അവൻ പറയുമ്പോൾ സ്കൂളിലോ, അതെന്തിനാ സ്കൂളിൽ പോകുന്നതെന്ന് അവൾ തിരക്കുന്ന ടീം സ്കൂളിൽ എനിക്കൊരു ചെറിയൊരു കാര്യമുണ്ട്,
ഉണ്ട്, അതിന് പോവാണെന്ന് അവൻ പറയുമ്പോൾ ഒഫീഷ്യലായ കാര്യത്തിനാണ് അവൻ പോകുന്നതെന്ന് അറിയാമെങ്കിലും അവർ ഒന്നിച്ച് പഠിച്ച സ്കൂളായതുകൊണ്ട് അവിടെ പോകാനായിട്ട് അവൾക്ക് ഒരു ആഗ്രഹം. അങ്ങനെ അവളും അവനോട് റിക്വസ്റ്റ് ചെയ്ത് കൂടെ പോവാണ്. അങ്ങനെ സ്കൂളിലെത്തി ഹെഡ് മാസ്റ്ററിനെ ഇവർ കണ്ട് സംസാരിക്കുമ്പോൾ ഇവരുടെ ആ ഒരു സമയത്ത് ഹെഡ് മാസ്റ്റർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പുള്ളിക്കാരൻ അങ്ങനെ രണ്ടുപേരോടും കാര്യമായി സംസാരിച്ചു പോകുമ്പോൾ ഇപ്പൊ പുള്ളി എന്ത് കാര്യത്തിലാണ് സംസാരിക്കുന്നത്, പഠിക്കുന്ന സമയം എന്ത് ടെറർ ആയിരുന്നു എന്ന് അവൾ പറയുമ്പോൾ ചുമ്മാ പറയാതെ അന്നും ഈ സാർ ഒരു പാവമായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ നീ അന്നേ പഠിപ്പിയായതുകൊണ്ട് നിന്നോട് പാവമായിരിക്കും, എന്നോട് അങ്ങനെ അല്ലായിരുന്നു എന്ന് അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവരുടെ മാത്സ് സാറ് അവരെ കാണുന്നതും സംസാരിക്കാനായി എത്തുന്നതും. ഇവര് തമ്മിൽ കോൺട്രാക്ട് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായി അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം കാണുന്നവരുടെ കണ്ണിലെല്ലാം ഇവരെങ്ങനെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണല്ലോ. അവരുടെ ആ ഒരു കാര്യം ഈ സാറും അറിഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് രണ്ടുപേരുടെയും കല്യാണം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നാട്ടി പാട്ടാണെന്നൊക്കെ പറഞ്ഞ് അവരോട് കുശലം പറഞ്ഞു പോവാണ്. അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ച ആ ഒരു ക്ലാസ്സിലേക്ക് ചെല്ലാണ്. ഒന്നും മാറിയിട്ടില്ലല്ലേ, എല്ലാം പഴയ കണക്കുണ്ട്, എല്ലാം എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നല്ല. അവൾ ഭയങ്കരമായി നൊസ്റ്റു അടിക്കുന്നു. നിന്റെ ഡെസ്ക് മേറ്റ് ആയിട്ട് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു, അതൊക്കെ എനിക്കിത് ഇന്നലെ കഴിഞ്ഞ കണക്ക് ഓർമ്മ വരുന്നു എന്ന് അവൾ പറയുമ്പോൾ കഷ്ടപ്പെട്ടോ, ഞാൻ കാരണം നിനക്ക് അങ്ങനെ എന്ത് കഷ്ടപ്പെടാൻ ഉണ്ടായത് പറഞ്ഞെന്ന് അവൻ പറയുമ്പോഴാണ് അവൾ ആ ഫ്ലാഷ് ബാക്ക് പറയുന്നത്. ഷീ പഠിക്കുന്ന സമയത്ത് നല്ല പഠിപ്പി ആയതുകൊണ്ട് തന്നെ അവനെ ചുറ്റിപ്പറ്റി ഡൗട്ട് ചോദിക്കാനെന്ന പേരിൽ ഇഷ്ടം പോലെ പേര് കാണും, പ്രധാനമായും പെൺകുട്ടികൾ. സുമോളുടെ സീറ്റിലിരിക്കാനായി രാവിലെ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേ ഒരു കൂട്ടം പെൺപിള്ളേർ അവനെ ചുറ്റി വളഞ്ഞ് ഡൗട്ട് ചോദിച്ചോണ്ട് നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. ഒരു വിധമാണ് അവരൊക്കെ ഓടിച്ചു വിട്ട് കഴിഞ്ഞ് അവൾ ആ സീറ്റിലൊന്നും ഇരിക്കുന്നത്. അവൻ ലീഡർ ആയതുകൊണ്ട് തന്നെ അവന്റെ അടുത്താണ് കുട്ടികളൊക്കെ നോട്ട് മിസ്സിനെ സബ്മിറ്റ് ചെയ്യാനായി കൊണ്ടുവെക്കുന്നത്. അവന്റെ സീറ്റിൽ വെക്കാതെ ഇവളുടെ ടേബിളിലേക്ക് തള്ളിയാണ് അവർ ബുക്ക് വെക്കുന്നത്. അങ്ങനെ അവൾ അത് പിറക്കിക്കൊണ്ട് അടുക്കിയൊക്കെ വെക്കും. കൂടാതെ ഷീ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു പയ്യനാണ്. കൂടാതെ പഠിപ്പിയായതുകൊണ്ട് ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അവന്റെ ഹൈറ്റ് കാരണം പെറുകിയിരിക്കുന്നവർക്ക് ബോർഡ് കാണില്ലെങ്കിലും അവനോട് കുനിഞ്ഞിരിക്കാൻ അവർ പറയില്ല. പഠിപ്പിയാണല്ലോ, ലീഡർ ആണല്ലോ, അതിന്റെ ബഹുമാനമൊക്കെ കാരണം അടുത്തിരിക്കുന്ന സുമോയോടാണ് ഒന്ന് കുനിഞ്ഞിരുന്നത്, ഞങ്ങൾ ആ ബോർഡൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ എത്ര കഷ്ടപ്പാടുകൾ നിന്നെ പോലെ ഒരു പഠിപ്പിയുടെ അടുത്ത് ഇരുന്നു എന്നും പറഞ്ഞ് ഞാൻ സഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോന്നെല്ലാം അവൾ പറയുന്നത് കേൾക്കുമ്പോൾ അവന് ചിരിയാണ് വരുന്നത്. അങ്ങനെ അന്നത്തെ ആ ഒരു സ്കൂളിലെ കറക്കവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. ഇനി കുക്കിംഗ് ഒന്നും വയ്യ, ഫുഡ് വല്ല ഓർഡർ ചെയ്യാന്ന് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഷെന്നി വരുന്നത്. ഞാൻ ഇന്നിവിടെയാണ് നിൽക്കുന്നത് എന്ന് ഷെന്നി പറയുമ്പോൾ ആദ്യം അതിന്റെ പ്രശ്നം സോമോയ്ക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ പിന്നീട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞ് റിലാക്സ് ആയിരിക്കുന്ന ടീം ഞാൻ ഗസ്റ്റ് റൂമിൽ കിടന്നോളാം, നിങ്ങൾ ബെഡ്റൂമിൽ കിടക്കല്ലോ അല്ലേന്ന് അവൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാ ബെഡ്റൂമിൽ കിടക്കുന്ന മട്ടില് അറിയാതെ അവരുടെ വായി എന്ന് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ബെഡ്റൂമിലുള്ളത് രണ്ടുപേരും രണ്ട് മുറിയിലാണോ കിടക്കുന്നത്, നിങ്ങളൊന്ന് പോയെന്ന് പറഞ്ഞ് അവൻ ചിരിക്കുമ്പോഴാണ് തങ്ങൾ റിയൽ കപ്പിൾ ആണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് എന്ന കാര്യം അവർ വീണ്ടും ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും മാറി നിന്ന് ഡിസ്കസ് ചെയ്യാണ് എന്ത് ചെയ്യാമെന്ന്. ഇവനോടുള്ള കാര്യം പറഞ്ഞാലോ എന്ന് സോമോ തിരക്കുമ്പോ വേണ്ട, അവനൊരു ന്യൂസ് പേപ്പറാ, അവൻ എന്തെങ്കിലും അറിഞ്ഞാൽ അത് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഷീ അവളെ തടയാണ്. അല്ലെങ്കിൽ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞ് നിയാനെ അങ്ങോട്ടേക്ക് സോമോ വിളിച്ചു വരുത്തുന്നു. നിയാൻ വരുമ്പോ നീ എന്തിവിടെന്ന് ഷെന്നി തിരക്കുന്നുണ്ട്. എനിക്ക് പ്രണയത്തെ പറ്റി ഒരു കഥ എഴുതുന്ന ആവശ്യത്തിന് കുറച്ച് മനസ്സിലാക്കാനായിട്ടുണ്ട്. ഒരു മണ്ടന്റെ അടുത്ത് ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ട് ഒന്നും വർക്കൗട്ട് ആയില്ലാന്ന്. അതിന്റെ ഇടയിൽ ഷെന്നിയെ കളിയാക്കി സംസാരിക്കുന്ന അവൾ ഇവരിപ്പോ പ്രണയിക്കല്ല, അപ്പോ എനിക്ക് ഇവരിൽ നിന്ന് കുറച്ച് ഐഡിയാസ് കിട്ടാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ ഇന്ന് അവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാണ്. എന്തായാലും നീ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇവരെപ്പോഴാണ് പ്രണയിക്കാൻ തുടങ്ങിയത്, ഇവരുടെ ഫസ്റ്റ് കിസ് എന്നായിരുന്നു എന്നിങ്ങനെയെല്ലാം ഓരോ കാര്യങ്ങൾ ചോദിക്കാനായി പറയുമ്പോൾ ഞാനൊന്നും മിണ്ടാതിരിക്കുമ്പോൾ ഷെന്നി തന്നെ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ പറ്റുന്ന പോലെ ആൻസേഴ്സ് കള്ളമാണെങ്കിൽ പോലും ഷീയും പറയുന്നുണ്ട്. ആ സമയം നിങ്ങൾ കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുമ്പോൾ എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവൻ ഇങ്ങനെ അനാവശ്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിയാനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ. ഈ സമയം കൈകൾ കോർത്ത് പിടിക്കാനായി അവൻ നിർബന്ധിക്കുമ്പോൾ സോമോ മടിക്കുന്നുണ്ടെങ്കിലും ഷീ അവളുടെ കയ്യിൽ പിടിക്കുന്നു. ഈ സമയം ഇവനെ ഇവിടെ ഇരുത്തിയാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന നിയാൻ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഷെന്നി അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് സോമോ ഷീയുടെ കൈ വിടുവിക്കുന്നത്. അവൾക്കാണെങ്കിൽ അവനിങ്ങനെ പെട്ടെന്ന് അടുത്തിരുന്ന് കൈ പിടിച്ചപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണ് അവൾ ഇരുന്നിടത്ത് തന്നെ അവളുടെ ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ ഇവിടെ വെച്ചിട്ട് അവൾ വേറെ എങ്ങനെ ഈ ഫോൺ ചെയ്യാൻ പോകുന്നതെന്ന് ഓർക്കുന്ന അവന് അവൾ തന്നെ ഫേസ് ചെയ്യാനുള്ള നാണം കാരണം മാറിപ്പോയതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സോമോയും ഷീയും താമസിക്കുന്ന സ്ഥലത്തേക്ക് ഷെന്നി വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിയാന്റെ സഹായത്തിന് സോമോ വിളിക്കുന്നു. നിയാൻ ആകട്ടെ തന്ത്രപരമായിട്ട് ഷെന്നി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞാണ് അവൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷെ നേരെ കാറിൽ അവനെ ഇരുത്തി അവൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ്. ഈ കാറിൽ കയറിയിട്ടാണ് ഇപ്പൊ ഒരു അരമണിക്കൂറായി, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പോൾ താമസ സ്ഥലത്തൊന്ന് എത്തട്ടെ പറയാന്ന് പറഞ്ഞ് അവൾ അവനെയും കൂട്ടി അവളുടെ താമസ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ സോഫയിൽ ഇരുന്നിട്ടും അവൾ ഒന്നും പറയാതിരിക്കുമ്പോൾ ഇനിയെങ്കിലും ഒന്ന് പറയാന്ന് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ അവനോട് പ്രത്യേകിച്ച് അവൾക്ക് ഒന്നും പറയാനില്ല. വിഷയം മാറ്റാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പിന്നെ ഇപ്പൊ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് TV ഓണാക്കുന്നു. എന്തെങ്കിലും ടോപ്പിക്ക് മാറ്റാന്ന് വിചാരിച്ച് TV ഓണാക്കുമ്പോൾ TVയിൽ റൊമാൻറ്റിക് സീനുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. നിനക്ക് എന്നോട് പറയാനുള്ളത് മട്ടില് ആ സീൻ കണ്ട് അവൻ അവളെ നോക്കാണ്. പെട്ടെന്ന് ചമ്മി അവൾ ചാനൽ മാറ്റുന്നുണ്ട്. എന്തായാലും നാളെ പറയാന്ന് പറഞ്ഞ് അവൾ വേഗം ഉറങ്ങാനായി പോകുമ്പോൾ അവൻ അന്ന് അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവൻ ഉണരുമ്പോഴും അവൾ ഉണർന്നിട്ടില്ല.
അവനായിട്ട് നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ കിച്ചണിൽ എന്ന് വല്ല പാലോ ബ്രെഡോ വല്ലതും കഴിക്കാന്ന് വെച്ച് നോക്കുമ്പോൾ പാലും ബ്രെഡും എല്ലാം എക്സ്പയർ ആയ ഐറ്റമാണ്. ഫ്രിഡ്ജിൽ ഒരു വക നേരെ ചൊവ്വയുള്ള സാധനങ്ങളില്ല. അവൻ അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഈ പെണ്ണിന് എന്താ ഇതൊന്നും ചെയ്യാനായിട്ട് സമയമില്ലേ എന്ന് അവൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഹാളിലേക്ക് എത്തുമ്പോൾ മുഴുവൻ ആലാങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അവൻ അതും ക്ലീൻ ചെയ്യുന്നുണ്ട്. ഹാവു, അങ്ങനെ ഒരുവിധം റെഡിയാക്കിയെന്ന് ആശ്വസിക്കുമ്പോഴാണ്, അല്ല ഞാനെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, ഞാനെന്തിനാ ഇവളുടെ കാര്യത്തിൽ ഇങ്ങനെ കൺസേൺ ആവുന്നത് എന്നൊക്കെ അവനൊരു ഡൗട്ട്. ഇനി ഒരു പക്ഷേ ഞാൻ അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ, അയ്യോ അത് ശരിയാവില്ലല്ലോ എന്നോർത്ത് അവൾ ഉണരും മുന്നേ അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അവളാകട്ടെ പിന്നീട് എഴുന്നേറ്റ് വരുമ്പോ അവനെ കാണുന്നില്ലെങ്കിലും വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കണ്ട് ഇതൊക്കെ ചെയ്തത് അവനല്ലേ, എന്നിട്ട് അവനെന്താ ഒരു വാക്കും മിണ്ടാതെ പോയതെന്ന് മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. എന്തായാലും അവന്റെ കാര്യം ഓർക്കുമ്പോൾ വളരെ രസകരമായി അവൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. വേഗം അതൊക്കെ അവളുടെ കഥയ്ക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആയി എടുത്ത് അതൊക്കെ വേഗം തന്നെ എഴുതി വെക്കുന്നുമുണ്ട്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ഒരു ബിസിനസ് ട്രിപ്പിന് പോകാനായി ഷീ തയ്യാറെടുപ്പ് നടത്താണ്. ആ സമയത്താണ് ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ ലേഡീസ് അന്നൊരു ഡെസേർട്ട് പാർട്ടി നടത്തുന്നതിന്റെ മെസ്സേജ് അവരുടെ ഗ്രൂപ്പിൽ വരുന്നത്. എന്തായാലും ഞാനില്ല, നീ പോയി എൻജോയ് ചെയ്തിട്ട് വന്ന് പറഞ്ഞു അവൻ അങ്ങനെ ട്രിപ്പിന് പോകുന്നു. അങ്ങനെ ഡെസേർട്ട് പാർട്ടിക്ക് പോകുന്ന സമയത്താണ് സൂമു അവളുടെ ഈ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിലെ പല താമസക്കാരെയും പരിചയപ്പെടുന്നത്. അപ്പോഴാണ് അവളെ കാണുന്നത്. ഷീയുടെ ഗേൾ ഫ്രണ്ട് അവനോട് താമസാക്കി എന്നത് അറിഞ്ഞപ്പോഴും അവർ ആളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുശലമൊക്കെ പറയുന്നു. അപ്പൊ അവളുടെ ഫോട്ടോ ഒക്കെ അവരെടുത്ത് പുതിയ മെമ്പർ എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിലെ പോസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയം ആ മെസ്സേജ് കാണുന്ന ഷീ, എന്റെ ഗേൾ ഫ്രണ്ടിനെ നിങ്ങൾ നന്നായി കെയർ ചെയ്യുന്നു, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ തിരിച്ചയക്കുന്നു. അവളാകട്ടെ ബേക്ക് ചെയ്ത കേക്കിന്റെ പിക്ചർ എടുത്ത് അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. അവനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിന്റെ ഫോട്ടോ എടുത്ത് അവൾക്ക് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഇവര് ചാറ്റിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അവനിപ്പോ അടുത്തില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചാറ്റ് ചെയ്താണ് അവർ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും അങ്ങനെ ചാറ്റ് ചെയ്ത് ഒരു ദിവസം അവനാകട്ടെ അവൾക്ക് ഭയങ്കര ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉടനെ ഇന്ന് വീട്ടിലേക്ക് എത്തുന്ന അവൻ പറയുമ്പോ, അവൻ വരുമെന്ന് പറഞ്ഞതിനേക്കാൾ നേരത്തെ എത്തുമെന്ന് അറിയുമ്പോ അവൾക്ക് ഭയങ്കരമായ സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എത്തുമ്പോഴേക്കും അവന് വേണ്ടി നല്ല ഡിഷൊക്കെ അവൾ കുക്ക് ചെയ്ത് കാത്തിരിക്കുന്നു. ഇവരിപ്പോ കാണിക്കുന്നതൊക്കെ കണ്ട കോൺട്രാക്ട് റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുകയില്ല. തനിക്കായിട്ട് നല്ല ഭക്ഷണങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന അവൾക്ക് ഒരു ബ്രേസ്ലെറ്റ് ഗിഫ്റ്റ് ചെയ്യാനും അവൻ മറന്നിരുന്നില്ല. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അടുത്ത ദിവസം ഓഫീസില് സൂമോയ്ക്ക് ഒരു പ്രശ്നം. അവരുടെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അവർക്കൊരു ആർട്ടിസ്റ്റിനെ വേണം. ഏത് ആർട്ടിസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം എന്നൊരു ഡിസ്കഷൻ നടക്കുമ്പോൾ തനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ പേര് സൂമോ പറയുന്നുണ്ട്. പേര് ഷെൻ എന്നാണ്. പക്ഷെ ആ പേര് കേൾക്കുമ്പോൾ ആ ആർട്ടിസ്റ്റ് വരുമോ? ആൾ ഇതുവരെ പബ്ലിക് അപ്പിയറൻസ് നടത്തിയിട്ടില്ല. നമുക്ക് ആകെപ്പാടെ പുള്ളി വരച്ചിട്ടുള്ള പെയിന്റിങ്സേ അറിയൂ, പിന്നെ ഈ ഒരു പേരും അറിയൂ. ഇത് ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയില്ല. പിന്നെ ഇങ്ങനെ ഇതുവരെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്ത ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വരുമെന്നല്ല അവർ പറയുമ്പോൾ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് സൂമോ പറയുന്നുണ്ട്. ഈ സമയം സൂമോയുടെ ഐഡിയ വർക്കൗട്ട് ആവാതിരിക്കാനായി ലിയ മറ്റ് ചില ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. സൂമോയ്ക്ക് താൻ കാണണമെന്ന് ആഗ്രഹിച്ച തന്റെ വളരെ ഫേവറേറ്റ് ആയ ആ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നെങ്കിലും അത് നടക്കില്ല എന്ന് തോന്നുമ്പോൾ നല്ല നിരാശയൊക്കെ ഫീൽ ആവുന്നുണ്ട്. എന്തായാലും അന്നാകട്ടെ കൊളീഗ്സിന്റെ കൂടെ ഇതിന്റെ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് ഉണ്ടായിരുന്ന കഫേന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല മഴ. അവിടെ ഒരു പയ്യൻ അർജന്റായി എവിടേക്കോ പോകണം, പക്ഷെ ഈ മഴ കാരണം കുടയില്ലാതെ പോകാൻ കഴിയില്ലല്ലോ എന്ന ആ ഒരു നിരാശ നിറഞ്ഞ ഭാവത്തിൽ നിൽക്കുന്ന ആ ഒരു കാര്യം കാണുന്ന സോമോ ആ പയ്യന് തന്റെ കയ്യിലുള്ള കുട കൊടുക്കുന്നു. ഇത് ഞാൻ എപ്പോഴാണ് റിട്ടേൺ ചെയ്യേണ്ടത്, എവിടെയാ തരേണ്ടത് എന്നൊക്കെ അവൻ തിരക്കുമ്പോ, ഇല്ല ഇപ്പൊ കയ്യിൽ വെച്ചോ, നിങ്ങളുടെ ആവശ്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോവാണ്. അവളെ ആ സമയം ഫ്രണ്ട്സ് സൂമോ വാ പോകാന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴേക്കും ലിയ കോണ്ടാക്ട് ചെയ്യാൻ വിചാരിച്ച ആർട്ടിസ്റ്റ് ഒന്നും തന്നെ ഇവരുടെ പ്രോഗ്രാമിന് വരാനായി തയ്യാറല്ല. ഈ സമയം ഇത് മനസ്സിലാക്കുന്ന സൂമോ അവൾ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയ ആർട്ടിസ്റ്റിനെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാനായി നോക്കുന്നു. ആ സമയത്താണ് ആ ആർട്ടിസ്റ്റ് ആരാണ് എന്നത് നമ്മൾ കാണുന്നത്. അത് മുന്നേ അവൾ കൂടെ കൊടുത്ത് സഹായിച്ച ആ പയ്യനാണ്. യഥാർത്ഥത്തിൽ അന്ന് സൂമോയെ അവൻ കണ്ടെങ്കിലും അതിനു മുന്നേ തന്നെ കാണാതെ ഇവർക്കിടയിൽ ഒരു പരിചയമുണ്ട്. ഈ ആർട്ടിസ്റ്റ് ഇതുവരെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്റെ ചിത്രങ്ങളിലൂടെ വളരെ പ്രശസ്തനായ ഒരാളാണ്. പക്ഷെ എല്ലാവർക്കും ഒരു തുടക്ക സമയം എന്നൊന്നുണ്ടല്ലോ. ആർട്ടിസ്റ്റിന്റെ തുടക്കത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ആള് വരച്ചിരുന്ന പടങ്ങളൊക്കെ ഇപ്പോഴത്തെ പോലെ വളരെ ഹാപ്പി ബ്രൈറ്റ്സ് ആയിരുന്നില്ല. പുള്ളിയുടെ ലൈഫിലെ പല സങ്കടങ്ങളും ഒക്കെ മൂലം കറുപ്പും ചുമലയും നിറങ്ങൾ മാത്രം ഉപയോഗിച്ച് വളരെ വിഷമം കലർന്ന പല പിക്ചേഴ്സും വരച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അതിന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഇത് ആളുകൾ ഇഷ്ടപ്പെടില്ല, ക്രിട്ടിസൈസ് ചെയ്യും എന്ന ധാരണയിൽ ഉടനടി ഡിലീറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അന്നൊക്കെ ഈ ആർട്ടിസ്റ്റിന്റെ പിക്ചേഴ്സ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി സ്ഥിരം മെസ്സേജ് അയക്കുമായിരുന്നു. അവൾ പടം വരയ്ക്കാനായി അദ്ദേഹത്തെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ഇവർ പരസ്പരം കണ്ടിട്ടില്ല, ജസ്റ്റ് പേര് മാത്രമേ അറിയുള്ളൂ. കൂടാതെ അങ്ങനെ ഇരിക്കെ ആ പെൺകുട്ടി അവളുടെ ലൈഫിൽ ഭയങ്കര സന്തോഷകരമായ ഒരു ന്യൂസ് ആർട്ടിസ്റ്റിനെ മെസ്സേജിലൂടെ അറിയിച്ചു. അവർക്ക് ജോലി കിട്ടി എന്നത്. ആ ജോലി കിട്ടിയ കമ്പനി ഇന്നും ആളുടെ മനസ്സിലുണ്ട്. കഴിഞ്ഞ ദിവസം സൂമോ കൂടെ കൊടുത്തിട്ട് പോകുമ്പോൾ അവളുടെ പേര് ഉറക്കെ വിളിക്കുന്നത് കേട്ടതും അവൾ ഇട്ടിരുന്ന ടാഗിൽ നിന്ന് അവളുടെ ഓഫീസ് ഏതാണെന്ന് മനസ്സിലായതും ഇവളാണ് തനിക്ക് മെസ്സേജ് അയക്കുന്ന ആ പെൺകുട്ടി എന്ന കാര്യം ആർട്ടിസ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെന്നാകട്ടെ ഇപ്പോ തന്നെ കോണ്ടാക്ട് ചെയ്യാനായി അതേ സൂമോ തന്നെ നോക്കുന്നു
എന്ന് മനസ്സിലാക്കി അവൾക്ക് തന്നെ നേരിട്ട് കാണാനായി അപ്പോയിന്റ്മെന്റ് നൽകുന്നു. അങ്ങനെ ആളുടെ തന്നെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് വെച്ച് അവർ കണ്ടുമുട്ടാണ്. അവിടെ വെച്ച് ഷെൻ മുന്നിൽ പോയി നിൽക്കുമ്പോൾ താൻ കൂടെ കൊടുത്ത് സഹായിച്ച പയ്യൻ എന്ന ഒരു രീതിയിലെ സൂമോ ആദ്യം ആളിനെ തിരിച്ചറിയുന്നുള്ളൂ. പക്ഷെ പിന്നീട് സംസാരിക്കുമ്പോഴാണ് ഇതാണ് ആർട്ടിസ്റ്റ് ഷെൻ എന്നത് അവൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരിക്കലും വന്ന് കണ്ടപ്പോൾ പോലും നിങ്ങൾ ആർട്ടിസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. എന്റെ ഫേവറേറ്റ് ആണ് നിങ്ങൾ. പെയിന്റിങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയും ആരാധിച്ച് ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നപ്പോൾ പോലും ഒരു ആൺകുട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ പെയിന്റിങ്സും പേരും മാത്രം വെച്ച് ആ പെയിന്റിങ്സിന്റെ വലിയ ഫാനായി മാറി ഞാൻ ഒരു പെൺകുട്ടിയാണെന്ന് കരുതിയിരുന്നത് എന്നൊക്കെ അവൾ ഇങ്ങനെ പറയുന്നുണ്ട്. കൂടാതെ അവിടെ ഷെൻ ഇപ്പൊ വരച്ചു വെച്ചിരിക്കുന്ന പെയിന്റിങ്സ് കണ്ട് ഇത് വളരെ ഹാപ്പി മൂഡായിരുന്നപ്പോ വരച്ച പിക്ചറാണെന്ന് ഇത് കണ്ടാലേ അറിയാമെന്ന് പറഞ്ഞ് അവൾ പറയുന്നത് എല്ലാം ശരിയാണ്. ഒരു ആർട്ടിസ്റ്റ് ആയ തന്നെ പെയിന്റിങ്സ് കണ്ട് മാത്രം ഇതുവരെ പരിചയം ഉണ്ടായിരുന്ന സൂമോ എത്രത്തോളം തന്റെ പെയിന്റിങ്സിനെയും തന്റെ മൂഡിനെയും ഒക്കെ ആ പെയിന്റിങ്സ് വെച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്ന് ഭയങ്കര അത്ഭുതപ്പെടുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച ശേഷം സൂമോ അവൾ വന്നിരിക്കുന്ന ഒഫീഷ്യലായ കാര്യത്തെ പറ്റി സംസാരിക്കുന്നു. അവർ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒരു ഡോക്യുമെന്റ് ആയി നൽകുമ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമേ ഷെന്നിന് ഉണ്ടായിരുന്നില്ല. നോക്കാതെ തന്നെ വരാമെന്ന് സമ്മതിക്കുന്നു. സൂമോയ്ക്ക് ഭയങ്കരമായ സന്തോഷമാവുന്നുണ്ട്. ഇതേസമയം ഈ കാര്യങ്ങൾക്കൊക്കെ സൂമോ ബിസിയായി നടക്കുന്നത് കൊണ്ട് തന്നെ അവളെ വെയിറ്റ് ചെയ്ത് വീട്ടിലിരിക്കുന്ന ഷീ ഇവളിത് എപ്പോ വരും ഇങ്ങനെ കാത്തിരിക്കുമ്പോ കോളിംഗ് ബെൽ അടിക്കുന്നു. വേഗം ചെന്ന് നോക്കുമ്പോ പ്രതീക്ഷ കണക്ക് സൂമോ അല്ല ഷെന്നി ആയിരുന്നു. അങ്ങനെ ഷീയോട് സംസാരിച്ചിരിക്കുമ്പോ ഷെന്നി അവൻ എങ്ങനെയാണ് സൂമോയാണ് ഇഷ്ടമെന്നത് മനസ്സിലാക്കിയതെന്ന ഡൗട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ഒരുപക്ഷെ നിയാനോട് തനിക്ക് എന്തെങ്കിലും താല്പര്യം തോന്നി തുടങ്ങിയോ അതോ അവളോടുള്ള തന്റെ ഈ ഫീലിങ്സ് ഒരു പ്രണയമാണോ എന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് അവൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാനായി നോക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും നിയാൻ മുന്നേ ഷെന്നി വന്ന് സംസാരിച്ച് പോയ ശേഷം അവൾ എഴുതിയ ആ ഒരു കഥ പ്രൊഡ്യൂസറെ കാട്ടിയിരുന്നു. ഇതിലും എന്തെങ്കിലും തിരുത്തലുകളൊക്കെ അയാൾ ആവശ്യപ്പെടുമെന്ന് കരുതിയാണ് അവളത് കാണിച്ചതെങ്കിലും പുള്ളിക്കാരൻ അത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഇതേ കണക്ക് തന്നെ കഥ ഇനിയും എഴുതണമെന്നും അവളോട് ആവശ്യപ്പെട്ടു. അവളാകട്ടെ അങ്ങനെ കഥ എഴുതാനായിട്ട് ഇരിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഷെന്നിയെ തന്നെ വീണ്ടും ചെന്ന് കണ്ട് സംസാരിക്കാം. അപ്പൊ അവന്റെ അടുത്ത് നിന്നാണല്ലോ തനിക്ക് ഇൻസ്പിറേഷൻ വരുന്നതെന്ന് ഓർത്തവൾ അവനെ കാണാനായി കഫേയുടെ അവിടെ അവൻ ഉണ്ടാകുമെന്ന് കരുതി പുറപ്പെട്ടു പോകുന്നു. എന്റെ ഈ സമയത്ത് ഇവിടെ നിന്ന് അവൻ അവളെ കണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് വന്നേ ഒരാവശ്യമുണ്ടെന്നും അവൾ അവനെ കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ അവനോട് കൂടുതൽ സംസാരിച്ചൊക്കെ ഓരോ ഐഡിയാസ് കിട്ടുന്ന അവൾ അതൊക്കെ കഥയായി എഴുതി കാട്ടുമ്പോൾ പ്രൊഡ്യൂസർക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു. ഈ കഥ എഴുതുന്ന ആളുടെ മനസ്സിൽ പ്രണയം തുളുമ്പി നിൽക്കുന്ന കണക്കാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. സത്യം പറ നിങ്ങൾ ആരെയോ പ്രണയിക്കുന്നില്ലേ എന്ന് പ്രൊഡ്യൂസർ തിരക്കുമ്പോഴാണ് അവൾക്ക് ഇപ്പൊ താൻ ഇനിയെ പ്രണയിക്കാൻ തുടങ്ങിയോ, അതുകൊണ്ടാണോ തനിക്ക് റൊമാൻറ്റിക് കഥയൊക്കെ എഴുതാനായി അവനിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടുന്നതെന്ന് അവൾക്ക് തന്നെ ഒരു ഡൗട്ട്. അങ്ങനെ എന്തെങ്കിലും ഓഫീസില് സൂമോ ക്ഷണിച്ചത് പ്രകാരം ഷെൻ അവരുടെ കാര്യങ്ങൾക്ക് വരുന്നു എന്നത് അവൾക്ക് അവിടെ ഭയങ്കര ഇമേജ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ എളുപ്പമൊന്നും ഷെന്നിന്റെ അപ്രൂവൽ ലഭിക്കുകയായിരുന്നില്ല. പ്രത്യേകിച്ച് ലിയയുടെ മുന്നിൽ അവൾക്ക് അത് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു അവസരം തന്നെയായിരുന്നു. അങ്ങനെ അതിന്റെ കാര്യങ്ങൾക്കൊക്കെയായി അന്നും വീട്ടിലേക്ക് നേരത്തെ പോകാൻ അവൾക്ക് കഴിയില്ല. ഷെന്നിനെ കണ്ട് അവരുടെ പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടുള്ളത് കൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് എത്തുള്ളൂ എന്ന് അവൾ ഷിയെ അറിയിക്കുന്നുണ്ട്. ഷിയായിട്ട് അവളിപ്പോ ഓരോ കാര്യങ്ങൾക്ക് ബിസിയായി നടക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു നിരാശയിലാണ്. സോമോ ഷെന്നിനെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട് ഫുഡ് കഴിച്ച് സംസാരിക്കുന്ന സമയം എന്താ ഇപ്പോ പഴയ കണക്കൊന്നും എനിക്ക് മെസ്സേജ് അയക്കാത്തതെന്ന് അവൻ തിരക്കുന്നുണ്ട്. ജോലി ഓരോ കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ടാ എന്നിങ്ങനെ അവളും പറയുന്നു. അങ്ങനെ അവരവിടെ സംസാരിച്ചിരിക്കുന്നത് ഷിയെയും സോമോയും അറിയാവുന്ന ഒരാൾ കാണുന്നുണ്ട്. വേഗം തന്നെ സാറ് പുറത്തുണ്ടോ, ഗേൾ ഫ്രണ്ടിന് ഇവിടെ റെസ്റ്റോറന്റിൽ കണ്ടു, കൂടെ ഉള്ളത് സാറാണെന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ അല്ല ഞാൻ എന്റെ വീട്ടിലാ ഉള്ളതെന്ന് അവനും പറയുന്നുണ്ട്. ആണോ, ഓക്കെ ഓക്കെ, സാറിന്റെ ഗേൾ ഫ്രണ്ട് ഇവിടെ റെസ്റ്റോറന്റിൽ അപ്പൊ വേറെ ആരുടെ കൂടെ ഉള്ളതെന്ന് തോന്നുന്നു, ഞാൻ കണ്ടപ്പോ സാറാണെന്ന് തെറ്റിദ്ധരിച്ച് ചോദിച്ചതേ ഉള്ളതെന്നും പറഞ്ഞ് ആ വിളിച്ചിരിക്കുന്ന ആള് അങ്ങനെ ഒരു തീപ്പൊരി അവിടെ ഇട്ടിട്ട് കോള് കട്ട് ചെയ്യുമ്പോൾ ഷീക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവൻ വേഗം തന്നെ സൂമോയ്ക്ക് അവൾ എവിടെയാണുള്ളതെന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുകയും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അവളെ പിക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അല്ല ആരെ കണ്ണൻ ഇവിടെ വന്നതെന്ന് ഒന്നും അറിയാത്ത രീതിയിൽ ഷീ തിരക്കുന്ന ടീം ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ജോലി സംബന്ധമായ ഒരു ആർട്ടിസ്റ്റിനെ കോൺടാക്ട് ചെയ്ത കാര്യം, പുള്ളിക്കാരനെയാണ്. പറഞ്ഞു വരുമ്പോഴല്ലേ മനസ്സിലാവുന്നത് ഈ പുള്ളിയെ ഞാൻ തിരിച്ചറിയാതെ ഒരു തവണ ഹെൽപ്പ് ചെയ്തിരുന്നു. കൂടാതെ അതിന് മുന്നേ തന്നെ ഞങ്ങൾ നന്നായി ചാറ്റ് ചെയ്യുമായിരുന്നു എന്നൊക്കെ അവൾ ഇങ്ങനെ പറയുമ്പോൾ അവൾ ആർട്ടിസ്റ്റിനെ പറ്റി ഒരുപാട് അങ്ങ് നല്ല രീതിയിൽ സംസാരിക്കുന്നത് ഷീക്ക് സഹിക്കുന്നില്ല. അവന് വല്ലാത്തൊരു അസൂയൊക്കെ ഫീൽ ആവുന്നുണ്ട്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും പതിയെ നിയാന് അവൾ ഷെന്നിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കാരണം എപ്പോഴും അവന്റെ ഓർമ്മയൊക്കെയാണ് അവൾക്ക് വരുന്നത്. ഇവൻ സ്വപ്നം കാണുന്നത് പോലും അവളെയാണ്, സ്വപ്നം കാണുന്നത് പോലും അവനെയാണ്. അങ്ങനെ അവളാകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോഴാണ് അവൻ എനിക്ക് 2 ഫിലിം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, കാണാൻ പോവാൻ കൂടെ വരുന്നു എന്ന് തിരക്കുന്നത്. അവൾ ആദ്യം ബിസിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന്റെ കൂടെ പോകാതിരിക്കാൻ മനസ്സ് തരുന്നില്ല. അതുകൊണ്ട് വരാമെന്ന് പറയുന്നു. അതിനുശേഷം വേഗം സൂമോയെ കോൾ ചെയ്ത് അവൾ ഏത് ഡ്രസ് ഇടണോന്നൊക്കെ തിരക്കാണ്. ഇതേ സമയം ഷെന്നിയും ഷിയെ കോൾ ചെയ്ത് അവൻ ഇതുപോലെ മൂവി ഡേറ്റിന് പോവാണ്, ഏത് ഷർട്ട് ഇടണോന്നൊക്കെ തിരക്കുമ്പോൾ രണ്ടുപേരും ഇവർക്ക് സിമിലർ ഔട്ട്ഫിറ്റ് ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ വിളിച്ചു ചോദിച്ചവർക്ക് അറിയില്ല അവര് തങ്ങക്കിട്ട് ഒരു പണി തന്നതാണെന്ന്. എന്തായാലും ഫ്രണ്ട്സിന്റെ നിർദ്ദേശം കേട്ട്
അവര് പറഞ്ഞ ആ ഡ്രസ്സ് ഇട്ട് റെഡിയായി തിയേറ്ററിൽ വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടുമ്പോഴാണ് ഇരട്ട പെറ്റ കണക്ക് രണ്ടുപേരും ഒരേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് കണ്ട് അവര് തന്നെ ഞെട്ടിപ്പോകുന്നത്. നമ്മൾ തമ്മിൽ ഇത്രയും മനപ്പൊരുത്തുവോന്ന് അവര് പോലും അന്തം വിട്ടിരിക്കുന്നു. അങ്ങനെ എന്തായാലും അവരവിടെ ഒന്നിച്ച് സിനിമ കണ്ടും അതിനുശേഷം ഓരോന്ന് സംസാരിച്ച് നടന്നു അങ്ങനെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിലേക്ക് ആ ഒരു കൊളാബറേഷന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനൊക്കെയായി ഷെൻ വരുന്നുണ്ട്. അവിടെ വെച്ച് അവര് ടീം മെമ്പേഴ്സ് എല്ലാവരും ഷെന്നിനോട് സംസാരിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഷീയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. സൂമോ അതിന്റെ ഇടയിൽ ഒരു കോള് അറ്റൻഡ് ചെയ്യാനായി മാറിപ്പോകുന്ന സമയത്താണ് സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ ഗേൾ ഫ്രണ്ടും നിങ്ങളുടെ വലിയ ഫാൻ ആണെന്ന് ഷീ സംസാരിക്കുന്നത്. ഒരു ദിവസം പരിചയപ്പെടുത്തണം എന്നിങ്ങനെ അത് കേട്ട് വളരെ കാഷ്വൽ ആയി ഷെൻ പറയുമ്പോ ഓൾറെഡി പരിചയപ്പെട്ടതാണ്, സൂമോ ആണ് തന്റെ ഗേൾ ഫ്രണ്ട് എന്ന് ഷീ ഇവിടെ വെളിപ്പെടുത്തുമ്പോ ഷെൻ ആകെപ്പാടെ ഒരുമാതിരി ഭാവത്തിലാവുന്നുണ്ട്. കാരണം അവൻ ഒരിക്കൽ പോലും സൂമോ മറ്റൊരാളുടെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം താൻ ഒന്നും അല്ലാത്ത സമയത്ത് പോലും തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത തന്റെ ഫാനായ, പിന്നീട് തന്നെ നേരിട്ട് കണ്ടപ്പോഴും താൻ ആരാണ് എന്താണ് എന്നറിയാതെ തന്നെ സഹായിച്ച സൂമോയോട് വല്ലാത്തൊരു താല്പര്യം ഷെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവൾ കമ്മിറ്റഡ് ആണ്, അവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിയുന്ന അവൻ ആകെപ്പാടെ വല്ലാണ്ട് നിൽക്കാണ്. ഇതേസമയം മനഃപൂർവ്വം തന്നെ അവനെ അത് ഷീ അറിയിച്ചതാണ്. ഇവരുടേതൊരു കോൺട്രാക്ട് റിലേഷൻഷിപ്പ് കണക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ കൊണ്ടുപോവുകയാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൻ അവളോട് ഒരു താല്പര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ജോലി സംബന്ധിച്ചാണെങ്കിൽ പോലും വേറൊരാളോട് കൂടുതൽ സംസാരിക്കുന്നതൊന്നും തന്നെ അവൻ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് അവൾ ഈ ആർട്ടിസ്റ്റിന്റെ വലിയ ഫാനാന്നൊക്കെ പറയുമ്പോൾ പൊതുവെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ കഴിവുള്ള ടാലന്റഡ് ആയിട്ടുള്ള പാട്ട് പാടുന്ന ഡാൻസ് കളിക്കുന്ന അങ്ങനെയുള്ള ആളുകളോട് ഒരു പ്രത്യേക താല്പര്യം തോന്നാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് അറിയിക്കുന്നത് വരെ ഷീക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ഷിയാൻ ഷെന്നിയെ കാണാനായി അവൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അവിടേക്ക് എത്തുന്നു. അവന്റെ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് അവൻ മെസ്സേജ് അയച്ചുകൊണ്ട് അവനോട് പുറത്തു പോകാനായിട്ടാണ് അവൾ വന്നിരിക്കുന്നതെങ്കിലും അവനെ ജോലി കഴിഞ്ഞിട്ട് വിടാതെ അവന്റെ മാനേജർ, നമ്മളൊരു എപ്പിസോഡിൽ കണ്ടില്ലേ ഒരു കൊച്ചിന്റെ അച്ഛൻ, പുള്ളിക്കാരനാണ് അവന്റെ മാനേജർ. ആളിപ്പോ എക്സ്ട്രാ പണിയൊക്കെ കൊടുത്തിരുത്താനേ നോക്കുമ്പോൾ അവൻ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. എന്റെ വർക്ക് കഴിഞ്ഞിട്ടല്ലേ ഞാൻ പോകാൻ നോക്കുന്നതെന്നൊക്കെ അവൻ സംസാരിക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്ത് അയാൾ സംസാരിക്കുകയാണ്. ആ സംഭാഷണം കേട്ട് അങ്ങനെ മിണ്ടാതിരിക്കാനായി നിയാന് തോന്നിയില്ല. അവൾ അകത്തേക്ക് കയറി വന്ന് ഈ മാനേജറിനോട് രണ്ടെണ്ണം പറയുന്ന സമയത്ത് മാനേജർ നിയാനോട് തിരിച്ചു ദേഷ്യപ്പെടുന്നു. മുന്നേ നിയാനെ ഒരു ബുക്ക് എഴുതുന്ന കാര്യത്തിന് വേണ്ടി ഇവർ അപ്രോച്ച് ചെയ്തിരുന്നു. അങ്ങനെ ഈ മാനേജർക്ക് പരിചയമുണ്ട്. അതുകൂടാതെ ആ കൊച്ചിന്റെ കാര്യത്തിലും പരിചയമുണ്ടല്ലോ. അപ്പൊ ആള് കുറച്ച് ഇഷ്ടക്കേടോട് കൂടിയാണ് നിയാനോട് സംസാരിക്കുന്നത്. ഈ സമയത്താണ് അത്രയും നേരം തന്നെ ഓരോന്ന് പറഞ്ഞപ്പോഴും ഒരു ലിമിറ്റ് വിട്ട് ദേഷ്യപ്പെടാതെ കേട്ടുകൊണ്ട് നിന്ന ഷെന്നി ദേഷ്യപ്പെടുന്നത്. അവന് നിയാനെ അകാരണമായി ഇങ്ങനെ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഷെന്നി പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഷെന്നി ആ ഒരു ഓഫീസിലെ ഒരു സാധാരണ എംപ്ലോയി അല്ല, മറിച്ച് അവന്റെ അച്ഛനാണ് ആ ഓഫീസിന്റെ ചെയർമാൻ എന്നത്. എന്നിട്ടും അവനൊരു സാധാരണ എംപ്ലോയി ആയി അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമായി അവിടെ നിൽക്കുകയായിരുന്നു. അത് ആ മാനേജർക്കും പുതിയൊരു അറിവായിരുന്നു. അവൻ സാധാരണ ഒരു ജോലിക്കാരനാണെന്ന് ധാരണയിലാണ് അവനോട് മെക്കിട്ട് കയറിക്കൊണ്ടിരുന്നത്. എന്തായാലും ആളിപ്പോ ചമ്മിപ്പോന്നു. ഇതെല്ലാം കേട്ട് നിന്ന് നിയാനും അത് ആദ്യമായി അറിയുന്നത് കൊണ്ട് തന്നെ അവളും ഭയങ്കരമായി അന്തം വിട്ടിരിക്കുകയാണ്. എന്നാലും ഷെന്നി തന്നോട് എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി സൂചിപ്പിച്ചില്ല എന്ന് അവൾക്ക് കുറച്ച് ദേഷ്യം വരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പിന്നീട് സൂമോയെ കാണുമ്പോൾ ഷെന്നി തന്നോട് കള്ളം പറഞ്ഞത് എന്തിനായിരിക്കും എന്നുള്ള ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അവൻ കള്ളം പറഞ്ഞാൽ എന്താ കുഴപ്പം, അത് വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നായിരുന്നു സൂമോ പറയുന്നത്. എന്നാലും അവൻ എന്നെ ഒരു അന്യായി കണ്ടതുകൊണ്ടല്ലേ ഇങ്ങനെ കള്ളം പറഞ്ഞതെന്ന് അവൾ അപ്പോഴും പിറുവിറുക്കുമ്പോ, ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം വലിയ കാശുകാരിയാണെന്ന് നീ അറിഞ്ഞാല് നിനക്ക് എന്നോട് ദേഷ്യം തോന്നുമോ, നീ എന്നോട് മിണ്ടാണ്ട് നിൽക്കുമെന്നില്ല. സൂമോ തിരക്കുമ്പോ ഇല്ലില്ല അങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നീ എന്റെ നല്ല ഫ്രണ്ട് ആണെങ്കിൽ നിനക്ക് കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ പറയുമ്പോ, അപ്പൊ പിന്നെ ഷെന്നിയുടെ കാര്യത്തിൽ മാത്രം എന്താ വ്യത്യാസം, അവൻ എങ്ങനെയായാലും നീ ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ വേണ്ടതെന്ന് സൂമോ തിരക്കുമ്പോഴാണ്, അപ്പോൾ സാധാരണ ഒരു ഫ്രണ്ട് ആയിട്ടല്ല മറിച്ച് അവന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരാളായിട്ടാണ് നീ അവനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് അവൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അസൂയ ഫീൽ ആവുന്നതെന്ന് സൂമോ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ രസകരമായി നടക്കുന്നുണ്ട്. അടുത്ത ദിവസമായിട്ട് സൂമോയുടെ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രോഗ്രാം ആർട്ടിസ്റ്റ് ഷെന്നുമായി നടത്തുന്നുണ്ടല്ലോ, അതിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്താണ് തന്റെ ലൈഫിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് കടന്നു വന്ന ഒരു പെൺകുട്ടിയെ പറ്റി പേര് വെളിപ്പെടുത്താതെ ഷെൻ സംസാരിക്കുന്നത്. കൂടാതെ അവൾ വളരെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് അവളെ സിംബലൈസ് ചെയ്യുന്ന ഒരു പടവും അവൻ അവിടെ വരയ്ക്കുന്നുണ്ട്. അതിൽ ഒരു പെൺകുട്ടി ചുവന്ന ഒരു കുട പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അവൾക്ക് ഷെൻ തന്നെ സ്പെഷ്യലായി കാണുന്നുണ്ടോ എന്നൊരു ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴേക്കും അടുത്ത് നിന്ന് ഷീക്കും ഈ കാര്യങ്ങളൊക്കെ കണ്ട് കാര്യങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന ഒരു ധാരണയും വരുന്നുണ്ട്. ആ പ്രോഗ്രാമിന് ശേഷം തന്റെ കൂടെ ഡിന്നർ കഴിക്കാനായി ഷെൻ സൂമോയെ ക്ഷണിക്കുമ്പോൾ അത് കേട്ട് അവിടെ നിൽക്കുകയായിരുന്ന ഷീ അതിനെന്താ നമുക്ക് എല്ലാവർക്കും ഡിന്നർ കഴിക്കാൻ പോകാലോ എന്ന് പറഞ്ഞ് കൂടെ പോകാനായി തയ്യാറാവുന്നു. അങ്ങനെ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു ഡിന്നറിന് അവർ അങ്ങനെ പോവാണ്. ഷെൻ സൂമോയെ മാത്രം വിളിച്ച ഒരു പ്രൈവറ്റ് ഡിന്നർ വിചാരിച്ചപ്പോ ഷീ അത് കുളമാക്കി ഇങ്ങനെ കൊണ്ടാക്കി. അങ്ങനെ അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൂമോയെ അവളുടെ അമ്മ ഫോൺ ചെയ്യുന്നത്. തുടർന്ന് അവൾ ഷീയുമായി മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്നു. അവരിപ്പോ അമ്മയുടെ കണ്ണിലെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണല്ലോ, അപ്പൊ ആ ഒരു രീതിയിൽ സംസാരിച്ച് അങ്ങനെ അമ്മയ്ക്ക് ഡൗട്ട് തോന്നാതെ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നന്നായി തന്നെ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൾ ഷീയോട് സംസാരിക്കുമ്പോൾ ആ
സംഭാഷണം അതുവഴി എത്തുന്ന ഷൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവർ യഥാർത്ഥ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അല്ല എന്നത് അവനപ്പം മനസ്സിലാവുന്നു. പക്ഷെ അപ്പൊ അതിനെപ്പറ്റി അവരോടൊന്നും സംസാരിക്കാതെ ഒരു ചിരിയോടുകൂടി തനിക്ക് ഒരു ഹോപ്പ് ഉണ്ട് എന്ന ഒരു രീതിയിലാണ് ഷൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോകുന്ന സമയം ഈ കഴിവുള്ള പയ്യന്മാരെ പെൺപിള്ളേർക്ക് പെട്ടെന്ന് ഇഷ്ടാവും അല്ലെ. ആ കഴിവിന്റെ കൂട്ടത്തിൽ ഈ പടം വരയും പെടുമോ എന്നല്ല ഒന്നും അറിയാത്ത രീതിയിൽ ഷീ തിരക്കാണ്. തീർച്ചയായും പടം വരയ്ക്കുന്നതും ഒരു വലിയ കഴിവാണെന്ന് അത് കേട്ട് സൂമോ പറയുമ്പോ ഞാനും ഭയങ്കരമായിട്ട് പടം വരയ്ക്കായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ സമ്മാനം പടം വരയ്ക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നെല്ലാം അവൻ തട്ടിവിടുമ്പോ ഹൈസ്കൂളില് നീ എന്റെ കൂടെ പഠിച്ചെന്നുള്ളത് മറക്കണ്ട. ഇങ്ങനെ തള്ളുമ്പോ വല്ലാണ്ടങ്ങ് തള്ളി നാണം കെടണ്ടെന്നെല്ലാം അവൾ അവനെ കളിയാക്കുന്നു. ഇതേ സമയം തന്നോട് ഐഡന്റിറ്റി മറച്ചു വെച്ചെന്ന കാര്യത്തില് നിയാൻ ഷെന്നിയോട് കുറച്ച് പിണക്കം ഭാവിക്കുന്നുണ്ട്. അവനും അവളോട് താൻ കള്ളം പറഞ്ഞതിന്റെ ദേഷ്യത്തിലായിരിക്കും അവൾ ഇനി എങ്ങനെ അവളെ ഫേസ് ചെയ്യുന്നുള്ള മടിയില് രണ്ടുപേരും അങ്ങനെ കുറച്ചു നേരം കാണാതെയും മെസ്സേജ് അയക്കാതെയും വിളിക്കാതെയും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതങ്ങോട്ട് സഹിക്കുന്നില്ല. ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാതെ ഇരിക്കുന്ന സമയത്താണ് അവർ പരസ്പരം എത്ര ഇഷ്ടപ്പെടുന്നു എന്നത് രണ്ടുപേരും മനസ്സിലാക്കുന്നത്. തുടർന്ന് കാണാതിരിക്കാൻ വയ്യാതെ അവർ കണ്ടുമുട്ടുമ്പോൾ അവൻ അവന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയുകയും അവൾ അത് വളരെ സന്തോഷത്തിൽ അക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ അവർ പ്രണയിക്കുകയും ചെയ്യുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും സൂമോയും ഷിയും അഭിനയിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ഷൻ ഒരാവശ്യത്തിന് ഷിയെ കാണുന്ന സമയം ഷീ അവനോട് ആ ഒരു പെയിന്റിങ്ങിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ആ പ്രോഗ്രാമില് താൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ് ചുവന്ന കൊട പിടിച്ച ഒരു പെൺകുട്ടിയുടെ പിക്ചർ ഷൻ വരച്ചിരുന്നല്ലോ. ആ പെൺകുട്ടി എന്റെ ഗേൾ ഫ്രണ്ട് ആണ്, നിങ്ങളത് മറക്കണ്ടെന്ന്. വരച്ചിരിക്കുന്നത് സൂമോയെ പറ്റിയാണെന്ന് മനസ്സിലാക്കി തന്നെ അവൻ സംസാരിക്കുമ്പോ അതിനിപ്പോ എന്താ, ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫേക്ക് ഗേൾ ഫ്രണ്ട് അല്ല, റിയൽ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ ഓപ്പൺ ആയി പറയാം, എനിക്ക് വളരെ സത്യസന്ധമായി തന്നെ സൂമോയെ ഇഷ്ടമാണ്. അവൾക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പ്രണയിക്കുക തന്നെ ചെയ്യുമെന്ന് ഒരുമാതിരി വെല്ലുവിളി കണക്കായിരുന്നു അവന്റെ സംസാരം. അത് ഷീയെ വളരെയധികം ചൊടിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഓഫീസിലെത്തുന്ന സൂമോ അവിടെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവളുടെ പേര് ഗുവാൻ എന്നാണ്. ഗുവാൻ ഷീയുടെ ഗേൾ ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞാണ് സൂമോയുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്നത്. ഷീയുടെ ഫ്രണ്ട് ആണ് താനെന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ ഗുവാൻ വിദേശത്ത് ഷീ ഉണ്ടായിരുന്ന സമയം അവന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്ന രീതിയിൽ ചില സംസാരമൊക്കെ അവിടെ സൂമോ കേൾക്കാനിടയാവുന്നു. അവൾക്ക് അത് ഭയങ്കരമായി സങ്കടമാവുന്നുണ്ട്. അപ്പോ അവൻ തന്നെ ഫേക്ക് ആയിട്ട് ഡേറ്റ് ചെയ്യുന്നതല്ലേ, തനിക്ക് അവനോട് തോന്നിയ കണക്ക് ഒരു ഇഷ്ടമൊന്നും അവന് തിരിച്ച് തന്നോട് കാണില്ലല്ലേ, അവൻ ഇവളായിരിക്കല്ലേ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അവൾക്ക് തോന്നുന്ന ടെൻഷൻ. അന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞ് ഗുവാന്റെ കാര്യം ഷിയോട് ചോദിക്കണോ? വേണ്ട, ശരിയാവില്ല, ഞാൻ അവന്റെ വെറും കോൺട്രാക്ട് ഗേൾ ഫ്രണ്ട് അല്ലേ, അപ്പൊ എനിക്ക് അവന് ശരിക്കും റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചങ്ങനെ അറിയേണ്ട കാര്യമില്ലല്ലോ, അവൻ എന്ത് വിചാരിക്കുന്നു ചിന്തിച്ച് അവൾ അത് ചോദിക്കാൻ മടിക്കുന്നു. ഈ സമയം അവനെ ഗുവാൻ ഫോൺ ചെയ്യും. അവൻ പെട്ടെന്ന് ധൃതിയിൽ ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അന്ന് രാത്രി ഫുൾ അവൻ തിരിച്ചു വന്നതുമില്ല. അതെല്ലാം തന്നെ സൂമോയെ ഭയങ്കരമായി സങ്കടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഷിയയും സൂമോയെയും നിയാനും ഷെന്നിയും വിളിക്കുന്നു. അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു ചെറിയ ക്യാമ്പിംഗ് ട്രിപ്പിന് അവർ പോകുന്നുണ്ട്. അപ്പൊ ആ സ്ഥലത്തേക്ക് ഇവരെയും കൂടെ വിളിച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് ഓറഞ്ച് ഒക്കെ പൊളിച്ചെടുക്കാനായി സൂമോ നോക്കുമ്പോൾ അത് കണ്ട് ഷീ അവളെ സഹായിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ വേറൊരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു എന്ന തെറ്റിദ്ധാരണ അവളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവൾ ഒരുമാതിരി ഇഷ്ടക്കേടോടുകൂടി അവനോട് പെരുമാറുന്നു. പക്ഷെ അവളുടെ ഉള്ളിലെ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇവളിങ്ങനെ പെരുമാറുന്നതെന്ന് അവനറിയില്ല. ഒരുപക്ഷെ അവൾക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമുള്ളത് കൊണ്ടാണോ തന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് അവൻ കരുതുന്നുള്ളൂ. അങ്ങനെ അവരവിടെ ഉള്ള സമയം അതേ സ്ഥലത്തേക്ക് ഗുവാനും അവളുടെ കുറച്ച് കൊളീഗ്സും കൂടി ക്യാമ്പിങ്ങിന് വരുന്നുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഷീയും ഗുവാനും മാറി നിന്ന് സംസാരിക്കുന്നു. ആ സമയത്താണ് ഗുവാന്റെ അമ്മയ്ക്ക് വഴിയാഴിക വന്നപ്പോൾ അതിനുവേണ്ടി അവനെ സഹായത്തിന് വിളിച്ചതാണെന്നും അവൻ വേഗം വന്ന് ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് എന്നും അവൾ പറയുമ്പോൾ ഇന്നലെ അവൻ അവളെ കാണാനായി പോയതാണെങ്കിലും അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് പോയതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നിന്റെ കോട്ട് എന്റെ കയ്യിലുണ്ട്, ഞാനത് പിന്നെ തന്നാ പോരെ, ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ നീ മറന്നു വെച്ചതാണെന്നെല്ലാം അവൾ പറയുന്നതും കൂടി കേൾക്കുമ്പോൾ ഇവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് തന്നെ സൂമോ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് ഓരോന്നൊക്കെ എല്ലാരും കൂടി ഒത്തിരുന്ന് സംസാരിക്കുന്നൊക്കെ സമയം ഗുവാന്റെ കൊളീഗ്സിനൊക്കെ സംസാരം കേൾക്കുമ്പോൾ ഗുവാന്റെയും ഷീയുടെയും ഇടയിൽ താൻ ഒരു കട്ടുറുമ്പാണെന്ന രീതിയിൽ അവർ കുത്തി കുത്തി സംസാരിക്കുന്നത് കണക്ക് സൂമോയ്ക്ക് ഫീൽ ആവുന്നുണ്ട്. അവൾക്ക് ഇതൊക്കെ വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നു. അവൾ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന നിയാൻ, നീ എന്തിനാ അപ്സെറ്റ് ആയിരിക്കുന്നത്, നിനക്ക് ശരിക്കും ഷിയോട് താല്പര്യമൊന്നും ഇല്ലല്ലോ, പിന്നെ അവൻ ആരെ പ്രണയിച്ചാൽ നിനക്കെന്താ, നീ ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ അവളെ മോട്ടിവേറ്റ് ചെയ്യാണ്. അങ്ങനെ എന്തായാലും ഈ ഗുവാന്റെ കാര്യത്തിലുള്ള തെറ്റിദ്ധാരണ സൂമോയുടെ ഉള്ളിൽ കയറിയതോടുകൂടി അവൾ ഷിയോട് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ആവശ്യത്തിന് ജോലി സംബന്ധമായ ഒരു ട്രിപ്പ് സൂമോ പോവാണ്. അവൾ അവിടെ എത്തിയെന്ന് സേഫായി ഇരിക്കുകയാണോന്നെല്ലാം ഷീ വിളിച്ച് തിരക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഗുവാൻ അവിടെയുള്ള കാര്യവും അവൻ പറയുമ്പോൾ ഇവൻ എപ്പോഴും അവളുടെ ചിന്തയുള്ളൂ, അവളെ പറ്റി പറയാനായിട്ടാണോ എന്നെ ഇപ്പോൾ വിളിച്ചെന്നുള്ള ഭാവത്തില് സൂമോ വേഗം കോള് കട്ട് ചെയ്യുന്നു. ഇതേ സ്ഥലത്ത് തന്നെ ആർട്ടിസ്റ്റ് ഷെന്നു ഉണ്ടായിരുന്നു. അങ്ങനെ അവന്റെ ശ്രദ്ധ മുഴുവൻ അവിടെ ഉള്ളപ്പോ സൂമോയിൽ തന്നെയാണ്. അവൾ എന്തോ അപ്സെറ്റ് ആണെന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ തെറ്റുകൾ വരുത്തുന്നതൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന അവൻ ഇവർക്ക് എന്താ പനി വല്ലതും ഉണ്ടോ എന്ന് വിചാരിച്ച് വേഗം മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് വരുമ്പോൾ അവൾ പനിയൊന്നുമില്ല, എന്റെ മനസ്സിന്റെ കുറച്ച് സങ്കടം അത്രേ ഉള്ളൂ എന്നല്ല അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ മൊത്തത്തിൽ കുലുങ്ങുന്നത്. ആദ്യം അവൾക്ക് അവളുടെ മനസ്സിന്റെ വിഷമം കാരണം ഇങ്ങനെ കുലുങ്ങുന്നത് കണക്ക് തോന്നുന്നതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ആക്ച്വലി അതായിരുന്നില്ല, ഭൂമി കുലുക്കമായിരുന്നു. അങ്ങനെ സൂമോക്കുള്ള ഈ ഒരു ഏരിയയിൽ ഭൂമി കുലുക്കം ഉണ്ടായെന്ന ന്യൂസ് പെട്ടെന്ന് തന്നെ റേഡിയോ വഴി കാറ് ഡ്രൈവ് ചെയ്ത് ഒരു ബിസിനസ് ആവശ്യത്തിന് പോവുകയായിരുന്ന ഷീ അറിയുന്നുണ്ട്. അവന് വേഗം വെപ്രാളാവുന്നു. അവളെ കോൾ ചെയ്ത് നോക്കുമ്പോൾ കോളിൽ കിട്ടുന്നില്ല. വേഗം തന്നെ അവളുള്ള സ്ഥലത്തേക്ക് അവൻ പുറപ്പെട്ടു പോകുന്നു. അങ്ങനെ അവിടെ എത്തി അവളെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അതേ സ്ഥലത്ത് ഗുവാൻ ഉള്ളത് കൊണ്ട് തന്നെ ഗുവാന്റെ
ഗുവാന്റെ അച്ഛൻ ഷിയെ ഫോൺ ചെയ്ത് ഗുവാനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മോനൊന്നും അവളെ നോക്കണേന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്യുന്നത്. സൂമോയെ അന്വേഷിച്ചാണ് ഷീ ഇവിടെ എത്തിയതെങ്കിലും ഗുവാന്റെ അച്ഛൻ ഇങ്ങനെ അവളുടെ കാര്യം വിളിച്ച് പറയുന്ന ആ സമയം തന്നെ എന്റെ കാലിന് പരിക്കേറ്റെന്നും പറഞ്ഞ് ഗുവാൻ ഷീയുടെ മുന്നിലേക്ക് വരുന്നു. ഉടനെ പിന്നെ സൂമോയെ അന്വേഷിക്കാൻ നിൽക്കാതെ വയ്യാന്ന് പറയുന്ന ഗുവാനെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ഷീ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു കാഴ്ച കറക്റ്റ് ആയി തന്നെ സൂമോ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവൾക്ക് അവൻ തന്നെ പറ്റി കെയർ ചെയ്യുന്നില്ല, ഇതേ സ്ഥലത്ത് താനുണ്ടായിട്ട് തന്നെ പറ്റി അവൻ അന്വേഷിക്കേണ്ട, അവന് ഗുവാനാണ് വലുത് എന്ന തെറ്റിദ്ധാരണ മനസ്സിലുണ്ടാവുന്നു. അങ്ങനെ ഇവളെ നോക്കി നിൽക്കുന്നത് കാണാതെ വേഗം ഹോസ്പിറ്റലിലേക്ക് ഗുവാനെ കൊണ്ടുപോകാനായി ഹോട്ടലിന് വെളിയിലെ ടാക്സിയിൽ അവളെ കയറ്റി വിടുന്ന ഷീ അപ്പോഴും സൂമോ അവിടെ നിൽക്കുന്നത് കണ്ടില്ല. പക്ഷെ ഷെന്നാകട്ടെ ഈ സമയം നമുക്ക് പോകാം ബാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനായി ഒരു ടാക്സി വിളിച്ച് സൂമോയെ അതിൽ കയറ്റുന്ന ആ ഒരു കാഴ്ചയാണ് ഷീ കാണുന്നത്. അവൻ കാണുമ്പോൾ എന്താ അവനെ മൈൻഡ് ആക്കാതെ സൂമോ ഷെന്നിന്റെ കൂടെ പോകുന്നതായി അവന് തോന്നുന്നു. അങ്ങനെ അവന്റെ മനസ്സിലും ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നു. ഇവിടെ ഒരു ആവശ്യത്തിന് വന്നതാണെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടും അല്ലാതെ മനസ്സിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതെ പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് സൂമോ പറഞ്ഞത് പ്രകാരമാണ് ടാക്സി ഷെൻ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഇവരിപ്പോ പോകുന്നത്. അങ്ങനെ വീട്ടിലേക്ക് ഷീ മടങ്ങി എത്തിക്കഴിയുമ്പോൾ തനിക്ക് കുറച്ച് സീരിയസ് ആയി സംസാരിക്കണമെന്ന് പറഞ്ഞ് ഷീയും കൂട്ടി പുറത്തേക്ക് പോകുന്ന സൂമോ അവനോട് നമുക്കിടയിലുള്ളത് കോൺട്രാക്ട് അല്ലേ, ആ കോൺട്രാക്ട് എന്നും ഇതേ കണക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ, നമ്മളിൽ ആരെങ്കിലും ഒരാൾക്ക് ഇത് മതിയെന്ന് തോന്നുമ്പോൾ മതിയാക്കണമെന്നും നമ്മൾ തീരുമാനിച്ചിരുന്നു. ഇപ്പൊ ആ കോൺട്രാക്ട് അവസാനിപ്പിക്കേണ്ട നേരമായെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഇനി നമുക്ക് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായി അഭിനയിക്കേണ്ട എന്നായിരുന്നു സൂമോ ഷീയോട് പറയുന്നത്. എന്തെന്ത് പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനമെന്ന് അവൻ തിരക്കുമ്പോ ഇപ്പോഴാണ് ഇതിനെ പറ്റിയ സമയമെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഇത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നൊന്നുമില്ല അവൾ പറയുമ്പോ. എന്നാ രണ്ടുപേരും മനസ്സിലെ തെറ്റിദ്ധാരണ മര്യാദയ്ക്ക് സംസാരിച്ച് മാറ്റാനുള്ള ഒരു എഫേർട്ട് എടുക്കാതെ അവൾ വേറൊരാളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇതിപ്പോ അവസാനിപ്പിക്കാൻ നോക്കുന്നതെന്ന തെറ്റിദ്ധരിച്ച് അവൻ വേറൊരാളെ ഇഷ്ടപ്പെടുന്നു എന്ന തെറ്റിദ്ധാരണയിൽ അവളും ഈ ഒരു കോൺട്രാക്ട് അവസാനിപ്പിച്ച് അങ്ങനെ രണ്ടു വഴിക്ക് പിരിയുകയാണ്. ആ ഒരു സമയം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പാർട്ട്ണറിനെ നമുക്ക് കിട്ടട്ടെ എന്ന് അവൾ അവനെ വിഷ് ചെയ്താണ് അവിടെ നിന്ന് പിരിയുന്നത്. അങ്ങനെ കൂട്ടുകാരായിരുന്ന ഇവർ വീണ്ടും കണ്ടുമുട്ടുകയും പിന്നീട് ഒരു കോൺട്രാക്ടിന്റെ ഭാഗമായി ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായി അഭിനയിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷെ ആ സമയം രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയെങ്കിലും പറയാതെ മനസ്സിൽ ഒളിപ്പിച്ച ആ ഒരു ഇഷ്ടം തെറ്റിദ്ധാരണകൾ മൂലം ഇപ്പോ വീണ്ടും അവരെ അകറ്റുകയാണ്. അങ്ങനെ തിരിച്ച് നിയാന്റെ അടുത്തേക്ക് സൂമോ എത്തുന്നു. ആ ഒരു സമയത്താണ് നിയാൻ ഈ നടന്ന കാര്യങ്ങളെ പറ്റി അറിയുന്നത്. അവൾക്ക് ഇവരിങ്ങനെ വേർപിരിയുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവരൊരു കോൺട്രാക്ട് റിലേഷൻഷിപ്പിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് റിയൽ ആക്കിക്കൂടെയെന്നെല്ലാം അവൾ വളരെ കാര്യമായി അവർ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിങ്ങനെയാണ് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല സങ്കടമാവുന്ന അവൾ ഈ കാര്യത്തെ പറ്റി ഷെന്നിയുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ ഷെന്നിക്ക് പക്ഷേ ഇതിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇവർ രണ്ടുപേരുടെയും ഫ്രണ്ട്സ് ആണല്ലോ. സൂമോയുടെ മാത്രം ഭാഗത്ത് നിന്ന് ഷിയെ കുറ്റപ്പെടുത്താൻ ഷെന്നിക്കോ അല്ലെങ്കിൽ ഷെന്നിയുടെ ഭാഗത്ത് നിന്ന് സൂമോയെ കുറ്റപ്പെടുത്താനായി നിയാനോ കഴിയില്ല. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അമ്മ ഫോൺ ചെയ്യുന്നുണ്ട്. എപ്പോഴും സൂമോയെ ഫോൺ ചെയ്ത് ഷിയോടും കൂടി സംസാരിച്ചാണ് അമ്മ ആ കോള് വെക്കാറുള്ളത്. അതേ കണക്ക് തന്നെ ഇപ്പോ ഷീക്ക് ഫോൺ കൊടുക്കുന്ന അമ്മ പറയുമ്പോൾ അമ്മ ഇനി അവനെ പറ്റി എന്നോട് പറയണ്ട, ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന് അവൾ അമ്മയോട് പറയുന്നു. അമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നവരായിട്ടാണ് അമ്മയ്ക്ക് ഇവരെ കണ്ടപ്പോൾ തോന്നിയിരുന്നത്. എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടും അവളൊന്നും തന്നെ വിട്ടു പറയുന്നില്ല. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയം സൂമോയെ ഒരു ഫിലിം കാണാൻ പോവാനായി ഷെൻ വിളിക്കുന്നുണ്ട്. അവൾ ആ ഫിലിം കാണാനായി ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ അവന്റെ ക്ഷണം സ്വീകരിച്ച് പോകുന്ന സമയത്ത് പക്ഷെ അവൻ ഇൻഡയറക്റ്റ് ആയി അവളോടുള്ള ഇഷ്ടം പറയാൻ വരുമ്പോഴേക്കും നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്നൊരു ടോക്ക് അവൾ അതിൽ എടുത്തിടുന്നു. നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമല്ലേ എന്ന് അവനും അപ്പൊ അപ്സെറ്റ് ആയി ഉള്ളിലെ ഇഷ്ടം അവളോട് പറയാനേ വരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും തന്റെയും ഷീയുടെയും ഇടയിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഷെൻ ഇപ്പോൾ തന്നോട് ധൈര്യത്തിൽ ഈ ഒരു ഇഷ്ടം തുറന്നു പറയുന്നതെന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെൻ തന്നെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ വന്നു എന്ന കാര്യം നിയാനോട് സൂമു പറയുന്ന സമയം അത് നിയാനെ കാണാനായി എത്തുന്ന ഷെന്നി കേൾക്കുന്നുണ്ട്. അവനത് കേൾക്കേണ്ട താമസം വേഗം തന്നെ ഷീയെ വിവരം അറിയിക്കുമ്പോൾ ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് പറഞ്ഞില്ല, ഒരാള് നിന്റെ ഗേൾ ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോഴേക്കും അതാ ഷെൻ അല്ലേന്ന് ഇങ്ങോട്ട് ഷീ തിരക്കുമ്പോ അപ്പോൾ നിനക്ക് എല്ലാത്തിനെയും പറ്റി ഒരു ധാരണ ഉണ്ടല്ലോ എന്ന് അവനും ആകെ അന്തം വിടുന്നു. ഷെൻ പ്രപ്പോസ് ചെയ്ത ആ ഒരു സമയം തന്നെ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്ന് പറഞ്ഞ് സൂമു അവന് നല്ലൊരു മറുപടി കൊടുത്തു എന്നും കൂടി കേൾക്കുമ്പോൾ ഷീക്ക് ഒരു സമാധാനം ആവുന്നുണ്ട്. അപ്പോൾ താൻ പ്രതീക്ഷയാണ് അവൾക്ക് അവനോട് ഒരു താല്പര്യമില്ല, അതിന്റെ പേരിലല്ല തന്നെ ഇപ്പൊ ഈ കോൺട്രാക്ട് അവസാനിപ്പിക്കാനായി അവൾ നിർബന്ധിച്ചതെന്ന് മനസ്സിലാക്കുന്നവൻ അവളെ ഒന്ന് ചെന്ന് കണ്ട് സംസാരിച്ചാലോ എന്നിങ്ങനെ മനസ്സിലോർത്ത് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും അവൻ ഒരു ഫോൺ കോൾ വരുന്നു. വിളിച്ചിരിക്കുന്നത് ആരാണെന്ന് അറിയില്ല, പക്ഷെ എന്തോ വെപ്രാളത്തിൽ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ അവൻ എങ്ങോട്ടോ വേഗം പുറപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നീട് സൂമോയെ നിയാൻ കോൺടാക്ട് ചെയ്ത് ഷെന്നി ഒരു റിസർച്ച് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നല്ലോ, അതെല്ലാം സക്സസ് ആയി. അപ്പൊ അതിന്റെ ഒരു ചെറിയ പാർട്ടി അവൻ നടത്തുന്നുണ്ട്, നീ വരണമെന്ന് പറയുന്നു. അവൾ അത് കേട്ട് മിണ്ടാതിരിക്കുമ്പോ ഷീയൊന്നും വരില്ല, അവൻ ഇവിടെയില്ല, വിദേശത്ത് പോയിരിക്കുകയാണെന്ന് നിയാൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ എന്തോ വീണ്ടും അവൾക്ക് സങ്കടമാവുന്നു. ഷിയെ ആ പാർട്ടിയിൽ വെച്ച് കണ്ടാൽ കൊള്ളാമെന്ന് സൂമോയ്ക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അവൾ അങ്ങനെ ആ പാർട്ടിയിൽ പങ്കെടുക്കുന്ന ആ ഒരു സമയത്ത് ഷിയെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു, അവനൊന്ന് വീഡിയോ കോൾ ചെയ്താലോ എന്നിങ്ങനെ പറഞ്ഞ് ഫോൺ ചെയ്യാനായി ഷെന്നി ഒരുങ്ങുമ്പോഴേക്കും സൂമോയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാകും എന്ന് തോന്നുന്ന ഞാൻ എടാ നീ മാറി നിന്ന് സംസാരിക്കുന്ന അവനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് പോയി ഫോൺ ചെയ്യുന്ന സമയം ബാക്ക്ഗ്രൗണ്ടില് സൂമോ ഇരിക്കുന്നത് ഷീക്ക് കാണാം. അവൻ സംസാരിക്കുമ്പോൾ ഉടനീളം അവളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അവളാകട്ടെ
നിയാനോട് തനിക്ക് ബ്രേക്കപ്പ് ആയെങ്കിലും ഒരു ഗ്യാപ്പ് പോലും തനിക്ക് തരാതെ തന്റെ അമ്മതെ ബ്ലൈൻഡ് ഡേറ്റിന് പോകാനായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഒഴിഞ്ഞു മാറാൻ പറ്റുന്നേയില്ല, പോവാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവളിങ്ങനെ അതിന്റെ പേരിൽ ടെൻഷൻ ആവുമ്പോ നീ പോ, പറ്റിയ ഒരാളെ കിട്ടിയാൽ ലൈഫ് സെറ്റിൽ ആക്കാലോ, എത്ര നാളായി ഇങ്ങനെ സിംഗിൾ ആയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും നിർബന്ധിക്കാണ്. അങ്ങനെ അമ്മ സെറ്റ് ചെയ്ത ബ്ലൈൻഡ് ഡേറ്റിന് ഒരു റെസ്റ്റോറന്റിലേക്ക് അടുത്ത ദിവസം സൂമോ പോകുമ്പോ അമ്മ വിളിച്ച് അവൾക്ക് അടയാളം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു വൈറ്റ് ഷെയ്ഡ് കോട്ട് ഇട്ടിരിക്കുന്ന ആളാണ് നിനക്ക് ബ്ലൈൻഡ് ഡേറ്റിനുള്ള പയ്യനെന്ന്. അത് കേട്ട് ആരാണതെന്ന് അവൾ ചെന്ന് നോക്കുമ്പോ അവിടെ കാണുന്നത് ഷിയയാണ്. നീ എന്താ ഇവിടെന്ന് അവൾ അത് കണ്ട് ചോദിക്കുമ്പോ നീ എന്തിനാണോ ഇവിടെ വന്നത്, അതിന് തന്നെയാ ഞാനും വന്നതെന്ന് അവനും പറയുന്നു. ഞാൻ മുന്നേ നിന്നോട് പറയേണ്ടതായിരുന്നു, പറയാതിരുന്നത് കൊണ്ടാണ് നിനക്ക് പല തെറ്റിദ്ധാരണയും ഉണ്ടായതെന്ന് എനിക്ക് വൈകിയാണ് മനസ്സിലായതെന്ന് പറയുന്നവൻ അവൾ വിചാരിക്കുന്ന കണക്ക് തനിക്കും ഗുവിനും ഇടയിൽ ഒരു ബന്ധവുമില്ലെന്നും അവർ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്. അന്ന് ധൃതി പിടിച്ച് അവളുടെ ഫോൺ വന്നപ്പോ താൻ പോയത് അവളുടെ അമ്മയ്ക്ക് വയ്യ എന്നറിഞ്ഞ് ആ കാര്യങ്ങൾക്കായിട്ടാണെന്നും അവൻ പറയുമ്പോഴേക്കും അതൊന്നും എന്നെ കൂടുതൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, നമ്മളങ്ങനെ റിയൽ റിലേഷൻഷിപ്പിലൊന്നും അല്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ എന്നെ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുന്നത്, നിങ്ങൾ തമ്മിൽ എന്തായാലും എനിക്കെന്താണെന്ന് പറയുന്ന അവൾ ഇപ്പൊ എന്തുദ്ദേശത്തിലാണ് ബ്ലൈൻഡ് ഡേറ്റിൽ നിന്നും പറഞ്ഞ് അവൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് തിരക്കുന്നുണ്ട്. ഫേക്ക് മാരേജ് ചെയ്യാനായി ഒരു പെൺകുട്ടിയാണോ അന്വേഷിക്കുന്നത്, അതോ റിയൽ മാരേജ് ചെയ്യാനായിട്ടാണോ അവന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നവൾ എന്ത് തന്നെയാണെങ്കിലും തന്റെ ഫീലിംഗ്സിനെ വെച്ച് ഇനിയും തമാശ കാണിക്കാൻ താൻ തയ്യാറല്ലെന്നും താൻ റിയലായി തനിക്കൊരു പാർട്ട്ണറിനെ അന്വേഷിച്ചാണ് ഇപ്പൊ ഈ ബ്ലൈൻഡ് ഡേറ്റിന് വന്നതെന്നും അതിന്റെ ഇടയിൽ ചുമ്മാ ടൈം പാസ് ചെയ്യാനോ ഫേക്കായി നിൽക്കാനോ തനിക്ക് താല്പര്യമില്ലെന്നും ബുദ്ധിമുട്ടിക്കാതെ പോകണമെന്നും അവനോട് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ അവൻ അവളെ തടയുന്നു. ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നീയുമായി ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് വിവാഹം ചെയ്താലോ എന്നിങ്ങനെ അവൻ ചോദിക്കുമ്പോൾ അവൾ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ആ നോട്ടം കാണുന്നവൻ നാളെ എങ്കിൽ നാളെ ഏത് നിമിഷവും ഞാൻ നീയുമായുള്ള കല്യാണത്തിന് റെഡിയാണ്, എനിക്ക് നിന്റെ കാര്യത്തില് ഇനി റിസ്ക് എടുക്കാൻ വയ്യ എന്ന് അവൻ പറയുമ്പോൾ അവൾക്ക് അപ്പോഴും താൻ കേട്ട കാര്യത്തിന്റെ അമ്പരപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത ദിവസം തന്നെ അവർ രണ്ടുപേരും മാരേജ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അങ്ങനെ അതിനുശേഷമാണ് നിയാനെ പോലും കാര്യം അറിയിക്കുന്നത്. എന്റെ പൊന്നെ, നീ എന്തൊക്കെ പറഞ്ഞ പോയത്, അതിനിടയിൽ കല്യാണം കൂടി കഴിച്ചോ, അല്ല ഇതെന്ത് പറ്റി പെട്ടെന്ന് അവനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്ന് ഞാൻ തിരക്കുമ്പോ എന്തായാലും ഒരാളെ കല്യാണം കഴിച്ച് ലൈഫിൽ സെറ്റ് ആവണ്ടേ, എങ്കിൽ പിന്നെ ഇവനെങ്കിൽ ഇവൻ എന്ന് മാത്രം കരുതിയെന്ന് അവൾ ഇങ്ങനെ പറയുന്ന സമയം ഇന്ന് വിവാഹിതരായ അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന കാര്യം പറഞ്ഞ് ഞാൻ കളിയാക്കുമ്പോ അത് കേൾക്കുമ്പോഴേ സൂമോയ്ക്ക് തലവേദന എടുക്കുന്നുണ്ട്. കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു ഫാമിലി ലൈഫിലേക്ക് കിടക്കാനൊന്നും തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ വേഗം കോള് കട്ട് ചെയ്യുന്നു. ഈ സമയം ഷീ വളർത്തുന്ന ആ പൂച്ച ഉണ്ടല്ലോ, അത് അവരുടെ ബെഡ് മുഴുവൻ അഴുക്കാക്കി വെച്ചിരുന്നു. അവൻ അതുകൊണ്ട് തന്നെ ബെഡ് തട്ടിക്കൊടയാനൊക്കെ നോക്കുന്ന ആ ഒരു സമയം അത് കണ്ടുകൊണ്ടെത്തുന്ന സൂമോയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഇവൻ ഇനി അതിനായിട്ടുള്ള തയ്യാറെടുപ്പാണോ എന്ന് ടെൻഷൻ ആവുന്ന അവൾ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ തോന്നുന്നു, അതുകൊണ്ട് ടൈം എടുത്ത് ചെയ്താൽ പോരെന്ന് ചോദിക്കുമ്പോൾ ടൈം എടുത്താലൊന്നും പറ്റില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ എല്ലാം വൃത്തിയിടാവെന്ന് പറഞ്ഞ് അവൻ വേഗം അവളെ അടുത്ത് പിടിച്ചിരുത്തി ലാപ്ടോപ്പ് ഓണാക്കി. ഈ പൂച്ച സംബന്ധിച്ച് ചില വീഡിയോ കാണാനായി പോകുമ്പോൾ അപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലാവുന്നത്. അവൾ വേഗം തന്നെ തന്റെ മനസ്സിൽ വെറുതെ കാട് കയറി ചിന്തിച്ചു. ആ ഞാൻ പറയുന്ന കണക്കൊന്നുമല്ല, ഇവനും തന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്ന അവൾക്ക് അപ്പോഴാണ് സമാധാനമാകുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഇവരായിട്ട് ഓഫീസിലേക്ക് പോകുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് അവന്റെ ടൈ അത്ര കറക്റ്റ് ആയിട്ടല്ല കിടക്കുന്നത് എന്ന കാര്യം അവൾ കാണുന്നത്. അവൾ അവനോടത് നേരിടാനായി പറയുമ്പോൾ അവന് മര്യാദയ്ക്ക് അതപ്പോ സെറ്റ് ചെയ്യാനും കഴിയുന്നില്ല. ഉടനെ അവൾ കാറിനകത്തേക്ക് തലയിട്ട് ടൈ ഒക്കെ മര്യാദയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് അതുവഴി എത്തുന്ന അവരുടെ കൊളീഗ്സ് കാണുമ്പോൾ അവർ തെറ്റിദ്ധരിക്കുകയും വേഗം അതിന്റെ ഫോട്ടോ എടുത്ത് വെക്കുകയും ചെയ്യുന്നു. ഈ സമയം തന്റെ വൈഫായിട്ടുള്ള സൂമോയുടെ അടുത്ത് ഇന്ന് വൈകിട്ട് ഒരു പാർട്ടി ഉണ്ടെന്നും ആ പാർട്ടിയിൽ താൻ കുറച്ച് ഡ്രിങ്ക്സ് അടിച്ചാൽ കുഴപ്പമുണ്ടോ എന്നും അവൻ തിരക്കുമ്പോൾ അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് മുക്കുന്നേ മുളുന്നേയൊന്നും എന്നോട് ചോദിച്ചിട്ട് വേണ്ട, എന്താന്ന് വെച്ചാൽ ചെയ്തോളാനായി പറഞ്ഞ് അവൾ അങ്ങ് പോകുന്നു. അവൾ മാരേജ് ചെയ്തെങ്കിലും അവനോട് നല്ല രീതിയിൽ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ അവർ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴേക്കും മുന്നേ കൊളീഗ് ക്ലിക്ക് ചെയ്ത ആ ഫോട്ടോ അവിടെ കാട്ടുതീ പോലെ പടർന്നിരുന്നു. അതിനെപ്പറ്റി എല്ലാവരും ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവരുടെ മാരേജ് കഴിഞ്ഞ കാര്യവും അവൾ അറിയിക്കുകയാണ്. ചടപടയെന്ന് അങ്ങനെ കല്യാണം വരെ കഴിഞ്ഞു. എന്തായാലും ബെസ്റ്റ് വിഷസ് എന്ന് അവരെല്ലാവരും ആശംസിക്കുന്നു. ഇതേ സമയം ഷെന്നാകട്ടെ സൂമോയ്ക്ക് താനെപ്പോഴും ഒരു ഫ്രണ്ട് മാത്രമായിരിക്കും എന്ന തിരിച്ചറിവില് വളരെ നിരാശയിൽ ആ ഒരു സ്ഥലം വിട്ട് പോകാനായി തീരുമാനിക്കുന്നു. ഇനി ഇവിടെ ഇങ്ങനെ നിന്ന് നേടിയെടുക്കാനായി അവന് പ്രത്യേകിച്ച് ഒരു മോട്ടീവും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ പെയിന്റിങ്സിന്റെ കളക്ഷൻ ഒക്കെ തന്നെ വിറ്റഴിച്ച് ആ പൈസയെല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനും അവൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ അതിനൊക്കെ ശേഷം അവന്റെ കയ്യിൽ ഇപ്പോൾ മിച്ചമുള്ളത് സൂമോയെ സിംബലൈസ് ചെയ്യുന്ന ചുവന്ന കുട പിടിച്ച ഒരു പെൺകുട്ടിയുടെ ചിത്രം അവൻ വരച്ചിരുന്നല്ലോ, അത് മാത്രമാണ്. പോകുന്നതിന് മുന്നേ താൻ ഇങ്ങനെ പോവുകയാണെന്നും സൂമോ പറഞ്ഞ കണക്ക് തങ്ങൾ എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കുമെന്നും എന്താവശ്യമുണ്ടെങ്കിലും തന്നെ കോൺടാക്ട് ചെയ്യണമെന്നും അവൾക്ക് മെസ്സേജ് അയച്ചാണ് അവൻ ആ പെയിന്റിങ്ങും അവൾ നൽകിയ ആ ചുവന്ന കുടയുമായി അവിടെ നിന്ന് മടങ്ങി പോകുന്നത്. ആ കുട ഇതുവരെ അവൻ അവൾക്ക് തിരിച്ചു കൊടുത്തിട്ടുമില്ല, കൊടുക്കാൻ അവന് തോന്നുന്നില്ല. ഇതേ സമയം സൂമോയ്ക്ക് ഷീ ഒരു പാർട്ടിയിൽ പോയിരിക്കല്ലേ.
ഇരിക്കുകയല്ലേ, അവിടെ വെച്ച് അവൻ ഭയങ്കരമായി ഡ്രിങ്ക്സ് അടിച്ചു വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന ഒരു കോള് വരുന്നു. അവൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ പൊതുവെ ഇതുപോലെയുള്ള പാർട്ടീസിൽ അങ്ങനെ കുടിക്കാറില്ലാത്ത ഷീ ഇന്ന് എന്തെങ്കിലും കുടിച്ചെന്ന് അറിയില്ല എന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. കൂടാതെ കാർ ഏർപ്പാടാക്കി അവനെ വീട്ടിലേക്ക് വിടാമെന്ന് അവർ പറഞ്ഞപ്പോൾ അവന്റെ വൈഫ് തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് വാശിയായിരുന്നു. അതുകൊണ്ടാണ് സുമയെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചതെന്നും അവർ പറയുന്ന ടീം. സുമോ അങ്ങനെ ഷീ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായി നോക്കുമ്പോൾ അവനാണെങ്കിൽ കൊച്ചു പിള്ളേരെ പോലെ അവളുടെ അടുത്ത് ഓരോ കുരുത്തക്കേട് കാണിച്ച് കൂടെ പോവാതെ വാശിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കാണ്. ഒരുവിധം വീട്ടിൽ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തുന്ന സമയത്ത് അവളാകട്ടെ ഉറക്കപ്പിച്ചിൽ അവൻ തന്റെ പേരൊക്കെ പുലമ്പുന്നത് കേട്ട് അടുത്തിരുന്ന് അവൻ ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തി ഒന്ന് കിസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അടുത്തേക്ക് ആയെന്നുണ്ടെങ്കിലും എന്തോ ചെയ്യാതെ അവിടെ നിന്ന് വേഗം ഓടിപ്പോകുന്നു. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ഓഫീസിലേക്ക് ചെല്ലുന്ന സുമോ ആ ലിയെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്ന കാര്യം അറിയുന്നു. പക്ഷെ പോകുന്ന സമയത്ത് അവൾ ഒരുമാതിരി സുമോ ഏതാണ്ട് ചെയ്ത കണക്ക് സുമോയെ തുറച്ചൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. ഇവളെന്തിനാ ഞാൻ ഏതാണ്ട് അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ട കണക്ക് ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നതെന്ന് സുമോയും ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം നിയാന്റെ അമ്മയ്ക്ക് വയ്യ എന്ന ഫോൺ കോൾ വരുന്നു. ആ സമയം അവൾ ഷീയുടെ കൂടെ പുറത്തു പോകാനായി ഒരുങ്ങുകയായിരുന്നു. ഈ കോള് വന്ന പടെ അവളാകെ ടെൻഷൻ ആകുമ്പോൾ അവനാണ് അവളെ സേഫായി ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അവൾക്ക് അമ്മയുടെ കാര്യങ്ങൾ നോക്കി അച്ഛന്റെ കൂടെ നിൽക്കേണ്ടി വരുന്ന സമയത്തെല്ലാം അവർക്ക് വേണ്ട ഫുഡും അവൾക്ക് വരുന്ന മെയിൽസിനുള്ള റിപ്ലൈ അയക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾ കടന്നു പോകുന്നു. അവൾക്കാകട്ടെ ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ നോക്കേണ്ടതുകൊണ്ട് അവളുടെ വർക്ക് റിലേറ്റഡ് ആയ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കാനേ കഴിയുന്നില്ല. അതെല്ലാം തന്നെ അവൻ കൂടെ നിന്ന് നന്നായി തന്നെ മാനേജ് ചെയ്തു കൊടുക്കുന്നു. ഒരു ദിവസം അവൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവനാണെങ്കിൽ ക്ഷീണിച്ചിരുന്ന് ഉറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അവന്റെ കയ്യിൽ ഒരു ഡയറി അപ്പോൾ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. അവൾ അതെടുത്ത് നോക്കുമ്പോൾ അവളിങ്ങനെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അവൾക്ക് വേണ്ടി എന്തൊക്കെ ജോലികളാണോ അവൻ ചെയ്യേണ്ടത്, ഫുഡ് ഉണ്ടാക്കേണ്ടത്, ഓരോ ദിവസം ഏതൊക്കെ ഫുഡ് ഉണ്ടാക്കണം, അവളുടെ തുണി നനച്ചിടണം, അത് ഉണക്കിയെടുത്ത് മടക്കി തേച്ച് വെക്കണം, അവളുടെ വർക്ക് റിലേറ്റഡ് മെയിൽസിന് റിപ്ലൈ ചെയ്യണം, ചിലതിലൊക്കെ കഥകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അവളുമായി സംസാരിച്ച് എഡിറ്റ് ചെയ്ത് അത് തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കണം, അവളുടെ ഫാൻസിൽ നിന്ന് വരുന്ന മെസ്സേജസിന് റിപ്ലൈ ചെയ്യണം. എന്നിങ്ങനെ അവൾക്ക് വേണ്ടി അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒന്നുപോലും വിട്ടുപോവാതെ ചെയ്യാനായി ഇതുപോലെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് കണ്ട് അവൾ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. അവൻ തനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെടുന്നു എന്ന് അവൾക്ക് അറിയായിരുന്നു. പക്ഷെ ഇത്രയധികം കാര്യങ്ങൾ ഇങ്ങനെ പോയിന്റ് ആയി എഴുതി വെച്ച് അത് വായിക്കുമ്പോഴാണ് അതിന്റെ ഒരു റിയാലിറ്റി ശരിക്കും മനസ്സിലാവുന്നത്. അവൾ അതങ്ങനെ നോക്കുമ്പോഴേക്കും അവൻ ഉണരുന്നുണ്ട്. നീ വന്നോ, ഞാൻ ഫുഡ് എടുക്കാന്ന് പറഞ്ഞ് അവൻ എണ്ണിക്കാനായി തുടങ്ങുമ്പോൾ അവൾ അവനെ വിടാതെ പിടിച്ചു നിർത്തി വളരെ സങ്കടത്തിലേക്ക് കെട്ടിപ്പിടിക്കുകയാണ്. അവനാകട്ടെ ഇതൊക്കെ എന്റെ കടമയല്ലേ, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കുന്നിടത്തോളം കാലം നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് എനിക്കങ്ങനെ വലിയ ഭാരിച്ച ഒരു കാര്യമല്ല, ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവളോട് പറയുന്ന ആ സമയത്താണ് അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു ചോദ്യം അവൻ അവളിൽ നിന്ന് കേൾക്കുന്നത്. നമുക്ക് കല്യാണം കഴിക്കാന്ന്. ഇവർ തമ്മിൽ പ്രണയത്തിലാണ്, എന്തായാലും ഇനി അടുത്തതായി കല്യാണം കഴിക്കണം. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാരേജിന്റെ കാര്യം അവൾ പറയുമെന്ന് അവൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ ഭയങ്കരമായി സർപ്രൈസ്ഡ് ആവുന്നു. സുമോയും ഷീയും കല്യാണം കഴിച്ചു. അപ്പൊ പിന്നെ അടുത്തത് ഇവരുടെ ഊഴം തന്നെയാണ്. അങ്ങനെ ഇപ്പൊ കല്യാണം കഴിക്കാനായി തീരുമാനിച്ചിരിക്കുന്ന നിയാനും ഷെന്നിയും ആ ഒരു സന്തോഷ വാർത്ത സുമോയെയും ഷീയെയും അറിയിക്കാനായി അവരെ വിളിപ്പിക്കുന്നു. അങ്ങനെ കണ്ടുമുട്ടുന്ന സമയം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്ന വാർത്ത അവർ പറയുമ്പോൾ അത് കേട്ട് ഇവരും വളരെ ഹാപ്പി ആവുന്നുണ്ട്. ഞാനാണ് ഷെന്നിയെ പ്രപ്പോസ് ചെയ്തത്. ഇപ്പൊ ഞാനായിട്ട് അവനെ പ്രപ്പോസ് ചെയ്തില്ല, ഈ ഒരു റിലേഷൻഷിപ്പിന് മുൻകൈ എടുത്തില്ല, ഇനിയും ടൈം എന്ന് വെച്ച് അതങ്ങ് വിട്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ നഷ്ടം ലൈഫിൽ ഉണ്ടാവുന്ന തിരിച്ചറിഞ്ഞപ്പോൾ അവനെ മിസ് ചെയ്യാനായി എനിക്ക് സാധിച്ചില്ല എന്നെല്ലാം അവൾ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇവരുടെ ഈ വിവാഹ വാർത്ത വളരെ ഹാപ്പിയായി കേട്ടിരിക്കുകയാണ് ഷീയും സുമോയും. അങ്ങനെ അവിടെ സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ കുറച്ചു നേരം എഴുന്നേറ്റ് അവിടെയൊക്കെ നടക്കുന്ന സുമോയ്ക്ക് നല്ലവണ്ണം തണുക്കുന്നു. അവൾ അങ്ങനെ നിൽക്കുമ്പോൾ ഷീയാണ് അത് കണ്ട് അവൾക്ക് അവന്റെ കോട്ട് എടുത്ത് പുതപ്പിച്ചു കൊടുക്കുന്നത്. അവർ തിരിഞ്ഞ് ഞാനെ നോക്കുമ്പോഴേക്കും അവൾ ഉറങ്ങുന്ന ഷീയുടെ ദേഹത്ത് ചാരി ഇരുന്ന് ഉറങ്ങാണ്. ഇവരെ രണ്ടുപേരെയും നമ്മൾ കൊണ്ട് റൂമിൽ കിടത്തണല്ലോ എന്നോർത്ത് അവർ അങ്ങനെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴാട്ടെ രണ്ട് റൂമിൽ കിടക്കാനായി അപ്പോഴേക്കും ഉണരുന്ന അവർ തയ്യാറാവുന്നില്ല. അവർ ഒന്നിച്ച് ഒരു റൂമിലേക്ക് കഴിയുന്നു പറഞ്ഞ് അങ്ങനെ കയറി പോകുമ്പോൾ പിന്നെ അവിടുത്തെ അടുത്ത ബെഡ്റൂമിൽ സുമോയ്ക്കും ഷീക്കും ഒന്നിച്ച് കിടക്കേണ്ടി വരുന്നു. സുമോ ഭയങ്കര നെർവസ് ആണ്. ഒരു രീതിയിലും കയ്യോ കാലോ ഒന്നും അവന്റെ ദേഹത്തെടുത്ത് ഇടരുത് എന്ന് അവളെ തന്നെ ഓർമ്മിപ്പിച്ചാണ് അവൾ കിടന്നുറങ്ങുന്നതെങ്കിലും രാവിലെ എണ്ണിക്കുമ്പോഴാട്ടെ അവൾ ഷീയെ കെട്ടിപ്പിടിച്ച് കിടക്കാണ് അവന്റെ തൊട്ടടുത്ത്. അവളാണ് ഇങ്ങോട്ട് നിരങ്ങി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് എന്ന് വ്യക്തമാണ്. അവൾക്ക് പെട്ടെന്ന് ടെൻഷൻ ആവുന്നു. അയ്യോ ഞാൻ എപ്പോഴും ഇങ്ങനെ കിടന്നേന്ന് അവൾ ചിന്തിക്കുമ്പോഴേക്കും അവൻ കണ്ണ് തുറക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന അവൾ ഉറങ്ങുന്നത് പോലെ കിടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൾ ഉണർന്നിരിക്കുകയാണ്, അഭിനയിക്കുകയാണ് ഈ ഉറക്കം എന്ന് മനസ്സിലാക്കുന്ന അവൻ നൈസായിട്ട് അവളെ മാറ്റി കിടത്തിയിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് ഒരു ചെറിയ ചിരിയോടുകൂടി. അങ്ങനെ അവൻ എഴുന്നേറ്റ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാണ് അവൾ പിന്നീട് എഴുന്നേറ്റ് വരുന്നത്. ഓ ഞാൻ ഭയങ്കര ഉറക്കമായി പോയി എന്നൊക്കെ അടവ് പറയുന്നവൾ അവൻ നന്നായി ഉറങ്ങിയോ എന്നൊക്കെ കുശലം ചോദിച്ചിരിക്കുകയാണ്. അവനാകട്ടെ അവൾ അഭിനയിക്കുകയായിരുന്നു എന്ന് മനസ്സിലായതായി ഭാവിക്കാതെ കൂളായി തന്നെ അതിനൊക്കെ ആൻസർ ചെയ്യുന്നു. ആ സമയത്ത് അവന് തുരുതുര ഫോൺ കോൾസ് വരുന്നുണ്ട്. അവൻ പക്ഷെ അത് അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്ത് വിടുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ നോക്കുമ്പോൾ പെൺകുട്ടിയൊന്നും അല്ലാന്ന് മാത്രം പറയുന്നവൻ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്താതെ എന്ന് ഒരു വോയിസ് മെസ്സേജും തിരിച്ചയക്കുന്നു. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ജോലിക്ക് ഓഫീസിലുണ്ടായിരുന്ന സുമോ അവൾക്ക് കുറച്ച് വർക്ക് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ലേറ്റ് ആവും വീട്ടിലേക്ക് എത്താനെന്ന് ഷീക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ മെസ്സേജ് അയച്ച് കുറെ നേരമായിട്ടും അവൻ ആ മെസ്സേജ് ഒന്നും കണ്ടില്ല എന്ന് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ. സാധാരണ
അവള് മെസ്സേജ് അയച്ചാൽ അവൻ ഉടനെ റിപ്ലൈ ചെയ്യുന്നതാണ്. അവൾ അവനെ വിളിച്ചു നോക്കുമ്പോൾ അപ്പോഴും കോളിൽ കിട്ടുന്നില്ല. അവൾ എന്തെടുക്കായിരിക്കും, വല്ലതും പറ്റി കാണുമെന്നൊക്കെ ടെൻഷനായി വേഗം തന്നെ അവൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അവൻ ബെഡ്റൂമിൽ തന്നെ കിടക്കാണ്. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ നല്ല പനിയുണ്ട്. അയ്യോ നിനക്ക് പനിയായോ, ഞാൻ മെഡിസിൻ എടുക്കാന്ന് പറഞ്ഞ് അവൾ വേഗം മരുന്ന് എടുക്കാനായി പോകുമ്പോൾ മരുന്നൊക്കെ ഞാൻ കഴിച്ചതാണെന്ന് പറഞ്ഞ് അവൻ തടുക്കുന്നുണ്ട്. മരുന്ന് കഴിച്ചിട്ടും നല്ല പനിയുണ്ടല്ലോ എന്ന് ടെൻഷനാവുന്നവൾ അടുത്തിരുന്ന് വെള്ളം നനച്ച് ദേഹമൊക്കെ തുടച്ചു കൊടുത്ത് ടെമ്പറേച്ചർ കൂടാതെ നോക്കി. അന്ന് രാത്രി മുഴുവൻ അവനെ കെയർ ചെയ്ത് അടുത്ത് തന്നെയുണ്ട്. അവനാകട്ടെ അവൾ തന്നെ ഇത്രയും കാര്യമായി നോക്കുന്നതില്ല സന്തോഷം ഉണ്ടെങ്കിലും താൻ കാരണം അവൾ ഉറക്കം അളച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന സങ്കടവും ഉണ്ട്. എന്തായാലും അടുത്ത ദിവസം രാവിലെ അവൻ ഉറങ്ങി എണ്ണിക്കുമ്പോഴേക്കും അവൾ അവന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ എണ്ണീറ്റ് വരുന്ന അവന് ഇന്നലത്തേനേക്കാൾ വളരെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് കാണുമ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷം. ഇന്ന് ലീവ് എടുത്തൂടെ, ഓഫീസിൽ പോകാതെ റെസ്റ്റ് എടുത്തൂടെ എന്നെല്ലാം അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവന് ഓഫീസിൽ പോകണം. അതുകൊണ്ട് ലീവ് എടുക്കാനായിട്ട് അവൻ റെഡിയല്ല. അങ്ങനെ അവൻ റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് പുറത്ത് അവനെ ഒരാൾ കാത്തു നിൽപ്പുണ്ടായിരുന്നത്. എന്തിനാ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, കാശിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒന്നും ഞാൻ തരാൻ പോകുന്നില്ല, ചില്ല് കാശ് ഞാൻ തരില്ല, തന്നതൊക്കെ ചൂതാടി കളയല്ലേ എന്നല്ല അവൻ അച്ഛനോട് സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം അവന് തുരുതുര ഫോൺ കോൾസ് വന്നിരുന്നല്ലോ, ആ വിളിച്ചിരുന്നതെല്ലാം തന്നെ ഈ അച്ഛനായിരുന്നു. വെറുതെ കാശെന്നും പറഞ്ഞ് ശല്യപ്പെടുത്തുകയാണ്. കാശിന് മാത്രം മതി തന്നെ, ഒരു മകനെന്ന് യാതൊരു സ്നേഹവും പരിഗണനയും തന്നോടില്ല എന്ന് നല്ല വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അവൻ ചൂതാടി കളയാനായി കാശ് കൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ ആ ഒരു കാര്യം പറഞ്ഞ അച്ഛന്റെ പുറകെ നടന്നപ്പോൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സുമോ എത്തുന്നുണ്ട്. ഞാൻ നിന്നെ വളർത്തിയ അച്ഛനല്ലേടാ, നിനക്ക് എനിക്ക് കാശ് തന്നൂടെ എന്നെല്ലാം ആള് തിരക്കുമ്പോ എന്നെ വളർത്തിയോ നിങ്ങള്, എന്നെ വളർത്തിയത് എന്റെ അമ്മയാ, നിങ്ങൾ ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് അവൻ പറയുമ്പോൾ അവന്റെ വീക്ക്നെസ് അവന്റെ അമ്മയാണെന്ന് നന്നായിട്ട് അറിയാവുന്ന അച്ഛൻ അമ്മയുടെ ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് കാണിച്ചിട്ട് ഇത് നിനക്ക് വേണമെങ്കിൽ നീ എനിക്ക് കാശ് തരാനേ പറയുമ്പോൾ അവൻ പിന്നെ തർക്കിക്കാൻ നിൽക്കാതെ അമ്മയുടെ ഓർമ്മയ്ക്കായി അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കാനായി ആഗ്രഹിക്കുന്നവൻ കാശ് കൊടുത്ത് ആ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങുന്നു. അങ്ങനെ കാശ് കിട്ടിയപാടെ അയാളങ്ങ് പൊടിയും തട്ടി പോകുന്നതും ഈ നടന്ന കാര്യങ്ങളും ഒക്കെ കണ്ട് എന്തോന്ന് ആലോചിച്ച ശേഷം സൂമോ വേഗം തന്നെ ഷീയുടെ ആന്റിയെ ഫോൺ ചെയ്യുന്നു. ഷീക്ക് അച്ഛനും അമ്മയില്ല, അവന് ആന്റി മാത്രമാണുള്ളതെന്നാണ് അവൾ കരുതിയിരുന്നത്. അച്ഛൻ ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന അവൾ ആന്റിയെ ഫോൺ ചെയ്ത് ഷീയും അവന്റെ അച്ഛനെയും ഇപ്പൊ ഒന്നിച്ച് കണ്ടിരുന്നു. അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉള്ളത് കണക്ക് തോന്നുന്നു. എന്താ ആന്റി അവർക്കിടയിലുള്ള പ്രശ്നമെന്ന് സൂമോ ചോദിക്കുമ്പോൾ ഷീയുടെ അച്ഛൻ വളരെ വൃത്തികെട്ട ഒരാളാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എപ്പോഴും അവനെയും അവന്റെ അമ്മയും ഇട്ട് ഉപദ്രവിക്കായിരുന്നു. ഭാര്യയും മകനുമാണെന്ന ഒരു പരിഗണനയും സ്നേഹവും അവർക്ക് കൊടുത്തിട്ടില്ല. അമ്മ അടിക്കുന്നത് കണ്ട് തടസ്സം പിടിക്കാനായി പോകുന്ന ഷീക്കും നല്ലവണ്ണം അടി കിട്ടുമായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അയാൾ അടിച്ചവന്റെ വലത്തെ കൈ തല്ലി ഒടിച്ചു. അത് കാരണം അവന് പിന്നെ ഇടത്തെ കൈ കൊണ്ട് ഫുഡ് കഴിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾക്കും ഒക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കൈ ശരിയാവുന്നത് വരെ ശീലിച്ചല്ലേ പറ്റൂ. അങ്ങനെ ആ ഒരു സംഭവത്തോടു കൂടിയാണ് അവൻ ഇടത്തെ കൈ കൊണ്ട് ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിച്ച് ഫുഡ് കഴിക്കുന്നത് പഠിച്ചത്. എന്തായാലും അങ്ങനെ അവൻ ഒരു വശത്ത് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയം തന്നെയാണ് അച്ഛന്റെ പീഡനം മൂലം അമ്മയും വയ്യാഴിക വന്ന് വിഷമങ്ങളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത ലോകത്തേക്ക് അവനെ തനിച്ചാക്കി പോയത്. അങ്ങനെ മൊത്തത്തിൽ അവന്റെ ലൈഫിന്റെ സന്തോഷം എല്ലാം നശിപ്പിച്ച ഒരാളാണ് അവന്റെ അച്ഛനെന്നല്ല ഈ ആന്റി പറഞ്ഞാണ് സൂമോ ഇപ്പൊ അറിയുന്നത്. അവൻ ഒരുപാട് ലൈഫിൽ കഷ്ടപ്പെട്ട കാര്യം മനസ്സിലാക്കുന്ന അവൾ അവനെ പിന്നീട് ചെന്ന് കെട്ടിപ്പിടിച്ച് എന്ത് വന്നാലും കൂടെ അവളുണ്ടെന്ന ഒരു വാക്ക് പറയുന്നു. പക്ഷെ പിന്നീടായിട്ട് അവൻ ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നത് കാണുന്ന അവൾ ഒരുപാട് ത്യാഗം സഹിച്ചു അല്ലെന്നെല്ലാം അവനോട് ചോദിക്കുമ്പോഴാണ് അവൾ തന്റെ ആന്റിയോട് സംസാരിച്ച് തന്റെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നത് അവന് മനസ്സിലാവുന്നത്. നീ അങ്ങനെ ഫീൽ ചെയ്ത് എന്നെ കെയർ ചെയ്യാൻ മാത്രം അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതൊക്കെ ലൈഫിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളാണ്. അതൊക്കെ റിക്കവർ ആയാണ് ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, കൂടെ നീ ഉണ്ടല്ലോ എന്നെല്ലാം അവൻ ഇങ്ങനെ അവളോട് പറയുന്നു. പിന്നെ ഞാനായിട്ട് നിന്നോട് ഇതൊക്കെ പറയാഞ്ഞത് വെറുതെ എന്തിനാ നിന്നെ ഇതൊക്കെ കേൾപ്പിച്ച് അപ്സെറ്റ് ആക്കുന്നത് എന്ന് ഓർത്തിട്ടാണ്. ഒരു കുഴപ്പമില്ല, എല്ലാം അതിന്റെ രീതിയിൽ നടക്കും എന്നിങ്ങനെ തന്നെ പറ്റി ഓർത്ത് അപ്സെറ്റ് ആവണ്ട എന്നെല്ലാം അവൻ അവളോട് പറയുന്നു. അങ്ങനെ അവരൊന്നിച്ച വീട്ടില് ഹാപ്പി ആയി കഴിയുന്ന സമയത്താണ് വളരെ യാദൃശികമായി വളർത്തുപൂച്ച കുറച്ച് ബുക്കുകൾ അടുക്കി വെച്ചിരുന്നത് തട്ടിയിട്ടത് അടുക്കി വെക്കാനായി പോകുന്ന സോമു ആ കൂട്ടത്തിൽ 2011 കാലഘട്ടത്തിലെ അവരുടെ സ്കൂൾ മാഗസിൻ കാണുന്നത്. അവൾ അത് നോക്കി നിൽക്കുന്നത് കണ്ട് ഷീ വരുമ്പോ നീ ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് അവൾ വളരെ അത്ഭുതത്തോടെ ചോദിക്കുന്ന സമയം പിന്നെ സൂക്ഷിക്കാതെ എനിക്കതൊക്കെ മറക്കാൻ പറ്റുമോ, നീയല്ലേ എല്ലാം മറന്നുപോയതെന്ന് അവൻ പറയുമ്പോഴാണ് നമ്മൾ ആ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. അന്ന് ഷീയുടെ ലൈഫിൽ അവന്റെ അച്ഛൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. അച്ഛന്റെ കയ്യിൽ നിന്ന് അടി കിട്ടി വളരെ വേദന എടുത്ത് അത് ശാരീരികമായും മാനസികമായും അവനെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് റോഡിലൂടെ ഷെന്നിയുടെ കൂടെ നടന്നു പോകുന്ന അവൻ വളരെ യാദൃശികമായി പൂച്ചക്കുട്ടിയുമായി നടന്നു പോകുന്ന സൂമോയെ കാണുന്നത്. അവൾ പരിക്കേറ്റിരുന്ന ഒരു പൂച്ചക്കുട്ടിയുമായി അവനെ ക്രോസ് ചെയ്ത് പോകുന്ന സമയം അറിയാതെ ഒന്ന് തട്ടിയിരുന്നു. അവൾ പക്ഷെ അത് വലിയ കാര്യമൊക്കെ അവിടെ നിന്ന് പോയെങ്കിലും ആ തട്ട് കൊണ്ടത് അവന്റെ ശരീരത്തല്ല മറിച്ച് അവന്റെ മനസ്സിലാണ്. അവൾ ആദ്യ കൂടിക്കാഴ്ചയിലെ അവന്റെ മനസ്സിൽ ഒന്നിടം പിടിച്ചു. അങ്ങനെ പിന്നീട് വളരെ യാദൃശികമായി അവളെ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അവന് കൂടുതലായി അവളെ പറ്റി അറിയാനൊക്കെ കൗതുകം തോന്നിയിരുന്നു. അവൾ അന്നേ പൂച്ചക്കുട്ടികളെയൊക്കെ കെയറോട് കൂടി നോക്കുന്നത് അവൻ ശ്രദ്ധിച്ചിട്ടാണ് അവനും അതിനോടൊരു താല്പര്യം തോന്നി തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെ സ്കൂൾ മാറുന്ന അവൻ ഇപ്പൊ പഠിക്കാനായി ചേർന്നിരിക്കുന്നത് അവൾ പഠിക്കുന്ന അതേ സ്കൂളിലാണെന്ന് അറിയുമ്പോൾ അവൻ ഒരുപാട് സന്തോഷം. പുതുതായി എത്തിയ അവൻ അവളുടെ അടുത്തുള്ള സീറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഭാഗ്യത്തിന് ആ സീറ്റ് വേക്കന്റുമായിരുന്നു. അങ്ങനെ അവൻ അറിയാനും ഇഷ്ടപ്പെട്ട
ഇഷ്ടപ്പെടാനും ആഗ്രഹിച്ച സൂമോയുടെ ഡെസ്ക് മേറ്റ് ആയി അവൻ മാറി. അങ്ങനെ ആ ഒരു സമയത്തെല്ലാം സൂമോ ഭയങ്കര വായാടിയായിട്ട് അവനോട് എപ്പോഴും സംസാരിച്ചിരിക്കെങ്കിലും അവൻ ഇതിന് വലിയ മറുപടി ഒന്നും കൊടുത്തിരുന്നില്ല. അവൾ ഒരു ദിവസം ക്ലാസ്സിലേക്ക് ലേറ്റ് ആയി വരുന്ന സമയത്ത് സാർ അവളെ പിടിച്ച് വഴക്ക് പറയാതിരിക്കാനായി അവൻ ഇൻഡയറക്റ്റ് ആയി അവളെ ആ സമയം ക്ലാസ്സിലേക്ക് വിടാതെ പുറത്ത് പിടിച്ചു നിർത്തിയിരുന്നു. അകത്തേക്ക് ചെന്നാൽ സാറ് കണ്ട് വഴക്ക് പറയുന്ന അറിയാവുന്നത് കൊണ്ടാണ് അവനത് ചെയ്തതെങ്കിലും അവൻ അത് അവളോട് പറയാതെ നീ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ് അകത്ത് കയറാൻ സമ്മതിക്കാതെ ലേറ്റ് ആയി എന്ന് പറഞ്ഞ് അവളെ പുറത്ത് തന്നെ പണിഷ്മെന്റ് കണക്ക് അവൻ ലീഡർ ആയതുകൊണ്ട് അവളെ പിടിച്ചു നിർത്തുമ്പോൾ അവൻ ആക്ച്വലി തന്നെ ഹെൽപ്പ് ചെയ്യാണെന്ന് അറിഞ്ഞിരുന്നില്ല. അതേ കണക്ക് തുടർന്നും പല പല സംഭവങ്ങളുണ്ടായി. അവൾ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് സാറിനോട് ചോദിക്കുമ്പോൾ അവൾ വലിയ പഠിപ്പൊന്നും അല്ലാത്തതുകൊണ്ട് ചുമ്മാ അവൾക്ക് പറഞ്ഞു കൊടുത്ത് ടൈം വേസ്റ്റ് ചെയ്യാനായി സാറ് തയ്യാറായിരുന്നില്ല. അവൾക്ക് ആ പോർഷൻ മനസ്സിലായില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവന് ഡൗട്ട് ഉള്ള കണക്ക് സാറിനോട് തിരക്കുമ്പോൾ അവൻ പഠിപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സാർ ക്ലാരിഫൈ ചെയ്യാൻ തയ്യാറായിരുന്നു. ഞാൻ എത്ര പറഞ്ഞാലും ഈ സാർ എനിക്ക് പറഞ്ഞു തരില്ല, എനിക്ക് എത്ര പറഞ്ഞു തന്നാലും മനസ്സിലാവില്ല, പിന്നെ എന്തിനാ വെറുതെ സമയം കളയുന്നതെന്നാ സാറിന്റെ തത്വം എന്നിങ്ങനെ അവളെ പറ്റി തന്നെ പറയുമ്പോൾ അത് ശരിയല്ലേ, വെറുതെ എന്തിനാ നിനക്ക് പറഞ്ഞു തന്ന് സമയം കളയുന്നതെന്ന് അവൻ അവളെ കളിയാക്കുമ്പോൾ അതേന്നെ എന്റെ മെമ്മറി ഭയങ്കര പിറകോട്ട, ഞാൻ എന്ത് ചെയ്യാനാണെന്ന് അവളും ചിരിക്കുന്നു. പിന്നെ അവർക്ക് നടത്തുന്ന എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവരെ സീറ്റ് മാറ്റി ഇരുത്തുമ്പോൾ മറ്റൊരു പയ്യന്റെ അടുത്ത് സൂമോ ഇരിക്കുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിലും അവൻ സാറിനോട് സ്പെഷ്യലായി റിക്വസ്റ്റ് ചെയ്ത് അവളെ തന്റെ അടുത്ത് തന്നെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്തുന്നു. നിനക്ക് എന്റെ അടുത്തിരിക്കാൻ ഇത്രയും ഇഷ്ടമാണോന്ന് അത് കണ്ട് അവൾ അന്തം വിട്ട് ചോദിക്കുമ്പോൾ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല, പിന്നെ നീ ആകുമ്പോ എപ്പോഴും ക്ലാസ്സിലിരുന്ന് ഉറക്കമൊക്കെ തൂങ്ങി എനിക്ക് വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇരിക്കല്ലോ, അതുകൊണ്ട് മാത്രമാണെന്ന് അവളുടെ അടുത്ത് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് വേണ്ടി അവളോടുള്ള ഇഷ്ടം കൊണ്ട് കെയർ കൊണ്ടൊക്കെയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവളോട് ഉറക്കെ വിളിച്ച് പറയണമെന്ന് അവനുണ്ട്. പക്ഷെ പറഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും എന്ന മടി കാരണം അവളോടുള്ള ഇഷ്ടമൊക്കെ അവൻ ഇങ്ങനെ മനസ്സിൽ തന്നെ ഒതുക്കാണ്. ഒരു ദിവസം എന്റെ മനസ്സിലുള്ള ഇഷ്ടം നിന്നോട് തുറന്നു പറയാനേ ഞാനൊരു ചെറിയ കുറിപ്പ് എഴുതി നിന്റെ ബുക്കിൽ വെച്ചിരുന്നു, പക്ഷെ നീ അത് വായിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നോട് അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. പിന്നെ എനിക്ക് കൂടുതലായി ഒന്നും തന്നെ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, സാഹചര്യവും കിട്ടിയില്ല. അപ്പോഴേക്കും അച്ഛന്റെ ഉപദ്രവം മൂലം അമ്മയുടെ മരണശേഷം ഞാൻ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലാന്ന് തോന്നിയ എന്റെ ആന്റി എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഞാൻ ആ ന്യൂസ് അറിയുന്നത്. അടുത്ത ദിവസം തന്നെ പുറപ്പെട്ടു പോകണം, ഇത് രഹസ്യമാക്കിയും വെക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായ ഒരു യാത്ര പോലും നിന്നോട് പറയാനോ എന്നെ പറ്റി ഒന്ന് സംസാരിക്കാനോ സാധിക്കാതെ എനിക്ക് പോവേണ്ടി വന്നു. അതിനുശേഷം എന്റെ ഷീ എന്നുള്ള പേര് പോലും ജിയാങ് എന്ന് മാറ്റിയാണ് ഞാൻ വിദേശത്ത് പഠിച്ചത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വളരെ യാദൃശികമായി അന്ന് റോഡിൽ വെച്ച് നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന അതേ വിധി തന്നെ നിന്നെ എന്റെ ക്ലാസ്മേറ്റും ആക്കി, ഡെസ്ക് മേറ്റും ആക്കി. പിന്നെ അതേ വിധി തന്നെ നമ്മളെ വേർപെടുത്തി. ഞാൻ വിദേശത്ത് പോയി, പിന്നെ കുറെ നാൾ നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിലും അതേ വിധി വീണ്ടും നമ്മളെ കൂട്ടിമുട്ടിച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കോൺട്രാക്ട് റിലേഷൻഷിപ്പിലായി. അതിനുശേഷം വീണ്ടും വിധി നമ്മളെ വേർപെടുത്താൻ നോക്കിയെങ്കിലും എനിക്ക് നിന്നോടുള്ള ആ ഒരു താല്പര്യം വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ തേടിയെത്തി. ഇപ്പൊ നമ്മളിങ്ങനെ ഒന്നിച്ചുണ്ട്. എനിക്ക് നിന്നെ മിസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. വർഷങ്ങൾക്ക് മുന്നേ തൊട്ടേ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നല്ല അവൻ ഇത്രയും നാള് പറയാതിരുന്ന അവളോടുള്ള സ്നേഹമെല്ലാം ഇപ്പൊ വെളിപ്പെടുത്തുമ്പോൾ അവളും അവനോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നു. അങ്ങനെ അവർ ഒന്നിച്ച് കുറച്ച് ഹാപ്പിയായി അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് നീയാനും ഷെന്നിയും വരുന്നത്. രണ്ടുപേരും ഒന്ന് കിസ് അടിക്കാൻ പോയപ്പോ സ്വർഗത്തിലെ കട്ടുറുമ്പായി രണ്ടെണ്ണവും വന്ന് നിൽക്കുന്നത് കണ്ട് നീയൊക്കെ എപ്പോഴും ഇങ്ങോട്ട് വന്നേന്ന് ഷീ തിരക്കുന്നുണ്ട്. ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി, എന്തായാലും ഡോർ തുറന്നിട്ടിട്ട് ഇങ്ങനെ വേറെ സ്വപ്ന ലോകത്ത് നിന്നാൽ എങ്ങനെയാ, വല്ല കള്ളനും കയറിയ പോലും അറിയില്ലല്ലോ എന്നല്ല ഷെന്നി അവരെ കളിയാക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയം നിയാനോട് വർഷങ്ങളായി തന്നെ ഷീ തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യം സോമോ തുറന്നു പറയുന്നു. അത് കേൾക്കുന്ന നിയാന് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത്രയും വർഷമായിട്ടും അവൻ നിന്നെ ഇഷ്ടപ്പെടുന്നോ? ഭയങ്കരം തന്നെ. എന്തായാലും നീ എത്രയോ പേരെ ഡേറ്റിന് പോയി, ഒന്നും സെറ്റ് ആവാതിരുന്നത് നന്നായല്ലേ. നീ ഇപ്പോ കല്യാണം കഴിച്ച അവൻ നിന്നെ ഇത്രയും നാളായി ഇഷ്ടപ്പെടുന്ന ഒരാളാകുമ്പോൾ അവനിലുപരി നിനക്ക് മറ്റൊരു റിലേഷൻഷിപ്പും സെറ്റ് ആവില്ല. അവൻ തന്നെയാണ് നിനക്ക് പെർഫെക്റ്റ് മാച്ച് എന്നല്ല ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും ഇവർ വിവാഹിതരായ ശേഷമാണ് ഇവർക്കിടയിലെ ഇഷ്ടം എത്ര സ്ട്രോങ് ആണെന്നത് രണ്ടുപേരും പരസ്പരം ഇപ്പൊ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇവരിവിടെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഷെന്നിയോട് താൻ കുറച്ചു ദിവസത്തേക്ക് തന്റെ ഹോം ടൗണിലേക്ക് പോകുന്ന കാര്യം ഷീ പറയുമ്പോൾ എന്ത് പറ്റി ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു യാത്രയെന്ന് ഷെന്നി തിരക്കുന്നുണ്ട്. എന്റെ അച്ഛൻ വീട്ടിലുള്ള സകല സാധനങ്ങളും വിറ്റ് ചൂതാടി നടക്കാണ്. അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പൊ അവിടെ ഒരു വകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാം വിറ്റ് മുടിപ്പിച്ചു. അമ്മയുടെ ബ്രേസ്ലെറ്റ് പോലും എടുത്ത് വിൽക്കുന്ന പണി അച്ഛൻ ഇപ്പൊ കാണിക്കുന്നത്. എനിക്ക് അവിടേക്കൊന്ന് പോകണം, എന്തെങ്കിലും അമ്മയുടേതായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങ് കൊണ്ടുവരണമെന്നല്ല അവനും പറയുന്നു. അങ്ങനെ സൂമോയും ഷീയും അവന്റെ ഹോം ടൗണിലേക്ക് യാത്ര ഇരിക്കുന്ന ഇതേ സമയം കല്യാണത്തിന്റെ പ്ലാനിങ്ങിലായിരുന്നു നിയാനും ഷെന്നിയും ഉണ്ടായിരുന്നത്. കല്യാണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ വിളിക്കണം എന്നിങ്ങനെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് എങ്ങനെയൊക്കെ പ്രോഗ്രാം നടത്തണം എന്നൊക്കെ അവർ ഭയങ്കരമായി ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒടുക്കും അവർക്ക് തൃപ്തിയാവുന്ന രീതിയിൽ ഒന്നും ഡിസൈഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ച് തല പുകയ്ക്കുന്നതിൽ നല്ലത് നമ്മൾ കല്യാണം കഴിക്കാതിരിക്കുന്നതായിരുന്നു അല്ലേന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഷെന്നിക്ക് ഞെട്ടലാവുന്നുണ്ട്. നീ എന്തീ പറയുന്നതെന്ന് അവൻ പേടിക്കുമ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, നമുക്ക് കല്യാണം കഴിക്കണം, പക്ഷെ ഈ നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് എന്തിനാ വെറുതെ ഇങ്ങനെ വലിയ ഫംഗ്ഷൻ, നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ, നമ്മുടെ മനസ്സിന് തൃപ്തിയാവുന്ന രീതിയിൽ ഒരു കുഞ്ഞു ഫംഗ്ഷൻ അത് പോരെയെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ അതായാലും
വളരെ സന്തോഷമായിരുന്നു. എന്തായാലും അവളെ കല്യാണം കഴിച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും അവൻ അറിയണ്ട. അങ്ങനെ അപ്പോഴേക്കും ഹോം ടൗണിലേക്ക് സൂമോയെ കൂട്ടി ഷീ എത്തുന്നു. അവിടെ അവന്റെ മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി അച്ഛനെ പോലൊന്നും അല്ല, നല്ല കെയറിംഗ് ആണ്. മുത്തശ്ശിയെ കാണുമ്പോൾ താൻ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ് തന്റെ വൈഫായ സൂമോയെ അവൻ പരിചയപ്പെടുത്തുമ്പോൾ മുത്തശ്ശി ഭയങ്കര ഹാപ്പി ആവുന്നു. കല്യാണമൊന്നും ആ സമയത്ത് അറിഞ്ഞില്ലെങ്കിലും അവൻ ഹാപ്പി ആയിട്ടാണല്ലോ ഇപ്പൊ ജീവിക്കുന്നത് എന്നത് മുത്തശ്ശിക്ക് അറിഞ്ഞാൽ മതി. അങ്ങനെ മുത്തശ്ശി അവരോട് സംസാരിച്ച ശേഷം ഞാൻ ഫുഡ് വല്ലതും എടുക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ അമ്മയുടെ കുറച്ച് സാധനങ്ങൾ മിച്ചം ഉണ്ടായിരുന്നത് മാത്രം ഷീ എടുത്ത് വെക്കുമ്പോഴാണ് അവിടെ അവരുടെ ആൽബം ഇരിക്കുന്നത് സൂമോ കാണുന്നത്. അവൾ ആൽബം എടുത്ത് നോക്കുമ്പോൾ അതിൽ അവന്റെ അമ്മയുടെ നിരവധി ചിത്രങ്ങളുണ്ട്. പക്ഷെ ഷീയുടേതായി ഒന്നും തന്നെ ഇല്ല. അമ്മ നല്ല സുന്ദരിയാണല്ലോ എന്ന് കോംപ്ലിമെന്റ് ചെയ്യുന്ന അവൾ അതെന്താ നിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലാത്തതെന്ന് തിരക്കുമ്പോൾ എനിക്ക് അങ്ങനെ പണ്ടുതൊട്ട ഫോട്ടോ എടുക്കുന്നൊന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ലാന്ന് അവനും പറയുന്നു. അങ്ങനെ അവരവിടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് മുത്തശ്ശി മടങ്ങിയെത്തുന്നത്. തുടർന്ന് മുത്തശ്ശിയും ആ ഒരു ഫോട്ടോ ഒക്കെ നോക്കി കുശലം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഓരോ ഫോട്ടോയും കാണിച്ചിട്ട് ഇത് എപ്പോ എടുത്തതാന്നുള്ള മെമ്മറി മുത്തശ്ശി പങ്കുവെക്കുന്ന സമയത്താണ് മുത്തശ്ശി വർഷങ്ങൾ പിറകിൽ നടന്ന ഒരു കാര്യം ഓർക്കുന്നത്. സൂമോയും ഷീയും അറിയാതെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു കണക്ഷന്റെ കാര്യം. അങ്ങനെ ഇപ്പൊ തന്റെ ഹോം ടൗണിലേക്ക് ഷീ സൂമോയും കൂട്ടി എത്തിയിരിക്കുകയാണ്. അവിടെ അവന്റെ മുത്തശ്ശിയെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ അവരുടെ പഴയ ഫോട്ടോസ് ഒക്കെയുള്ള ആൽബം എടുത്ത് നോക്കുമ്പോൾ അതില് ഷീയുടെ പിക്ചർ ഒന്നും അങ്ങനെയില്ല, അമ്മയുടെ പിക്ചറാണ് ഉള്ളത് മുഴുവൻ. ഓരോ പടത്തിന്റെയും പിന്നിലെ കഥകള് മുത്തശ്ശി അവളുമായി പങ്കുവെക്കുന്നു. ഇത് ഷീ ജനിച്ച് ഒരു മാസം ഉള്ളപ്പോൾ എടുത്ത പിക്ചറാണ്, ഇത് ഷീയുടെ ഒരു ബർത്ത്ഡേ ദിവസം കേക്ക് വാങ്ങാൻ പോയപ്പോൾ എടുത്ത പിക്ചറാണ് എന്നിങ്ങനെ സംസാരിക്കുമ്പോഴാണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് വരുന്നത്. അന്ന് ഷീയുടെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാനായി അമ്മയും മുത്തശ്ശിയും കടകൾ അന്വേഷിച്ചു നടന്നെങ്കിലും അവർക്കൊന്നും തന്നെ കിട്ടുന്നില്ല. ആ സമയം കേക്ക് വാങ്ങി വരുന്ന ഒരു പെൺകുട്ടിയെ അവർ റോഡിൽ വെച്ച് വളരെ യാദൃശ്ചികമായി കണ്ടു. ആ പെൺകുട്ടി മറ്റാരും അല്ല, സൂമോ ആണ്. അവളോട് ഈ കേക്ക് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അവൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഷോപ്പ് അത്യാവശ്യം കുറച്ച് ദൂരെയാണ്. അവിടം വരെ പോയി വാങ്ങാൻ തനിക്ക് പറ്റുമോ എന്ന് അറിയില്ലല്ലോ എന്ന് അമ്മയ്ക്ക് ടെൻഷൻ ആകുമ്പോൾ സാറില്ല, നമുക്കെന്നാ അവന്റെ അടുത്ത വർഷത്തെ പിറന്നാൾ ആഘോഷിക്കാമല്ലോ എന്ന് മുത്തശ്ശിയെ സമാധാനിപ്പിക്കുമ്പോൾ അടുത്ത വർഷത്തേക്ക് ഞാൻ ജീവനോടെ കാണുമെന്ന് അറിയില്ലല്ലോ അമ്മയെന്നും പറഞ്ഞ് അവർ സങ്കടപ്പെട്ട് സംസാരിക്കുന്നത് സൂമോ കേട്ടിരുന്നു. അവൾ വേഗം തന്നെ തന്റെ കയ്യിലുള്ള കേക്ക് കൊടുത്തിട്ട് മോന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനല്ലേ ആന്റി ഇത് വെച്ചോ, ഞാൻ ചുമ്മാ കഴിക്കാനായിട്ട് വാങ്ങിച്ച കേക്ക്, എനിക്കിത് വേണ്ട, കൈ വെച്ചോളാനായി പറഞ്ഞു കൊടുക്കാൻ നോക്കുമ്പോൾ അവൾ വലിയ കാര്യത്തിൽ വാങ്ങിച്ച കേക്ക് അങ്ങനെ വാങ്ങാനായി ഷീയുടെ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ നിർബന്ധിച്ച് ആ കേക്ക് കൊടുത്തതിന് കാശ് പോലും വാങ്ങാൻ നിൽക്കാതെ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. എന്തായാലും അന്ന് ആ കേക്കും പിടിച്ചോണ്ടെടുത്ത ഫോട്ടോ ഈ ആൽബത്തിലുണ്ട്. അത് കാണുമ്പോഴാണ് മുത്തശ്ശി ആ ഫ്ലാഷ് ബാക്ക് പറയുന്നത്. തങ്ങൾ പോലും അറിയാതെ ഇങ്ങനെ തങ്ങൾക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന കാര്യം അപ്പോഴാണ് ഷീയും സൂമോയും അറിയുന്നത്. സൂമോയ്ക്ക് തന്നെ അത് ഓർമ്മയെന്ന് പോയിരുന്നു. എന്തായാലും ഈ കാര്യം കേട്ട് അവൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. എന്റെ അമ്മയെ നിന്നെ കാണിക്കാൻ സാധിച്ചിരുന്നില്ലല്ലോ എന്ന് ഞാൻ ഭയങ്കരമായി സങ്കടപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ഞാൻ കാണുന്നതിന് മുന്നേ തന്നെ എന്റെ അമ്മ നിന്നെ കണ്ടിട്ടുണ്ടെന്ന് ഇപ്പോ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നും അവൻ പറയാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് ടൗണിലേക്ക് എത്തുന്നുണ്ട്. രണ്ടുപേരും ഹാപ്പിയായി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുറച്ച് സമയം ചെലവഴിക്കാന്ന് വിചാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നിയാൻ വരുന്നു. ഷെന്നിയുമായിട്ട് എന്തോ കാര്യത്തിൽ പിണങ്ങിയിട്ടാണ് അവൾ വരുന്നതെന്ന് മാത്രം അറിയാം. ഇവർക്കിടയിൽ എപ്പോഴും ഇങ്ങനെ സൗന്ദര്യ പിണക്കൊക്കെ പതിവായതുകൊണ്ട് അത് വലിയ കാര്യമാക്കാരെ പെട്ടെന്ന് തന്നെ അത് സോൾവ് ആകുമെന്ന് കരുതി അതിൽ കൂടുതൽ ഇടപെടാതെ തങ്ങളുടെ കാര്യങ്ങൾ നോക്കി സൂമോയും ഷിയും ഇരിക്കാൻ നോക്കുമ്പോൾ നിയാൻ സമ്മതിക്കുന്നില്ല. ഇവർ എപ്പോഴൊക്കെ ഒന്നിച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച് അടുത്ത് കൂടിയിരിക്കുമ്പോൾ അവൾ എവിടുന്നേലും കട്ടുറുമ്പായിട്ട് അവരുടെ മുന്നിൽ എത്തി അതെല്ലാം കൊളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല പല വട്ടം അവൾ ഇത് ആവർത്തിക്കുമ്പോൾ പിന്നെ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന സമയം ഇപ്പൊ നിയാൻ വന്നാ നീ എന്ത് ചെയ്യുമെന്ന് ഷീ സൂമോയോട് തിരക്കുന്നുണ്ട്. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് ചെയ്യാനാ, നമ്മൾ കല്യാണം കഴിച്ചെങ്കിലും ഏതാണ്ട് പ്രേമിക്കുന്ന സമയത്ത് ഒളിച്ചും ഭാഗത്തും കാണുന്ന കണക്ക് അവൾ സങ്കടപ്പെടുമ്പോഴേക്കും അവളെ കിസ് ചെയ്യാനായി ഷീ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും വീണ്ടും നിയാൻ അവിടേക്ക് വരുന്നു. നിനക്കിത് എന്തിന്റെ കേടാണെന്ന് കലിപ്പ് വരുന്നവർ. എന്തായാലും ഇവരുടെ പണക്ക് ഇവരായിട്ട് തന്നെ സോൾവ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഷെന്നിയെ എങ്ങനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കുളവാവുമെന്ന് ഉറപ്പിച്ചവർ വേഗം തന്നെ ഷെന്നിയെ കാണാനായി ചെല്ലുമ്പോൾ ഞാൻ അവളോട് പിണങ്ങി മാറി നിൽക്കുന്നൊന്നും അല്ല, അവൾ എന്നോട് പിണങ്ങി എന്റെ നമ്പർ പോലും ബ്ലോക്ക് ചെയ്തിട്ട് ഒരു പോക്കങ്ങ് പോയില്ലേ, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് അവൻ പറയുമ്പോൾ നീ അവളെ ഫോൺ വഴിയൊന്നും കോൺടാക്ട് ചെയ്യണ്ട, നേരിട്ട് പോയി കണ്ട് സംസാരിക്കുക, ചിലപ്പോ അതിനായിട്ട് അവൾ ബ്ലോക്ക് ചെയ്തതെങ്കിലോ അവൾ അന്റെ ഇന്ന സ്ഥലത്തുണ്ട് പോയി കാണാനായി പറഞ്ഞ് അവർ ഷെന്നി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ ഏത് ടൈപ്പ് ഡ്രസ് ഇടണമെന്ന കാര്യത്തിലാണ് രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നമായതെന്ന് ഇപ്പോ പ്രശ്നം സോൾവ് ആക്കാനായി അടുത്ത് വന്ന് ഷെന്നി സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവൻ കുറച്ച് ഫോർമൽ ആയിട്ട് ഡ്രസ് ഇടാന്ന് പറഞ്ഞപ്പോ അവൾ കുറച്ച് ഫണ്ണി ആയിട്ട് ഡ്രസ് ഇടാന്ന് പറഞ്ഞിരുന്നു. കുറെ നാളത്തേക്ക്, അതായത് ജീവിതാവസാനം വരെ അല്ലെങ്കിൽ നമ്മൾ മരിച്ച ശേഷം നമ്മുടെ മക്കൾക്കും ഒക്കെ കാണേണ്ട ഫോട്ടോ അല്ലേ നമ്മുടെ ഫോട്ടോ, അതുകൊണ്ടല്ലേ ഫോർമൽ ആയിട്ട് ഡ്രസ്സ് ധരിക്കാന്ന് ഞാൻ പറഞ്ഞത്. നിനക്കത് അത്രയ്ക്ക് വിഷമമെങ്കിൽ വേണ്ട, നീ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ നീ പറയുന്ന കണക്ക് ഫണ്ണി ആയിട്ട് ഡ്രസ്സ് ധരിക്കാനായി റെഡിയാണെന്ന് അവൻ അവളോട് പറഞ്ഞങ്ങനെ പിണക്കങ്ങളെ മാറ്റിയെടുക്കുന്നു. ആ സമയം അവളും വേണ്ട വേണ്ട, അങ്ങനെ ഞാൻ വാശി പിടിച്ചു എന്ന് കരുതി ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് ഒന്നും ഇടണ്ട, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടാൽ മതിയെന്ന് അവനോടും പറഞ്ഞിരുന്നു. അങ്ങനെ ഇവര് പിണക്കങ്ങൾ മാറി പോകുന്നത് കണ്ട് സൂമോയ്ക്കും ഷീക്കും സമാധാനാവുന്നു. അങ്ങനെ ഒരുവിധം രണ്ടെണ്ണത്തിനെയും ഒന്നിപ്പിച്ചു. ഇനിയിപ്പോ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, അപ്പൊ എങ്ങനെയാ എന്നവൾ ചോദിക്കുമ്പോഴേക്കും അവൻ അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ ഇവരിവിടെ ഹാപ്പി ആയിരിക്കുന്നു. ജസ്റ്റ് ഒരു രജിസ്റ്റർ മാത്രമാണ് സൂമോയും ഷീയും അവരുടെ കല്യാണമായി നടത്തിയതെങ്കിൽ ചെറിയൊരു ചടങ്ങായി തന്നെ അത് ഷെന്നിയും നിയാനും നടത്തുന്നുണ്ട്. ഒത്തിരി പേരൊന്നുമില്ല, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചെറിയ ചടങ്ങ്. അങ്ങനെ അതിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ
ഒക്കെ ഗംഭീരമായി നടക്കുന്നു. അവൻ ആവശ്യപ്പെട്ട കണക്ക് അല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ച കണക്ക് ഒരു ഫോർമൽ അറ്റയറിലാണ് നിയാനുള്ളതെങ്കിൽ അവൾ ആഗ്രഹിച്ച കണക്ക് കുറച്ച് ഫണ്ണി അറ്റയറിലാണ് അവനുള്ളത്. രണ്ടുപേർക്കും ആദ്യം പരസ്പരം ഈ ഐഡിയ സംസാരിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലും സോൾവ് ചെയ്തെങ്കിലും തന്റെ പാർട്ട്ണർ പറഞ്ഞത് കേട്ടില്ല എന്നൊരു കുറ്റബോധം വേണ്ടാന്നുള്ളിൽ തോന്നിയിട്ടാവാം ഇങ്ങനെ ഇവരിപ്പോ ഡ്രസ്സ് ധരിച്ച് വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ മനോഹരമായി തന്നെ അവരുടെ കല്യാണവും എല്ലാം കംപ്ലീറ്റ് ആവുന്നു. അങ്ങനെ ന്യൂ ഇയർ വരാണ്. ന്യൂ ഇയറിന്റെ അവധിക്ക് നാട്ടിലേക്ക് പോകാനായിട്ടാണ് സോമോയുടെ പ്ലാൻ. പക്ഷെ ഷീക്ക് കൂടെ പോകാൻ പറ്റില്ല. അവന്റെ ആന്റിയെ കാണാനും മറ്റു ചില ആവശ്യങ്ങൾക്കുമായി ഇവിടെ തന്നെ അവന് നിൽക്കണം. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ അങ്ങനെ വളരെ സന്തോഷത്തിലും എന്നാൽ സങ്കടത്തിലുമാണ് അവരങ്ങനെ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് എടുത്ത് പിരിഞ്ഞു നിൽക്കുന്നത്. നാട്ടിലെത്തി കഴിയുമ്പോൾ ഒരുപാട് അവർ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്. തങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ പോലും ഷീയെ നീ എന്താ അവനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാത്തെന്ന് അമ്മ ഓർമ്മപ്പെടുത്തുമ്പോൾ സോമോ ആഡ് ചെയ്യുന്നു. ചറപ്പറ അതിൽ മെസ്സേജസ് വരും. എന്റെ ബന്ധുക്കൾക്ക് വേറെ പണിയൊന്നുമില്ല, അവരെപ്പോഴും അതിലാണ് മെസ്സേജ് അയക്കുന്നത്, അതുകൊണ്ട് നീ ഓക്കെ ആണോ, മെസ്സേജ് വന്നാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേന്നൊക്കെ അവനോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അവൾ അങ്ങനെ അവനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ന്യൂ ഇയർ ആവുന്നു. രണ്ടുപേരും ആ ഒരു സമയത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് രണ്ടിടങ്ങളിലാണ് അവർ ഉള്ളതെങ്കിലും ഒരേ സമയം ന്യൂ ഇയറിനെ വരവേൽക്കുന്നതും മനോഹരമായ പടക്കങ്ങളൊക്കെ പൊട്ടുന്നത് കണ്ട് രസിക്കുന്നതും. അങ്ങനെ അടുത്ത ദിവസമാട്ടെ സൂമോ എണ്ണീറ്റ് വരുമ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം. അവൾ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര സർപ്രൈസ് ഷീയായിരുന്നു. അവനെ കണ്ടപാടെ അവൾ വേഗം ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അവനെ കാണുമ്പോൾ അച്ഛനും അമ്മയും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ന്യൂ ഇയറിന് അവൻ ഇങ്ങോട്ട് വരില്ല എന്ന് കരുതി അവൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കുക്ക് ചെയ്ത് സൂമോയുടെ കയ്യിൽ കൊടുത്തു വിടാനായിട്ട് ഇരിക്കുകയായിരുന്നു അമ്മ. ഒരുപാട് സന്തോഷം. അങ്ങനെ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് ന്യൂ ഇയറിന് പതിവായി ഞങ്ങൾ ഒരു ഫാമിലി ഫോട്ടോ എടുക്കുന്ന പതിവുണ്ട്. ഈ ന്യൂ ഇയറിന് ഞങ്ങളുടെ കുടുംബത്തിലേക്കുള്ള ഒരു അഡീഷൻ ആണല്ലോ മോൻ, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അങ്ങനെ അവർ ഹാപ്പിയായി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന ടീം ഒരു വീഡിയോ സൂമോയെ ഷീ കാട്ടുന്നു. റോഡിൽ വെച്ച് സൂമോയെ ഒരു TV ഇന്റർവ്യൂ, അതായത് റാൻഡമായി സ്ട്രേഞ്ചേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അത്തരം ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുന്നതിന്റെ കാര്യങ്ങൾ നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ടിരുന്നല്ലോ. ആ ഒരു ഫുട്ടേജ് ആണ് കാണിക്കുന്നത്. ഇതെന്തിനാ ഇപ്പൊ ഇവൻ കാണിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൾ നോക്കുമ്പോഴാണ് അവളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവൾ ആൻസർ പറഞ്ഞു പോയ ശേഷം പിറകെ എത്തിയ അടുത്ത സ്ട്രേഞ്ചർ ഷീ ആയിരുന്നു എന്നത് അവൾ ഇപ്പോ കാണുന്നത്. അവൾ അത് കണ്ട് സർപ്രൈസ് ആവുന്നു. നീ അവിടെ തന്നെ ഉണ്ടായിരുന്നോ, ഞാൻ കണ്ടതേ ഇല്ലായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ ഞാനും നിന്നെ ആ ഒരു സമയത്ത് കണ്ടില്ലെങ്കിലും പിന്നെ ആ റോഡിൽ നീ പാസ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. നമ്മൾ പോലും ശ്രദ്ധിക്കാതെ വിധി നമ്മളെ എപ്പോഴും കൂട്ടിമുട്ടിച്ചുകൊണ്ടേയിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ പല ഇൻസിഡൻസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്ന അവൻ ആ സമയം അവൾക്ക് ഒരു മോതിരം കൊടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യാണ്. അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ ഇവരിവിടെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്ന അതേ സമയം തന്നെ നമ്മുടെ നിയാനെയും ഷെന്നിയെയും നമ്മൾ മറക്കാൻ പാടില്ല അല്ലെ. അവരും ഒന്നിച്ച് ഹാപ്പി ആയിട്ട് തന്നെയാണ് ഉള്ളത്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. പറയുമ്പോ ഒരു 6 വർഷം കടന്നു പോയി എന്ന് പറയാം. ഇപ്പോഴേക്കും നിയാനെയും ഷെന്നിയും നമ്മൾ കാണുമ്പോൾ അവർക്കൊരു ചെറിയ പയ്യനുണ്ട്. അവൻ ഭയങ്കര ഉത്തരവാദിത്തമുള്ള പ്രായത്തിൽ കൂടുതൽ പക്വതയുള്ള നല്ലൊരു കൊച്ചുകുട്ടിയാണ്. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സ്നാക്സ് ഒക്കെ കണ്ട് അതൊക്കെ കഴിക്കാനായി കൊതിയാകുന്ന ഷെന്നി അതൊക്കെ എടുക്കാം, മോൻ ഇതൊക്കെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞ് മോനെ സോപ്പിട്ട് അവന് വേണ്ടി എന്ന പേരിൽ അതൊക്കെ വാങ്ങാൻ നോക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, അച്ഛന് വേണമെങ്കിൽ അച്ഛൻ വാങ്ങിച്ചു, പക്ഷെ ഈ സ്നാക്സ് ഒക്കെ കഴിക്കുന്നത് ശരീരത്തിന് കേടാണെന്ന് അച്ഛനെ ഉപദേശിക്കുന്ന അത്ര ഉത്തരവാദിത്തമാണ് അവനുള്ളത്. ഇതൊക്കെ കണ്ട് നിയാന് ചിരിയും വരുന്നു. എന്തായാലും അന്ന് അവന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ വീട്ടിലെത്തിയിട്ടും ചുമ്മാ കുരുത്തക്കേടൊന്നും കാണിച്ച് നടക്കാതെ ഇരുന്ന് പഠിക്കാനായി തുടങ്ങുന്ന അവനെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അവന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് സോമോയും ഷീയും വരുന്നു. അവനാകട്ടെ അങ്കിളെ എനിക്ക് കുറച്ച് ഡൗട്ട് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മാത്സിന്റെ ചില പ്രോബ്ലംസ് ഒക്കെ പഠിപ്പിക്കുന്ന കാര്യത്തെ പറ്റി പറയുമ്പോൾ എല്ലാം പഠിപ്പിക്കാം, പക്ഷെ ഇന്ന് ബർത്ത്ഡേ അല്ലേ, ആ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് ഷീ അവന് കേക്ക് കട്ട് ചെയ്യാനായി വിളിക്കുന്നു. എന്താണ് അവന്റെ ബർത്ത്ഡേ വിഷ് എന്ന് തിരക്കുമ്പോൾ അച്ഛനും അമ്മയും എപ്പോഴും ഇതുപോലെ സ്നേഹത്തോടെ ഒന്നിച്ചുണ്ടാകണമെന്നും ഷീ അങ്കിളുടെ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകണമെന്നും സോമു ആന്റി സന്തോഷമായിട്ട് ഇരിക്കണമെന്നും ഒക്കെയാണ് ഞാൻ വിഷ് ചെയ്തതെന്ന് അവന് വേണ്ടി ഒരു ആഗ്രഹം വിഷ് ചെയ്യാതെ ചുറ്റിനുമുള്ളവരുടെ ഹാപ്പിനെസിന് വേണ്ടി ആഗ്രഹങ്ങൾ വിഷ് ചെയ്യുമ്പോൾ എന്താ നിനക്കായിട്ട് ഒരു ആഗ്രഹം ഇല്ലേന്ന് അവർ തിരക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആഗ്രഹങ്ങൾക്ക് പുറമെ എനിക്കായിട്ടൊന്നുമില്ല, കാരണം ഞാൻ എന്റെ ഈ ലൈഫിൽ തന്നെ ഭയങ്കര ഹാപ്പി ആണെന്ന് അവൻ പറയുന്നു. കണ്ടില്ലേ അതിൽ പോലും എന്തൊരു പക്വത. അങ്ങനെ ആ ഒരു കേക്ക് കട്ടിങ്ങിനൊക്കെ ശേഷം മുന്നേ പറഞ്ഞ കണക്ക് തന്നെ അവന് മാത്സ് ഒക്കെ ഷീ അടുത്തിരുന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ മോന്റെ കൂടെ ഒരു കൂട്ടായിട്ട് എപ്പോഴും നീ ഒരു കൊച്ചിനെ തരാന്നല്ല അവളുടെയും ഷീയുടെയും കുട്ടിയുടെ കാര്യത്തെ പറ്റി ഞാൻ തിരക്കുമ്പോ ഇപ്പോഴെങ്കിലും കൊച്ചിനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ലാന്നായിരുന്നു സോമോയുടെ അഭിപ്രായം. നിന്റെ മോൻ ഭയങ്കര സ്വീറ്റാ, നല്ല ഉത്തരവാദിത്തമുണ്ട്, പക്ഷെ വല്ല കുരുത്തം കെട്ട കൊച്ചായിരുന്നെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യും, എനിക്കിത് ആലോചിക്കുമ്പോ ഒക്കെ പേടിയാ, എനിക്ക് അങ്ങനെ കൊച്ചു പിള്ളേരെ മാനേജ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നല്ല അവളിങ്ങനെ ഡൗട്ട് അടിക്കുമ്പോ അങ്ങനെ ഒന്നുമില്ല, ഇതൊക്കെ എല്ലാരും കടന്നു പോകേണ്ട സ്റ്റേജ് അല്ലേന്ന് പറയുന്ന ഞാൻ അടുത്ത ആഴ്ച ഞങ്ങള് ഒരാവശ്യത്തിന് പോവാ, അപ്പൊ നീ എന്റെ മോനെ ഒന്ന് നോക്കിക്കണേന്ന് കുഞ്ഞിനെ നോക്കുന്ന ഉത്തരവാദിത്തം സോമോയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർ പോയ ശേഷം ആ പയ്യനെ നോക്കുന്നത് ഷീയും സോമോയും കൂടിയാണ്. അങ്ങനെ മോനിപ്പോ ബോറടിക്കണമെങ്കിൽ കുറച്ചു നേരം പോയി കളിച്ചോളാനായി സോമു ആ പയ്യനോട് പറയുമ്പോ അയ്യേ അങ്ങനെ ഗെയിം ഒക്കെ കളിച്ചെടുക്കാൻ ഞാനെന്താ കൊച്ചുകുട്ടിയാണോ, ഞാൻ ബോറടിച്ച എന്റെ വീട്ടില് പഠിക്കും, ഹോംവർക്ക് ചെയ്യും, പിയാനോ വായിക്കും എന്നിങ്ങനെ അവൻ ഏതാണ്ട് വലിയ ആളുകൾ സംസാരിക്കുന്നത് കണക്ക് പറയുമ്പോ ഇതൊക്കെ കേട്ട് സോമു അന്തം വിട്ടിരിക്കുകയാണ്. എങ്കിലേ നമുക്ക് കൊച്ചു പിള്ളേരും വലിയവരും ഒക്കെ കൂടി ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാന്നും പറഞ്ഞ് അവന് കുക്ക് ചെയ്യാനേ കൊണ്ടുവന്നു. അങ്ങനെ അവർ അച്ഛനവിടെ കുക്കീസ് ബേക്ക് ചെയ്യാണ്. സോമോ തനി ഉണ്ടാക്കാന്ന് പറഞ്ഞ് കുറച്ച് കരിച്ചൊക്കെ കുക്കി ഉണ്ടാക്കുമ്പോ ഷീ അതൊക്കെ എടുത്ത് കഴിച്ച്
സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. ആ സമയം ആ പയ്യന് ഉറങ്ങാനായി വല്ലാത്ത ക്ഷീണം വരുമ്പോ അവൻ ഒറ്റയ്ക്ക് ബെഡ്റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളാന്ന് പറഞ്ഞു പോകുന്ന ടീം അവൻ എത്ര അവനെ വലിയ ഒരാളാണ് എന്ന രീതിയിലൊക്കെ സംസാരിച്ചാലും ആക്ച്വലി അവൻ കൊച്ചുകുട്ടിയല്ല. അതുകൊണ്ട് തന്നെ സൂമോയ്ക്ക് ഒരു ടെൻഷൻ ആവുന്നുണ്ട്. അവളും ഷീയും ആ പയ്യൻ ഉറങ്ങുന്നത് പോയി നോക്കി നിൽക്കുമ്പോ എന്ത് രസമല്ലേ ഉറങ്ങുന്നത് കാണാനെന്നല്ല പറയുന്ന സൂമോ ഷീക്ക് പിള്ളേരെ ഇഷ്ടമല്ല എന്ന് തനിക്കറിയാം എന്ന ഒരു ടോക്ക് അവിടെ എടുത്തിടുന്നുണ്ട്. അത് കേൾക്കുന്ന ഷീ നീ എന്താ അങ്ങനെ പറഞ്ഞ് എപ്പോഴും ഞാൻ പിള്ളേരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതെന്ന് അവൻ തിരക്കുമ്പോഴാണ് അവൾ ഒരു ഫ്ലാഷ് ബാക്ക് അവനെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ദിവസം ഇവരുടെ കല്യാണം കഴിഞ്ഞ് നിയാനും ഷെന്നിക്കും കൊച്ചുണ്ടാവാൻ പോകുന്ന കാര്യം അറിയിച്ച ശേഷം ഷെന്നി നിനക്ക് എപ്പോഴാണ് ഇനിയൊരു ബേബി എന്ന് തിരക്കുന്ന സമയത്താണ് ഇപ്പോഴെങ്കിലും അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല എന്ന് അവൻ പറഞ്ഞു. സൂമോ കേട്ടിരുന്നു. ആ സമയം തൊട്ട് അവൾ ഇവന് പിള്ളേരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞതെന്നാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവൾ ഇപ്പോഴും ഒരു കുഞ്ഞിനെ താലോലിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെപ്പറ്റി കാര്യമാക്കാതിരിക്കുന്നത്. ഇപ്പൊ അത് അവനോട് പറയുമ്പോൾ ഞാനൊന്നും അങ്ങനെ പറഞ്ഞത് എനിക്ക് പിള്ളേരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല. നമ്മൾ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പേരന്റ്ഹുഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്നെക്കാളേറെ അത് അഫക്ട് ചെയ്യാൻ നിന്നെ ആയിരിക്കും. കാരണം ഒരു അമ്മയാണ് കുഞ്ഞിന്റെ വരവിന് ശേഷം ഏറ്റവും കൂടുതൽ അതുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും അതിന് തയ്യാറാവാതെ ഞാൻ അതിന് നിന്നെ നിർബന്ധിക്കില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നാണ് അവൻ ഇപ്പൊ വ്യക്തമാക്കുന്നത്. അപ്പോഴാണ് അവൾക്ക് തെറ്റിദ്ധാരണ മനസ്സിലാവുന്നത്. ഈ തെറ്റിദ്ധാരണ ഉള്ളിലുള്ളത് കൊണ്ടാണ് കുഞ്ഞിന് വേണ്ടി മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടും അത് രണ്ടുപേരും മൂടി വെച്ചിരുന്നത്. ഇപ്പൊ അതിനെപ്പറ്റി ഓപ്പണായി സംസാരിക്കുമ്പോൾ രണ്ടുപേരും ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നു എന്നതും അവർക്ക് വ്യക്തമാവുന്നുണ്ട്. അവർ ഒരുപാട് ഹാപ്പി ആവുന്നു. താൻ എത്ര ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയാലും തന്റെ കൂടെ എല്ലാ കാര്യങ്ങളും നോക്കാനായി ഷീ ഉണ്ടാവും എന്നത് സൂമോയ്ക്ക് നല്ല ഉറപ്പാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നു പോകുന്നു. ഇവരുടെ വെഡിങ് ആനിവേഴ്സറി വരാറായിരിക്കുന്നു. അതിന് കേക്ക് വാങ്ങുന്ന കാര്യത്തെ പറ്റി അവൻ സംസാരിക്കുമ്പോൾ 2 പീസ് പോരാ 3 പീസ് കേക്ക് വേണമെന്നും പറഞ്ഞ് അവൾ പ്രഗ്നന്റ് ആണെന്ന കാര്യം വളരെ സർപ്രൈസ് ആയി അവനെ അറിയിക്കുന്ന സമയത്ത് അവൻ ഭയങ്കരമായി ഇമോഷണൽ ആവുന്നുണ്ട്. അങ്ങനെ അവരുടെ ഫാമിലി ആ വാവയുടെ വരവിനായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ ഒരു ആൺകുട്ടിയാണ് സൂമോയ്ക്കും ഷീക്കും ജനിച്ചിരിക്കുന്നത്. അവൻ നല്ല സ്മാർട്ട് ആണ് കേട്ടോ. ഇപ്പൊ തന്നെ വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഒരു ക്യാമറ എടുത്ത് തന്നെയും തന്റെ ഫാമിലിയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവൻ ഇതെന്റെ അച്ഛൻ ഇതെന്റെ അമ്മ എന്ന് പറഞ്ഞ് അവരുടെ ഫാമിലി ആൽബം ഒക്കെ തുറന്ന് കാട്ടാണ്. ഇതെന്റെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അന്ന് എന്റെ അച്ഛനും മര്യാദയ്ക്ക് ചിരിക്കാൻ പോലും അറിയില്ലായിരുന്നു. ഇതേ അവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്തപ്പോഴത്തെ ഫോട്ടോ. ഇത് ഫാമിലി ഫോട്ടോ. എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എന്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് അവൻ ആ ഫോട്ടോസ് കാണിക്കുമ്പോൾ ആ ഫോട്ടോസിൽ എത്രത്തോളം ഹാപ്പി ആയിട്ടായിരുന്നോ അവർ ഉണ്ടായിരുന്നത് അതിനേക്കാളും ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഓരോ ദിവസവും അവർ ഒന്നിച്ച് ജീവിച്ചു പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ക്യൂട്ട് ഫാമിലിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ അവർ പോലും അറിയാതെ പലതവണ വിധി കൂട്ടിമുട്ടിച്ച സൂമോയും ഷീയും ഇവിടെ ഒന്നായിരിക്കുന്നു. ഈ ഹാപ്പി എൻഡിങ്ങോടുകൂടി കഥ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.